Welcome to the 9th lecture on DC machines and electrical machines. Okay, so in the last class we were discussing about starters, DC motor starters. So എന്തായിരുന്നു starters, why we require a starter and അതിന്റെ basic needs അല്ലെങ്കിൽ സ്റ്റാർട്ടർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അഡീഷണൽ ആയിട്ട് എന്തൊക്കെയാണ് സ്റ്റാർട്ടർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ കുറച്ച് റിവ്യൂ ക്വസ്റ്റ്യൻസ് അതിന്റെ ബേസിൽ ഉണ്ട്. എല്ലാം അതിന് ബേസ്ഡ് ആയിട്ടല്ല, ഒന്ന് രണ്ടെണ്ണം അല്ലാത്തതും ഉണ്ട്. ജനറൽ ആയിട്ട് നിങ്ങൾക്ക് പറയാവുന്നതാണ്. അതിൽ ചില ടോപ്പിക്കുകൾ നമ്മൾ വലുതായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവില്ല, അത് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് എന്തായാലും ഞാൻ ക്വസ്റ്റ്യൻ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which of the following starter is sufficient to start the DC series motor? 3-point starter, 4-point starter, 2-point starter, none of the above. You can answer. Okay, ഓപ്ഷൻ സി ആണ്. ഓക്കെ, രണ്ട് ടൈപ്പ് സ്റ്റാർട്ടറുകളൊക്കെ നമുക്ക് അതിൽ ഉപയോഗിക്കാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ അവസാനം പറഞ്ഞെത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് നോ ലോഡ് റിലീസ് ടൈപ്പും നോ വോൾട്ട് റിലീസ് ടൈപ്പും. ഒരെണ്ണത്തില് നമ്മളുടെ ഹോൾഡിംഗ് കോയിൽ സീരീസിൽ കണക്ട് ചെയ്യാം, മറ്റേതിൽ പാരലൽ കണക്ട് ചെയ്യാം. അപ്പൊ ഒരു കേസിൽ വേണമെങ്കിൽ നമുക്ക് 3 വരും എന്നുള്ള രീതിയിൽ പറയാം, അല്ലെങ്കിൽ ഒരു കേസിൽ 2 ടെർമിനൽസ് അവൈലബിൾ എന്നുള്ള രീതിയിൽ പറയാം. ഏറ്റവും മിനിമം സിമ്പിൾ ആയിട്ട് നമുക്ക് 2-point സ്റ്റാർട്ടർ വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ 2-point സ്റ്റാർട്ടർ ആണ് ആൻസർ. അത് ഷണ്ടിലിന്റെ കേസിലും കോമ്പൗണ്ടിന്റെ കേസിലൊന്നും അത് പറ്റില്ല. Then the direction of rotation of a DC compound motor can be reversed by interchanging shunt field connections, series field connections, armature or field connections, then armature connections. Please answer. Answer undo. Okay, C. ഓക്കെ, അത് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടില്ല, ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ടോപ്പിക് ആയിരുന്നു. എന്നാലും നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. ടി പ്രൊപ്പോർഷണൽ ടു 5IA ഓർ ടി പ്രൊപ്പോർഷണൽ ടു IF ഇൻറ്റു IA ആണ്. അപ്പോൾ ഫീൽഡും ആർമേച്ചറും കറണ്ടുകളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ അത് ഡയറക്ഷൻ മാറിയാൽ മതി എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഓക്കെ, ഒന്നെങ്കിൽ ആർമേച്ചർ മാറ്റാം, അല്ലെങ്കിൽ എന്ത് മാറ്റാം, ഫീൽഡ് മാറ്റാം. അപ്പൊ ഇതിലൊരു ഓപ്ഷൻ എന്താ പറയാ, ഇത് ചോദിച്ചിട്ടുള്ളത് എല്ലാ കേസും ഞാൻ ഡിസ്കസ് ചെയ്യാം. കോമ്പൗണ്ട് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ കോമ്പൗണ്ട് എന്താന്നുള്ളത് അറിയണം എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള അവിടുത്തെ കാര്യം. കോമ്പൗണ്ട് ആകുമ്പോൾ നമുക്ക് വിൽ ഹാവ് സീരീസ് വൈൻഡിങ് ആസ് വെൽ ആസ് ഷണ്ട് ഫീൽഡ് വൈൻഡിങ്, ദെൻ ഓൾസോ ദ ആർമേച്ചർ കണക്ഷൻ. ഓക്കെ, സോ ആ കേസിൽ വരുന്ന എല്ലാ സാധനങ്ങളെ പറ്റി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഷണ്ട് ഫീൽഡ് കണക്ഷൻ റിവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്, സീരീസ് ഫീൽഡ് കണക്ഷൻ റിവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് നമുക്ക് ആദ്യം തന്നെ ഷണ്ട് ഫീൽഡ് കണക്ഷൻ കാണുമ്പോൾ ചിലപ്പോൾ ഡൗട്ട് വരാം അതാണോ എന്നുള്ളത്. പിന്നെ ആർമേച്ചർ കണക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആർമേച്ചർ കണക്ഷൻ റിവേഴ്സ് ചെയ്താൽ എന്തായാലും റിവേഴ്സ് ആവും. ഓക്കെ, പക്ഷെ നമുക്ക് ഈ ഓപ്ഷൻസിലെ ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ് ആൻസർ കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ ആർമേച്ചർ ഓർ ഫീൽഡ് കണക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഫീൽഡ് കണക്ഷൻസിൽ തന്നെ ഷണ്ടിന് സീരീസ് ഫീൽഡ് കണക്ഷൻ ഉണ്ട്, ഷണ്ട് ഫീൽഡ് കണക്ഷൻ ഉണ്ട്. രണ്ടും റിവേഴ്സ് ചെയ്താലാണ് അത് എഫക്ട് വരുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് വരച്ച് കാണിച്ചു തരാം. എന്തായാലും ഇത്ര ആലോചിച്ചാൽ മതി. റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐദർ ആർമേച്ചർ കണക്ഷൻസ് ഓർ ഫീൽഡ് കണക്ഷൻ ഏതെങ്കിലും മാറ്റിയാൽ മതി. രണ്ടും കൂടി മാറ്റണ്ട, രണ്ടും കൂടി മാറ്റിയ അഗൈൻ സെയിം തന്നെ ആവും, ഇൻ എഫക്ട് സെയിം തന്നെ ആയിട്ട് വരും. ഓക്കെ, അത് ഞാൻ കാണിക്കാം എന്തായാലും. സോ സി ആണ് ആൻസർ. DC motor starters are used to limit the starting current, increase the starting current, both A and B, and none of the above. ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഓപ്ഷൻ എ ആണ്. ഓക്കെ, സ്റ്റാർട്ടിങ് കറണ്ട് കുറയ്ക്കുക എന്നുള്ളതാണ്. അതിപ്പോ ഏതിലായാലും, ഇൻഡക്ഷൻ മോട്ടറിലായാലും സ്റ്റാർട്ടറിന്റെ പർപ്പസ് സ്റ്റാർട്ടിങ് കറണ്ട് കുറയ്ക്കാന്നാണ്. അവിടെ എന്തുകൊണ്ട് കറണ്ട് കൂടുന്നു എന്നുള്ള എക്സ്പ്ലനേഷൻ ഇവിടുത്തെ പോലത്തെ ബാക്ക് EMF അല്ല, വേറെ രീതിയിൽ അതിന്റെ ഇക്വാലന്റ് സർക്യൂട്ടിന്റെ ബേസിൽ സ്ലിപ്പ് ഒക്കെ വെച്ചിട്ടാണ് പറയുക. അത് നമുക്കത് വരുമ്പോൾ പറയാം. എന്തായാലും സെയിം റീസൺ തന്നെയാണ്. സ്റ്റാർട്ടിങ് കറണ്ട് കൂടി അതിന്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ, ഒഴിവാക്കാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ വീണ്ടും ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. സ്റ്റാർട്ടിങ് കറണ്ട് കുറയ്ക്കുന്നതിനൊപ്പം അതിന്റെ ടോർക്കും ഭയങ്കരമായിട്ട് കോംപ്രമൈസ് ചെയ്യാണ്ട് നോക്കും. അതുകൊണ്ട് തന്നെ ഷണ്ട് ആയാലും കോമ്പൗണ്ട് മെഷീൻസ് ആയാലും അതിന്റെ ഫീൽഡ് എപ്പോഴും നമ്മൾ റേറ്റഡിൽ വെക്കാൻ നോക്കും. സോ ദാറ്റ് 5 എങ്കിലും മാക്സിമം വെക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അത്യാവശ്യം ടോർക്ക് വലിയ തരക്കേടില്ലാത്തത് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതാണ് അതിൽ റിമെമ്പർ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നത്. സോ ദ ആൻസർ ഈസ് എ. നെക്സ്റ്റ് വൺ, a series motor will overspeed when the load is increased, the field is opened, armature circuit is opened, the load is removed. Option B. Okay, സീരീസ് മോട്ടോർ ഓവർ സ്പീഡ് ചെയ്യുക എപ്പോഴാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്.
ഓപ്ഷൻ ബി വന്നു കഴിഞ്ഞാൽ ശരിയാവുമോ? ഓപ്ഷൻ ബി വന്നു കഴിഞ്ഞാൽ ശരിയാവോ? സീരീസ് മോട്ടറിന്റെ കേസിൽ നമുക്ക് എന്തേ പറ്റുള്ളൂ? സീരീസ് മോട്ടർ ആണോ? ഒരൊറ്റ പാത്തേ ഉള്ളൂ, അവിടെ ഒറ്റ പാത്തേ ഉള്ളൂ. ആ പാത്ത് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇൻഎഫക്ട് അത് വർക്ക് ചെയ്യാത്തൊരു കാര്യം വന്നു. അപ്പൊ അതില് സപ്ലൈ കട്ടായി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ എന്റെ ക്ലോസ്ഡ് സർക്യൂട്ട് അവിടെ ഇല്ല എന്റെ. അപ്പൊ പിന്നെ അവിടെ ആ ഒരു പോസിബിലിറ്റി എന്തായാലും എവിടെ ആലോചിക്കരുത്, സീരീസ് മോട്ടറിന്റെ കേസിൽ ആലോചിക്കരുത്. ഇപ്പൊ ഈവൻ അതൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇപ്പോ വാട്ട് ഹാപ്പൻസ് ഇഫ് ദ field circuit of a series motor gets open while it was running at rated load or something like that. അപ്പൊ അതിന്റെ ആൻസർ എന്തായിരിക്കും? ഇറ്റ് വിൽ സ്റ്റോപ്പ്. അത് സ്റ്റോപ്പ് ചെയ്യാനുണ്ടാവുക. ഓക്കെ, ഓവർ സ്പീഡ് ചെയ്യലുണ്ടാവുക, സ്റ്റോപ്പ് ചെയ്യാനുണ്ടാവുക. അപ്പൊ ഇവിടെ ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലാണ് എന്തുണ്ടാവുക? അതിന്റെ സ്പീഡ് കൂടുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഒരു സീരീസ് മോട്ടോർ ഒരിക്കലും എന്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല? നോ ലോഡിൽ സ്റ്റാർട്ട് ചെയ്യരുത്. ഒരു മിനിമം ലോഡെങ്കിലും അതിന്റെ ഷാഫ്റ്റിനെ ഒന്ന് ലോക്ക് ആക്കി വെക്കുന്ന രീതിയിലുള്ള ഒരു ലോഡെങ്കിലും കൊടുത്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. സോ മോട്ടർ ഏതാണെന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. ഓക്കെ, സീരീസ് മോട്ടോർ. അത് തന്നെ ഷണ്ട് ആണെങ്കിൽ പോലും അത് കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അതെന്താന്നുള്ളത് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാം. അത് ഡിപ്പെൻഡ് ചെയ്യും, കണ്ടീഷൻസിന് ഡിപ്പെൻഡ് ചെയ്യും. ഡയറക്റ്റ് ഷണ്ട് എന്ന് കണ്ടാൽ പോലും നിങ്ങൾക്ക് ഫീൽഡ് ഈസ് ഓപ്പണിന്റെ ആൻസർ ആയിട്ട് പറയാൻ പറ്റില്ല. ഓക്കെ, ഡിപ്പെൻഡ്സ് ഓൺ ദ കണ്ടീഷൻ. ലോഡ് കണ്ടീഷൻ ആവാം, അല്ലെങ്കിൽ മോട്ടോറിന്റെ കണ്ടീഷൻ ആവാം. റണ്ണിങ് ആണോ അതോ സ്റ്റാൻഡ് സ്റ്റിൽ ആണോ എന്നുള്ളതിനും ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ സീരീസ് മോട്ടോർ ഓവർ സ്പീഡ് ചെയ്യാൻ ലോഡ് റിമൂവ് ആയി കഴിഞ്ഞാലാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കണം. കുറെ പേര് ഓപ്ഷൻ ബി പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാണ്. എന്തായാലും പേടിക്കേണ്ട, ഓപ്ഷൻ ബി നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ടോപ്പിക് ആയിട്ട് തന്നെ പറയാം ഞാൻ. നെക്സ്റ്റ് വൺ, ദ ഓൺലി ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ദ ഫീൽഡ് control method for controlling the speed of a DC shunt motor is that it gives a speed lower than normal speed, is wasteful, need a large rheostat, adversely affects commutation. Any answer? ഓപ്ഷൻസ് എല്ലാം കൺഫ്യൂസിങ് എന്നുള്ള പോലെയാണ്. എങ്കിലും ഓപ്ഷൻ ഡി, രണ്ടുപേര് പറഞ്ഞു ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്താ പറയാ, ഫീൽഡ് കൺട്രോൾ ആണ്. ഫീൽഡ് കൺട്രോൾ നമ്മൾ പറഞ്ഞു ഫ്ലക്സ് കൺട്രോൾ ആണ്. ഫ്ലക്സിനെ എന്താ നമ്മൾ ചെയ്യുന്നത്? ഫീൽഡിനെ വീക്കൻ ചെയ്യാണ് ചെയ്യുന്നത്, ഫ്ലക്സിനെ വീക്കൻ ചെയ്യാണ് ചെയ്യുന്നത്. സോ എഫക്റ്റീവ്ലി നമ്മൾ ഫീൽഡ് വീക്കനിങ് ആണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഫീൽഡ് വീക്കനിങ് വന്നു കഴിഞ്ഞാൽ കമ്പ്യൂട്ടേഷനിൽ ഇഷ്യൂസ് ഉണ്ടാവും എന്നുള്ളത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. സോ ഫീൽഡ് വീക്കനിങ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് എന്തിനെ എഫക്ട് ചെയ്യും? കമ്പ്യൂട്ടേഷനെ എഫക്ട് ചെയ്യും. അപ്പൊ ഇതിലത്തെ ആൻസർ അതാണ്. ലോവർ സ്പീഡാണ് കിട്ടുക എന്നുള്ളത് അറിയാം, പക്ഷെ അതല്ല വല്ലാത്തൊരു ഡിസഡ്വാൻറ്റേജ്. കാരണം നമുക്ക് സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി മെത്തേഡ് ഉപയോഗിക്കുന്നത്. വേസ്റ്റ്ഫുൾ എന്ന് ഒരുപാട് നമുക്ക് പറയാൻ പറ്റില്ല. വേസ്റ്റ് ഉണ്ട്, എന്നാലും അത് അത്ര വല്ലാത്ത വേസ്റ്റ് അല്ല. കാരണം ഫീൽഡിലാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്, അത്ര വലിയ കറണ്ട് പോകുന്നതല്ല. പിന്നെ ലാർജ് റിയോസ്റ്റാറ്റിന്റെ ഒന്നും ആവശ്യമില്ല. സഫീഷ്യന്റ് ആയിട്ടുള്ള അത്യാവശ്യം എന്താ റെസിസ്റ്റൻസ് ഉള്ള അത്യാവശ്യം ടേൺസ് ഉള്ള റിയോസ്റ്റാറ്റ് മതി. അപ്പോൾ ഫൈനലി ഇവിടുത്തെ ആൻസർ എന്തായാലും എന്തേ വരുള്ളൂ? adversely affects commutation. കാരണം because it is field weakening. Okay. Sixth one, a DC series motor is accidentally connected to a single phase AC supply. The torque produced will be pulsating and unidirectional, steady and unidirectional, oscillating, none of the above. ആർക്കെങ്കിലും ആൻസർ ഉണ്ടെങ്കിൽ പറയാം. ഓപ്ഷൻ എ, ഓപ്ഷൻ എ രണ്ടുപേര് പറഞ്ഞു. ഓക്കെ, സോ ഡി സി സീരീസ് മോട്ടോറിന്റെയും ഡി സി ഷണ്ട് മോട്ടോറിന്റെയും കേസിൽ എ സി സപ്ലൈ കൊടുത്താൽ എന്താ സംഭവിക്കുക എന്നുള്ളത് ഞാൻ എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യാം. ആൻസർ കറക്റ്റ് ആണ്, എ ആണ്. പൾസേറ്റിംഗ് ആൻഡ് യൂണിഡയറക്ഷണൽ ടോർക്ക് ആണ് വരിക. അത് എന്തുകൊണ്ട് വരുന്നു, എങ്ങനെ വരുന്നു എന്നുള്ളത് എന്തായാലും ഞാൻ ഡിസ്കസ് ചെയ്യാം. സ്റ്റഡി ആയിട്ട് വരില്ല, യൂണിഡയറക്ഷണൽ ആണ്, സ്റ്റഡി അല്ല. ആ ഓപ്ഷൻ ജസ്റ്റ് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ അത് ഞാൻ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ പറയുന്നില്ല, എന്തായാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വെച്ചിട്ടുണ്ട്, അപ്പൊ പറയാം. ഓക്കെ, സോ എന്തായാലും രണ്ടുപേർക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ അറിയാവുന്നതാണ്. Next one, no volt release coil of a 3-point starter used in shunt motors is connected in series with the line, series winding, shunt field winding, armature winding. Option C എന്നൊരാൾ പറഞ്ഞിരിക്കുന്നു. വേറെ ആൻസർ ഉണ്ടോ? ഇല്ല. ഓക്കെ, എനിവേ നമുക്ക് അതിലെ ഒരു ഓപ്ഷൻ ആദ്യം തന്നെ ഒഴിവാക്കാം. ഷണ്ട് മോട്ടർ ആണ്. സോ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് അവിടെ എന്തായാലും വരില്ല. പിന്നീട് അത് ലൈനും എന്താ പറയാ
ഷൺ ഫീൽഡ് വൈൻഡിങ്ങും ആർമേച്ചറും ആണ്. എന്തായാലും ലൈനിന് സീരീസ് ആയിട്ടല്ല എന്ത് കണക്ട് ചെയ്യുന്നത്, നമ്മളുടെ നോ വോൾട്ട് റിലീസ് എന്ന് അറിയാം. നമുക്കത് എന്താ കറണ്ടിന്റെ ലോഡ് ഓവർ കറണ്ട് റിലീസ് ആണ് ലൈനിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളത്. ആ 3-point സ്റ്റാർട്ടറിന്റെ ഡയഗ്രാം ഓർമ്മ ഉണ്ടെങ്കിൽ ഓർമ്മ ഉണ്ടാവും. അത് 3 ആയാലും 4 ആയാലും. പിന്നെ ഷൺഫീൽഡിലത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിരുന്നു എന്ത്, ഷൺഫീൽഡിലത്തെ മെയിൻ ഡിസഡ്വാൻറ്റേജ് ആയിരുന്നു നമുക്ക് സ്പീഡ് കൺട്രോൾ പറ്റില്ല എന്നുള്ളത്. അപ്പൊ അത് ആലോചിച്ചാൽ മതി. അപ്പൊ സ്പീഡ് കൺട്രോൾ പറ്റാത്തത് എന്തുകൊണ്ടായിരുന്നു, ഷൺഫീൽഡിന് സീരീസ് ആയിട്ടായിരുന്നു അവിടെ എന്തുണ്ടായിരുന്നത്, നോ വോൾട്ട് റിലീസ്. അപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് സ്പീഡിന് വേണ്ടി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫീൽഡ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോ വോൾട്ടേജിന്റെ എനർജി മാഗ്നറ്റൈസേഷൻ നഷ്ടപ്പെട്ടത് തന്നെത്താൻ ഓഫ് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള ഒരു ഇഷ്യൂ അവിടെ പറഞ്ഞിരുന്നു. സോ നോ വോൾട്ട് കോയില് ഷൺഫീൽഡിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് 3-point സ്റ്റാർട്ടർ ആണ്. ആ ഒരു ഇഷ്യൂ ഒഴിവാക്കാനാണ് നമ്മൾ 4 പോയിന്റിലേക്ക് പോയത്, ഇൻ വിച്ച് ദ നോ വോൾട്ട് കോയിൽ വാസ് കണക്റ്റഡ് സെപ്പറേറ്റ്ലി ആണ് വിത്ത് എ റെസിസ്റ്റർ, ഒരു കറന്റ് ലിമിറ്റിംഗ് റെസിസ്റ്ററും കൂടി വെച്ചിട്ട്. ഓക്കെ, ഓർമ്മ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വൺ, when a DC series motor is connected to AC supply, then it will not run, it will run without any trouble, it may burn out, it will run with less efficiency and high spark at commutators. ഓപ്ഷൻ ഡി പറഞ്ഞിരിക്കുന്നു. ഓൾറെഡി നമ്മൾ പറഞ്ഞൊരു ക്വസ്റ്റ്യന്റെ എക്സ്റ്റൻഷൻ ആണ്, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിമിലർ ക്വസ്റ്റ്യൻ. അത് ടോർക്ക് എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ അവിടെ നമ്മൾ പറഞ്ഞു പൾസേറ്റിംഗ് ആൻഡ് യൂണിഡയറക്ഷണൽ ടോർക്ക് കിട്ടുന്നു. അപ്പൊ അതുകൊണ്ട് എന്തായാലും റൺ ചെയ്യും. അപ്പൊ അതിൽ ഇഷ്യൂ വരാൻ പോകുന്നത് ഈ ഡി തന്നെയാണ്, ലെസ് എഫിഷ്യൻസി ആയിരിക്കും. എന്താന്ന് ഞാൻ പറയാം, ലോസസ് കൂടുതലായിരിക്കും, സ്പാർക്ക് കമ്മ്യൂട്ടേറ്റേഴ്സിലെ സ്പാർക്കും കാര്യങ്ങളും വരും. ഇതാണ് അതിന്റെ ആൻസർ. വിൽ നോട്ട് റൺ എന്നുള്ളത് നമുക്ക് ആൻസർ ആയിട്ട് ഒഴിവാക്കാം. പിന്നെ ഒരു ട്രബിൾ ഇല്ലാണ്ട് എന്തായാലും റൺ ചെയ്യില്ല, ബേൺ ഔട്ട് ആവാനുള്ള പോസിബിലിറ്റി കുറവാണ്. കമ്പാരിറ്റീവ്ലി ഇതിലത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി ആണ്. ഓക്കെ, ലാസ്റ്റ് വൺ, the starting resistance of a DC motor is generally low, around 500 ohm, 1000 ohm, infinitely large. Option le best answer. Anyone? B, around 500 എന്ന് പറയുന്നു. Anyone else? A, വേറെ ആൻസർ ഉണ്ടോ? ഓക്കെ, എ. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. കാരണം നമുക്ക് കറണ്ട് ലിമിറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് സമയം തിരക്കിയിട്ടുള്ള റേഞ്ചിലേക്ക് കൊണ്ടുവരിക വേണ്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഭയങ്കര ഹൈ ആയിട്ടുള്ള റെസിസ്റ്റൻസിനൊന്നും ആവശ്യമില്ല. 500 എന്നൊക്കെ പറഞ്ഞാൽ സഫീഷ്യന്റ്ലി ഹൈ ആയി, അത്രയ്ക്കൊന്നും നമുക്ക് പോകേണ്ട ആവശ്യമില്ല. 50-100 ആ റേഞ്ചിലുള്ള ചെറിയ വാല്യൂസ് തന്നെയാണ് ഉണ്ടാവുള്ളൂ. കൂടി പോയി കഴിഞ്ഞാൽ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ലോ, ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് ലോ തന്നെയാണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇത്രയാണ് തൽക്കാലം ഞാൻ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. സോ അപ്പോ ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്റ്റാർട്ടേഴ്സ് ആയിരുന്നു. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റാർട്ടേഴ്സ് പറഞ്ഞു. അതിൽ ഷണ്ടും കോമ്പൗണ്ടിന്റെയും പറഞ്ഞു. ദെൻ ഫൈനലി നമ്മൾ സീരീസ് മോട്ടറിന്റെയും പറഞ്ഞു. പിന്നെ ജസ്റ്റ് ഒരു പുഷ് ബട്ടൺ സ്റ്റാർട്ടർ ഉണ്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. അപ്പൊ മെയിൻലി സ്റ്റാർട്ടർ യൂസ് ചെയ്ത് പറഞ്ഞത് സ്റ്റാർട്ടിങ് കറണ്ട് കുറയ്ക്കുക എന്നുള്ളതായിരുന്നു മെയിൻ ആയിട്ടുള്ള പർപ്പസ്. അറ്റ് ദ സെയിം ടൈം മെയിൻറ്റെയിൻ സഫീഷ്യന്റ് ടോർക്ക്, ഷാഫ്റ്റിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള ടോർക്ക് ലോഡ് എടുക്കാൻ പറ്റത്തക്ക രീതിയിൽ ടോർക്ക് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും അതിന്റെ ഒരു പർപ്പസ് ആയിരുന്നു. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് റിമൂവ് ചെയ്ത് കളയണം, കാരണം എഫിഷ്യൻസിനെ എഫക്ട് ചെയ്യും, സ്പീഡ് കുറയാനൊക്കെ സാധ്യത ഉണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. മെയിൻ ആയിട്ട് അതിന്റെ അഡ്വാൻറ്റേജസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ഓർത്തെടുക്കാം. എന്തൊക്കെയാണ്? ഇറ്റ് പ്രൊട്ടക്ട്സ് ദ മോട്ടോർ ഫ്രം ഓവർ കറണ്ടിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ അണ്ടർ വോൾട്ടേജ് നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, അല്ലെ? Then it protects the armature coil from burning up due to heavy current വന്ന് ബേൺ ആവാനുള്ള ചാൻസ് ഒഴിവാക്കാണ്. കാരണം ഡയറക്റ്റ് ഫുൾ വോൾട്ടേജ് എന്തിന് അക്രോസ് വരുത്തുന്നില്ല, ആർമേച്ചറിന് അക്രോസ്. ആൻഡ് ഇറ്റ് പ്രൊട്ടക്ട്സ് ദ മോട്ടോർ ഫ്രം ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കും എന്നുള്ള ഒരു പോസിബിലിറ്റിയും വരുത്തുന്നൊന്നുമില്ല ഭയങ്കരമായിട്ട് ഹൈ കറണ്ട് ആയിട്ട്. ദെൻ അതിന്റെ ബ്രഷസിനെയും കമ്മ്യൂട്ടേറ്റേഴ്സിനെയും ഒക്കെ സ്പാർക്കിങ്ങിൽ നിന്നും ഹെവി സ്പാർക്കിങ്ങിൽ നിന്നും സേവ് ചെയ്യുന്നുണ്ട് ആ ഒരു സ്റ്റാർട്ടർ. ഇതൊക്കെയാണ് സ്റ്റാർട്ടറിന്റെ ജനറൽ ആയിട്ടുള്ള പർപ്പസുകൾ വരുന്നത്. അപ്പോൾ നമുക്കത് പലതരത്തിലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നും അവിടെ എഴുതിയിട്ടില്ല, ഞാൻ പറഞ്ഞത് മാത്രം. നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത് റിവേഴ്സൽ ഓഫ് ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് DC മോട്ടോഴ്സ് ആണ്. സോ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ റിവേഴ്സ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. അപ്പൊ നമുക്കറിയാം T പ്രൊപ്പോർഷണൽ ടു 5IA എന്നുള്ളത്, അല്ലെങ്കിൽ T പ്രൊപ്പോർഷണൽ ടു IF ഇൻറ്റു IA എന്നുള്ള രീതിയിൽ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം ആർമേച്ചറോ അല്ലെങ്കിൽ ഫീൽഡോ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് ചെയ്യാം, ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമുക്ക് കൺക്ലൂഷൻ പറയാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എല്ലാ കേസുകളും സീരീസും ഷണ്ടും കോമ്പൗണ്ടും സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. സോ ഇപ്പൊ ആദ്യം സീരീസിന്റെ ഡയഗ്രാം വരച്ചു വെച്ചിട്ടുള്ളത്.
സീരീസ് ഫീൽഡ് FFF നെയിം ചെയ്തിരിക്കുന്നു, അതിന്റെ എൻഡുകളെ സ്റ്റാർട്ടിങ്ങും ഫിനിഷിങ്ങും എന്നുള്ള രീതിയിൽ. പിന്നെ ആർമേച്ചർ A എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നു. ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് വിചാരിക്കുക. ഇതിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യാൻ ഐദർ ഫീൽഡ് റിവേഴ്സ് ചെയ്യുക അല്ലെങ്കിൽ യു ക്യാൻ റിവേഴ്സ് ആർമേച്ചർ. ഏതെങ്കിലും ഒന്ന് റിവേഴ്സ് ചെയ്ത് കണക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, കറണ്ട് പോകുന്ന ഡയറക്ഷൻ മാറുക എന്ന് ഉദ്ദേശിക്കുന്നു. ഇപ്പൊ ഇങ്ങനെ പോയാറുന്നത് ഒന്ന് മാറ്റി പിടിപ്പിക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇങ്ങനെയായിരുന്നു അതിന്റെ ഡയറക്ഷൻ എങ്കിൽ FL എൻറ്റർ ചെയ്ത് FF ലീവ് ചെയ്യുന്നത് ഒന്ന് ജസ്റ്റ് നമ്മൾ തിരിക്കും, FF എൻറ്റർ ചെയ്തിട്ട് FL ലീവ് ചെയ്യുന്ന രീതിയിലേക്ക് ആക്കുക എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്ത് മാറ്റിയാൽ മതി, നമ്മളുടെ കണക്ഷൻസ് മാറിയാൽ മതി. അപ്പോൾ സപ്ലൈന്ന് എവിടേക്കാവും കണക്ഷൻ പോകേണ്ടി വരിക, സോറി, നമുക്ക് എവിടേക്കാ കണക്ഷൻ പോകേണ്ടി വരിക, FL നിന്ന് Fലേക്ക് പോകുന്നതിന് പകരം എവിടേക്ക് വരണം, FFലേക്ക് വരണം. ഓക്കെ, ഞാൻ ജസ്റ്റ് പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് വരയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ. അതേപോലെ ഇവിടുന്ന് ആയിരിക്കണം എന്തിലേക്ക് കണക്ഷൻ വരേണ്ടത്, ആർമേച്ചറിലേക്ക് കണക്ഷൻ വരേണ്ടത്. അപ്പൊ ഈ രീതിക്ക് ഒന്നെങ്കിൽ ഫീൽഡ് റിവേഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത പോസിബിലിറ്റി എന്താ, ആർമേച്ചർ ആണ്. സോ പ്ലസ് എയിലേക്ക് കൊടുക്കുന്നതിന് പകരം പ്ലസ് ടെർമിനൽ നമ്മൾ എവിടേക്ക് കൊടുക്കേണ്ടി വരും, പ്ലസ് ടെർമിനൽ നമ്മൾ എയിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിലേക്ക് ആക്കുക. ഓക്കെ, ഈ ടെർമിനലിനെ നമുക്ക് എവിടേക്ക് ആക്കിയാൽ മതി, താഴേക്ക് കണക്ഷൻ. അതേപോലെ ഇനി ഒബ്വിയസ്ലി ഈ ടെർമിനലായിരിക്കും എവിടേക്ക് വരുന്നുണ്ടാവുക, നെഗറ്റീവിലേക്ക് കണക്ഷൻ വരുന്നുണ്ടാവുക. ഓക്കെ, ഇപ്പൊ ഒന്നെങ്കിൽ ഫീൽഡ് റിവേഴ്സ് ചെയ്യുക അല്ലെങ്കിൽ ആർമേച്ചർ റിവേഴ്സ് ചെയ്യുക. അപ്പൊ അതേപോലെ തന്നെയാണ് ഷണ്ടിന്റെ കേസിലായാലും. അപ്പൊ ഷണ്ടിന്റെ കേസിൽ നമുക്ക് ആദ്യം ഫീൽഡ് റിവേഴ്സിംഗ് നോക്കാം. അപ്പൊ ഫീൽഡ് റിവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് Fലേക്കാണ് പോയിരുന്നതെങ്കിൽ ഇപ്പൊ എവിടേക്ക് പോകണം, FFലേക്ക് പോകണം. അതാണ് അവിടുത്തെ വ്യത്യാസം വരുന്നത്. സോ ഇത് എവിടേക്കാ, Fലേക്ക് കണക്ഷൻ വരും, Fലേക്ക് എവിടെ നിന്ന് വരും, മൈനസിൽ നിന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് എന്ത് കംപ്ലീറ്റ് ആക്കണം, ആർമേച്ചറിലേക്ക്. അപ്പൊ ഇവിടുന്ന് കണക്ഷൻ വരും. ഓക്കെ, അതില് മാറ്റമില്ല, ആർമേച്ചർ നമ്മൾ റിവേഴ്സിങ് ചെയ്തിട്ടില്ല, അപ്പൊ അവിടേക്ക് പ്ലസ് തന്നെ കിട്ടണം. അപ്പൊ ഇത്രയാണ് ഫീൽഡ് റിവേഴ്സ് ചെയ്യുക. അതേപോലെ ഇവിടെ ആർമേച്ചർ റിവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്, എയിലേക്ക് മൈനസ് കൊടുക്കുക, എയിലേക്ക് എന്ത് കൊടുക്കുക, പ്ലസ് കൊടുക്കുക എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി. ഓക്കെ, ഇവിടേക്ക് മൈനസ് കൊടുക്കുന്നു, സോറി പ്ലസ് കൊടുക്കുന്നു, ഇത് നമ്മൾ എന്താക്കുന്നു, മൈനസ് ആക്കുന്നു. അപ്പൊ അതാണ് അവിടുത്തെ പോസിബിലിറ്റി. നെക്സ്റ്റ് കേസിലാണ് ശരിക്കും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം വരുന്നത്, ഈ ഫസ്റ്റ് കേസ് മാത്രം, അതായത് ഫീൽഡ് റിവേഴ്സ് ചെയ്യുന്നു. ഫീൽഡ് റിവേഴ്സ് ചെയ്യാന്ന് പറയുമ്പോൾ രണ്ട് ഫീൽഡുകൾ ഉണ്ട്, രണ്ടും റിവേഴ്സ് ചെയ്യണം, രണ്ടിന്റെയും കണക്ഷൻ റിവേഴ്സ് ചെയ്യണം എന്ന് മാത്രമാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇവിടുത്തെ സീരീസ് ഫീൽഡ് ഞാൻ S1 S2 എന്ന് നെയിം ചെയ്തിട്ടുണ്ട്. ഷണ്ട് ഫീൽഡ് സാധാരണത്തെ പോലെ FF എന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഓക്കെ, ഇതിലൊക്കെ ഓക്കെ, ഒരു കാര്യം ഞാൻ മാർക്ക് ചെയ്തില്ല, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എന്ത് മാറുന്നുണ്ട്, ഡയറക്ഷൻ റിവേഴ്സ് ആവുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യാം. In this case also, here also the direction will be reversed. അപ്പൊ ഇവിടെ റിവേഴ്സ് ചെയ്യണമെങ്കിൽ ഞാൻ എന്തൊക്കെ കണക്ഷൻ മാറ്റണം, ഫീൽഡുകളെ രണ്ടും മാറി വേണം കണക്ട് ചെയ്യാൻ. ഓക്കെ, ഇപ്പൊ ഇവിടെ പ്ലസ് കിട്ടിയാറുന്നതിന് പകരം ഇപ്പൊ പ്ലസ് എവിടെ ആവണം, FFലേക്ക് എന്ത് വരണം, പ്ലസ് വരണം. അപ്പോ Fലോട്ട് എന്താ വരേണ്ടത്, മൈനസ് ആണ് വരേണ്ടത്. അപ്പൊ ആ രീതിക്ക് നമ്മൾ ഇവിടുത്തെ കണക്ഷൻ മാറ്റേണ്ടി വരും. ഇതേ സംഭവം എവിടെയും നടക്കണം, ഈ സീരീസ് ഫീൽഡിനും നടക്കണം. ഓക്കെ, സീരീസ് ഫീൽഡിന്റെ കണക്ഷൻ ഇവിടേക്ക് ഇത് വന്നാൽ മതി. പിന്നെന്താ വേണ്ടേ, S1 നമുക്കപ്പോ എങ്ങോട്ട് പോകേണ്ടി വരും, ആർമേച്ചറിലേക്ക്. ഓക്കെ, അപ്പൊ ഡയറക്ഷൻ റിവേഴ്സ് ആയി. ഓക്കെ, എൻട്രി പോയിന്റ് S2 ആയി, ലീവ് ചെയ്യുന്നത് S1 ഇവിടെ അതേപോലെ തന്നെ Fൽ എന്താ പറയാ, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാൾക്കാരെ നമ്മൾ മാറ്റി കണക്ട് ചെയ്തു, FF എൻട്രി ചെയ്തിട്ട് Fൽ ലീവ് ചെയ്യുന്ന പോലെ. ഓക്കെ, ഇവിടെ വരുമ്പോൾ വലിയ കുഴപ്പമില്ല, കാരണം ആർമേച്ചർ മാത്രമേ റിവേഴ്സ് ചെയ്യേണ്ടുള്ളൂ. അത് മുന്നത്തെ പോലെ തന്നെ നേരെ തിരിച്ച് താഴേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. പ്ലസ് ഇവിടേക്ക് കണക്ഷൻ വരും, മൈനസ് എവിടേക്ക് വരും, ഇവിടേക്ക് വരും. ഓക്കെ, ഇപ്പൊ ഇതാണ് റിവേഴ്സ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രം ഓർക്കാൻ വേണ്ടിയിട്ട്. ഹൈലൈറ്റ് ഇതാണ് മെയിൻ ആയിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യം. എന്താ കോമ്പൗണ്ടിന്റെ കേസിലാണ്, കോമ്പൗണ്ടിന്റെ കേസിൽ ഫീൽഡ് റിവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഓപ്ഷനിൽ വെറുതെ റിവേഴ്സ് ദ ഷണ്ട് ഫീൽഡ് അല്ലെങ്കിൽ റിവേഴ്സ് ദ സീരീസ് ഫീൽഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇട്ടുണ്ടായിരുന്നു. അതേപോലെ അല്ല, രണ്ടും റിവേഴ്സ് ചെയ്യണം. അത് സിംപ്ലി ഫീൽഡ് റിവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ, ഫീൽഡ് വൈൻഡിങ് റിവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓക്കെയാണ്. ഓക്കെ, എന്റെ ഷണ്ട് ഫീൽഡ് എന്നോ സീരീസ് ഫീൽഡ് എന്നോ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് അല്ല. നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യനിൽ രണ്ട് ഓപ്ഷൻസും കൂടിയിട്ടായിരുന്നു പറഞ്ഞത്, റിവേഴ്സ് ദ ഫീൽഡ് വൈൻഡിങ് ഓർ ആർമേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതായിരുന്നു അവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. So I'll move to the next one. Okay. So the question ആണ്, what happens when AC supply is given to a DC series motor and shunt motor? ഇത് നേരത്തെ ചോദിച്ചത് രണ്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ കാണിച്ചതായിരുന്നു. അപ്പോ ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റ് ആയിട്ട്. ഓക്കെ,
അപ്പൊ അതിൽ ആ രണ്ട് കേസുകളായിട്ട് തന്നെ നമുക്ക് ഇവിടെ നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താണ് സംഭവിക്കുക എന്നാണ് ചോദ്യം. എന്താണ് സംഭവിക്കുക എന്നുള്ള ചോദ്യത്തിന്റെ അർത്ഥം വരുന്നത് will it run എന്നുള്ളത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. will it run. സോ നമുക്കത് റൺ ചെയ്യോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ will it run എന്നുള്ളത് ഇൻ ടേൺ will it run എന്നുള്ളതിന്റെ ആൻസർ കിട്ടണമെങ്കിൽ റൺ ചെയ്യും എന്നുള്ളത് അതിന്റെ എന്തിന്റെ ബേസിലാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ? ടോർക്കിന്റെ ബേസിലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ ടോർക്കിനെ കുറിച്ചാണ് നമ്മൾ അവിടെ ചിന്തിക്കേണ്ടി വരിക. സോ ടോർക്ക് എന്ന് പറയുന്നത് എന്താണോ എന്നുള്ളതാണ് ആലോചിക്കേണ്ടി വരിക. യൂണി ഡയറക്ഷനിലാണോ എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കൺസേൺ വരുന്നത്. ഓക്കെ, നമ്മൾ മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താ? ടോർക്ക് എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് നമ്മൾ അവിടെ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോ എ സി കൊടുത്താൽ പിന്നെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് അതിന്റെ കൂട്ടത്തില് നമുക്ക് കിട്ടും. സോ അപ്പൊ ബേസിക്കലി നമ്മളുടെ കയ്യിലുണ്ട് ടി പ്രൊപ്പോർഷണൽ ടു എന്താ? ടി പ്രൊപ്പോർഷണൽ ടു 5IA ആണ്, ഓർ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു IF into IA. ഈ ഒരു റിലേഷന്റെ ബേസിൽ തന്നെയാണ് നമ്മൾ ഇവിടെയും പോകുന്നത്. രണ്ട് കേസുകൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അനലൈസ് ചെയ്യാം. ദാറ്റ് ഈസ് സീരീസ് മോട്ടോറിന്റെ കേസും അതേപോലെ ഷണ്ട് മോട്ടോറിന്റെ കേസും. ഞാൻ ഡയഗ്രാം ആയിട്ട് വരയ്ക്കുന്നില്ല, അതിന്റെ ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് ഇപ്പോൾ ഓൾറെഡി എല്ലാവർക്കും കാര്യങ്ങൾ അറിയുന്നതാണ്. ചിലർക്ക് ഇതിന്റെ ആൻസർ ഓൾറെഡി അറിയാം, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാണ്. സോ സീരീസ് മോട്ടറിന്റെ കേസിലാണെങ്കിൽ നമുക്കറിയാം എല്ലാ കറണ്ടുകളും എന്താണ്? സെയിം ആണ്. സോ സീരീസ് മോട്ടറിന്റെ കേസിലാണെങ്കിൽ ഫീൽഡ് കറണ്ട് എന്ന് പറയുന്നതും ആർമേച്ചർ കറണ്ട് എന്ന് പറയുന്നതും ഒക്കെ സെയിം തന്നെയാണ്. അത് ഈക്വൽ ടു ലോഡ് കറണ്ട് ആണ്, അത് ഞാൻ അവിടെ പറയുന്നില്ല. അപ്പൊ രണ്ടും ഒരേപോലെയാണ്. അതായത് ഇൻ ഫേസ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ചിന്തിക്കാം. അതായത് ഇതിന്റെ കറണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോ കറണ്ടിന്റെ വേവ് ഫോം വരയ്ക്കുകയാണെങ്കിൽ നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരൊറ്റ വേവ് ഫോം ആയിട്ട് വരച്ചാൽ മതിയാവും. നമുക്കിപ്പോ കറണ്ട് വേവ് ഫോം വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ എ സി എന്നുള്ള രീതിയാണല്ലോ പറയുന്നത്. എ സി കൊടുത്തല്ല, അപ്പൊ ഒരു എ സി കറണ്ട് നമ്മളിപ്പോ വരയ്ക്കുകയാണെങ്കിൽ രണ്ടിനും കൂടിയിട്ട് എന്ത് വരച്ചാൽ മതി? ഒറ്റെണ്ണം തന്നെ മതി. ജസ്റ്റ് ഒരു സൈക്കിളെ കാണിക്കുന്നുള്ളൂ. ഈ ആക്സിസിൽ ടി ആന്ന് വിചാരിക്കുക, ഈ ആക്സിസിൽ എന്താ? IF or IA രണ്ടും ഈക്വൽ ആണ്. ആക്ച്വലി IF ഈക്വൽ ടു IA എന്നുള്ള രീതിയിൽ. അപ്പൊ ഇതാണ് നമുക്ക് ഉള്ള കറണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എന്തിനാണ്? ടോർക്കിന്റെ കാര്യമാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ടോർക്ക് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ഫീൽഡ്. എല്ലാം തിയറട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. പ്രാക്ടിക്കൽ എന്നുള്ള രീതിക്ക് അവിടെ നിൽക്കട്ടെ. തൽക്കാലം നമ്മൾ തിയറട്ടിക്കൽ ആയിട്ടുള്ള റീസൺസ് ആണ് എല്ലാം പറയുന്നത്. സോ ഈ ഒരു ബേസിൽ ഇപ്പൊ രണ്ടും നോക്കുമ്പോൾ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്ത് ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന വേവ് ഫോംസ് ആണ് IF and IA എന്ന് പറയുന്നത്. അപ്പൊ സെയിം ടൈമിൽ പോസിറ്റീവ്, സെയിം ടൈമിൽ നെഗറ്റീവ്. അപ്പൊ ഇവിടെ നമ്മൾ ടോർക്ക് എടുക്കുമ്പോൾ ഏത് രീതിക്കാണ് നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്? ഏത് രീതിക്ക് എക്സ്പെക്ട് ചെയ്യാം? നമുക്കൊരു ഫുൾ വേവ് റെക്ടിഫൈഡ് വേവ് കിട്ടുന്ന രീതിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. മാഗ്നിറ്റ്യൂഡ് ചിലപ്പോൾ കൂടുതലായിരിക്കും. ഈ രീതിക്കാണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടാൻ പോകുന്നത്? ടോർക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ ടോർക്ക് എന്ന് പറയുന്നത് ഇവിടെ ഇതിൽ നിന്ന് എന്താണ് നമുക്ക് കിട്ടുന്ന ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ബിക്കം യൂണി ഡയറക്ഷനിലാണ്. പക്ഷെ എന്തല്ല? സ്റ്റഡി ഒന്നല്ല. എന്തെന്ന് പറയാം? പൾസേറ്റിംഗ് ആണ് അല്ലെ? പൾസസ്, അതില് റിപ്പിൾസ് ഉണ്ട്. സോ നമുക്ക് ഇവിടെ കിട്ടുന്ന ടോർക്ക് എന്ന് പറയുന്നത് യൂണി ഡയറക്ഷനിലാണ്. പിന്നെ അതിന്റെ ഫ്രീക്വൻസി നോക്കിക്കഴിഞ്ഞാൽ ഫ്രീക്വൻസിയിൽ എന്താ മാറ്റം ഉണ്ടോ? അപ്പൊ ഇതിന്റെ ഫ്രീക്വൻസി F ആണെങ്കിൽ ഇതിന്റെ ഫ്രീക്വൻസി എന്താ? യെസ്, വെരി ഗുഡ്. 2F ആയിട്ട് മാറിയിട്ടുണ്ട്. സോ ഫ്രീക്വൻസി ട്വൈസ് ആയിട്ടുണ്ട് എന്നുള്ള ഒരു ഇത് വരുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് ഇത് സൈക്കിൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കൺക്ലൂഷൻ ആയിട്ട് തിയററ്റിക്കൽ ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് കൺക്ലൂഷൻ ആയിട്ട് എന്ത് പറയാം? ദ ടോർക്ക് പ്രൊഡ്യൂസ് വിൽ ബി ഓഫ് യൂണിഡയറക്ഷണൽ നേച്ചർ വിത്ത് പൾസേറ്റിംഗ് സ്ട്രക്ചർ. പൾസേറ്റിംഗ് ആണ്, ബട്ട് യൂണിഡയറക്ഷണൽ ആണ്. അപ്പൊ കൺക്ലൂഷൻ ആയിട്ട് നമുക്ക് എന്ത് പറയാം? എന്റെ ക്വസ്റ്റൻ ഇതാണെങ്കിൽ വിൽ ഇറ്റ് റൺ ഓർ നോട്ട്? അപ്പൊ അതിനെന്താ ആൻസർ വരിക? ആൻസർ എന്താ? ഇറ്റ് വിൽ റൺ ആണ് ആൻസർ നമുക്ക് ഇതിൽ നിന്ന് പറയാവുന്നത്. ഇറ്റ് വിൽ റൺ. ഓക്കെ, അപ്പൊ അത് നമ്മൾ ഓപ്ഷൻ നോക്കിയിട്ട് വേണ്ടി വരും ഇത് എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളത്. അപ്പൊ ബേസിക്കലി ഇറ്റ് വിൽ റൺ എന്നുള്ള ഒരു ആൻസർ ഉണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ ആ ആൻസറിൽ തന്നെ അവർ കോംപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കും. ഇറ്റ് വിൽ റൺ വിത്തൗട്ട് എനി ചേഞ്ചസ്, അല്ലെങ്കിൽ ഇറ്റ് വിൽ റൺ ആസ് നോർമൽ എന്ന് പറയാം. ഇനി അതിന്റെ അപ്പുറത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടാവും ഇറ്റ് വിൽ റൺ ബട്ട് വിത്ത് സംതിങ്. അപ്പൊ അതായത് ഇതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ട്. DC സീരീസ് മോട്ടോറിന് AC കൊടുത്തുകൊണ്ട് റൺ ചെയ്യില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ കുറച്ച് പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. എന്തൊക്കെയായിരിക്കും ആ പ്രശ്നങ്ങൾ? ഇതിന്റെ ലിമിറ്റേഷൻസ് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ, ഒന്ന്,
നമ്മളുടെ ബ്രഷസിൽ ഒരു ഭയങ്കരമായിട്ട് പ്രഷർ വരാൻ തുടങ്ങും, പെട്ടെന്നുള്ള മാറ്റങ്ങളും ഇതൊക്കെ കാരണം. അപ്പൊ ഇവിടുത്തെ കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് എന്താവും, മോശമാവും. പുവർ കമ്മ്യൂട്ടേഷൻ ആയിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. അപ്പൊ പുവർ കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത് വേണമെങ്കിൽ നമുക്ക് റെമഡി ചെയ്യാം ഒരു പരിധി വരെ. എന്തുപയോഗിച്ചാൽ മതി, ഹൈ റെസിസ്റ്റൻസ് ഉള്ള നമ്മുടെ കാർബൺ ബ്രഷസ് ഉപയോഗിച്ചാൽ മതി. ഇതൊക്കെ പറയാമെന്ന് മാത്രമേ നടക്കുള്ളൂ, എന്ന് വെച്ചിട്ട് അത്രയും പെർഫെക്റ്റ് ആക്കാനൊന്നും പറ്റില്ല. അപ്പൊ അതൊരു റെമഡി ആയിട്ട് വേണമെങ്കിൽ പറയാം. സെക്കൻഡ് കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് ആൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ള ഫ്ലക്സ് ആണ്, മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ യൂണിഡയറക്ഷനിൽ ഒന്നും ആക്കിയിട്ടില്ല. ബേസിക്കലി നമ്മൾ എ സി ആണ് കൊടുക്കുന്നത്. അപ്പൊ ആൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് ആണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എഡ്ഡി കറന്റ് ലോസ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ യോക്കിലുള്ള എഡ്ഡി കറന്റ് ലോസ്. അതുകൊണ്ട് തന്നെ എഫക്റ്റീവ്ലി നമുക്ക് എന്ത് കുറയും, എഫിഷ്യൻസി കുറയും. അപ്പൊ ഇവിടെയും വേണമെങ്കിൽ നമുക്ക് അതിന് റെമഡി ആയിട്ടൊക്കെ പറയാം എന്നേ ഉള്ളൂ. ലാമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറയ്ക്കാം എന്നൊക്കെ വേണമെങ്കിൽ പറയാലോ. അതൊരു ഇതായിട്ട് പറയാം. പക്ഷെ ഇതൊന്നും നടക്കുള്ള കാര്യമൊന്നുമല്ല, എല്ലാം തിയററ്റിക്കൽ ആസ്പെക്റ്റിലാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. പിന്നെ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം, നമ്മൾ എ സി ആണ് കൊടുക്കുന്നത്. ഇപ്പൊ ഡി സിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെസിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ മതിയായിരുന്നു, ഇമ്പിഡൻസ് എന്നുള്ള രീതിക്ക് വേണ്ടിയിരുന്നില്ല. പക്ഷെ ഇവിടെ എ സി വന്നോട് കൂടിയിട്ട് അത് എന്തിനെ കുറിച്ചാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടി വരിക, ഇമ്പിഡൻസ് എന്നുള്ള രീതിയിലും കൂടി ചിന്തിക്കേണ്ടി വരും. കാരണം ഇൻഡക്റ്റീവ് റിയാക്ടൻസും കൂടി പിക്ചറിലേക്ക് കയറി വരും. അതായത് നോ മോർ ഇറ്റ് ഈസ് റെസിസ്റ്റൻസ് ബട്ട് ഇറ്റ് ഈസ് നൗ ഇമ്പിഡൻസ്. ഓക്കെ. അപ്പൊ അത് വരുമ്പോ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഇനിയിപ്പോ സപ്ലൈ എ സി ആണല്ലോ കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ പവർ ഫാക്ടറിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരാം. ഇത്രയും നേരം നമ്മൾ ഡി സി ആണ് എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നതാണ്, ഡി സിയുടെ കഥകളും കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പോ എ സി കൊടുക്കുകയാണ്. എ സി കൊടുക്കുമ്പോൾ സപ്ലൈയുടെ കാര്യം കൂടി നമ്മൾ നോക്കണം. ഇപ്പൊ പവർ ഫാക്ടർ മോശമാവും എന്നുള്ളതൊക്കെ അതിലൊരു ഇഷ്യൂ ആയിട്ട് പറയാം. ഓക്കെ. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇതിന്റെ ഇഷ്യൂസ് വരുന്നത്. അപ്പൊ എന്തായാലും റൺ ചെയ്യാനാണ് ഇതിന്റെ ചാൻസസ്. റൺ ചെയ്യില്ല, ആ പോസിബിലിറ്റി നമുക്ക് അവിടെ മുഴുവനായിട്ട് ഒഴിവാക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നാണ് ഞാൻ കൺക്ലൂഷൻ ആയിട്ട് പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യനും ഓപ്ഷൻസും അനുസരിച്ച് വേണ്ടി വരും ആൻസർ ചെയ്യാൻ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് നമുക്ക് ഷണ്ടിന്റെ കേസിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നോക്കേണ്ടത്. സോ അഗെയിൻ ഷണ്ടിന്റെ കേസിൽ ഡയഗ്രാം വരച്ചില്ലെങ്കിലും നമുക്കറിയാം, കറണ്ട് എന്ന് പറയുന്നത് ടോട്ടൽ കറണ്ട് എന്താ, നമുക്ക് അവിടെ IF പ്ലസ് IA ആണ്, ആ രീതിയിലാണ് അല്ലെ. ഓക്കെ. അവിടെ നമുക്ക് ഈ IF, അതായത് ISH എന്നോ എന്ത് വേണമെങ്കിലും എഴുതാം. IF എന്ന് പറഞ്ഞാൽ V/RSH ആണ്. ഷൺഫീൽഡ് വൈൻഡിങ്ങിന്റെ റെസിസ്റ്റൻസ് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് IF കിട്ടും. മറ്റോടത്തെ പോലെ രണ്ടും സെയിം അല്ല. ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ എന്താ പറയാ, ഇപ്പൊ ഫീൽഡ് വൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫീൽഡ് വൈൻഡിങ് അതിന്റെ ഇൻഡക്റ്റീവ് ആയിരിക്കും കമ്പാരിറ്റീവ്ലി. ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തിനേക്കാട്ടിലും കൂടുതലായിരിക്കും നോർമലി നമ്മളുടെ ആർമേച്ചർ വൈൻഡിങ്ങിന്റെ ഇൻഡക്റ്റൻസിനെക്കാട്ടിലും കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ആർമേച്ചറിന് അധികം ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ എടുക്കാം. നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അസംഷനിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പെർഫെക്റ്റ് ആയിട്ട് അതൊന്നും വെച്ച് പറയുന്നൊന്നുമില്ല, നമുക്കിപ്പോ എളുപ്പത്തിൽ പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്തായാലും ഫീൽഡ് കറണ്ടും ഉണ്ട്, ആർമേച്ചർ കറണ്ടും ഉണ്ട്. അപ്പൊ രണ്ടുപേരും ഇൻ ഫേസിലല്ല എന്നുള്ള രീതിയിൽ. കാരണം നമ്മൾ എ സിനെ കുറിച്ചാണ് പറയുന്നത്, എ സി ആണ് പറയുന്നത്. എല്ലാം ഇപ്പൊ ഫേസറിലോട്ടും കാര്യങ്ങളിലോട്ടൊക്കെ പോവും. അപ്പൊ ഇവിടുത്തെ കേസിൽ വരുമ്പോ നമുക്ക് IF എന്തെന്ന് പറയേണ്ടി വരും, ലാഗ്സ് IA എന്നുള്ള രീതിയിൽ പറയേണ്ടി വരും. അത് തന്നെ കുറച്ച് എളുപ്പത്തിൽ പറയാൻ വേണ്ടിയിട്ട് ഞാൻ പെർഫെക്റ്റ് 90 ഡിഗ്രി ആണ് അസ്യൂം ചെയ്യുന്നു. ആ രീതിക്ക് ഡയഗ്രാം വരയ്ക്കാൻ എളുപ്പമായതുകൊണ്ട് അങ്ങനെ പറയണം. ഇപ്പൊ ഇതാണ് എന്റെ IA എങ്കിൽ, ഈ രീതിക്കാണ് എന്റെ IA എന്ന് പറഞ്ഞിട്ട് ഞാൻ വരയ്ക്കുന്നത് എങ്കിൽ എന്റെ IF എങ്ങനെയായിരിക്കും? IF എന്ന് പറയുന്നത് ഇതിനൊരു 90 ഡിഗ്രി ലാഗിങ്. 90 ഡിഗ്രി ലാഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തുടങ്ങിയിട്ട് ഒരു 90 ഡിഗ്രിക്ക് ശേഷം തുടങ്ങുന്ന രീതിയിൽ. അതിന്റെ മാഗ്നിറ്റ്യൂഡിൽ വ്യത്യാസം ഉണ്ടാവട്ടെ, അപ്പൊ അതൊന്നും ഞാൻ ഇവിടെ സ്ട്രെസ് ചെയ്യുന്നില്ല. ഈ രീതിക്കായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഇത് നമ്മളുടെ IF. അപ്പൊ നേരത്തെ പോലെ നമ്മൾ T പ്രൊപ്പോർഷണൽ ടു IF ഇൻറ്റു IA എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അതിന്റെ പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇവിടെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ് ഒബ്സർവ് ചെയ്യേണ്ടത്. എഗെയിൻ ഞാൻ വീണ്ടും പറയാണ്, will it run എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ എങ്കിലും അൾട്ടിമേറ്റ്ലി നമ്മളുടെ ആൻസർ എവിടുന്ന് കിട്ടാൻ പോകുന്നുള്ളൂ. നമുക്ക് will it run ന്റെ ആൻസർ നമുക്ക് അതിന്റെ എവിടുന്ന് നമുക്ക് കിട്ടുള്ളൂ, അതിന്റെ ടോർക്ക് ഒബ്സർവ് ചെയ്താലേ നമുക്കത് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ അഗെയിൻ ടോർക്ക് പ്ലോട്ട് ചെയ്യാൻ നോക്കുകയാണ്. സോ പ്ലോട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഇതിന്റെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്താണ് മാഗ്നിറ്റ്യൂഡ് എന്നുള്ള രീതിയിൽ, എന്താണ് സൈൻ എന്നുള്ളത് തൽക്കാലം നോക്കിയാൽ മതി. മാഗ്നിറ്റ്യൂഡ് എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഇവിടുത്തെ കേസിൽ വരുമ്പോൾ ഈ ഒരു ഡ്യൂറേഷനിൽ നമുക്ക്
പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ആണ് വരുന്നത്. സോ നെഗറ്റീവ് പൾസ് എന്നുള്ള രീതിയിൽ നമുക്ക് വരയ്ക്കാം. നെഗറ്റീവ് പൾസ് അവിടെ കിട്ടും. ഇപ്പുറത്തെ പോർഷനിൽ വരുമ്പോൾ രണ്ടും പോസിറ്റീവ് ആണ്. സോ ഇറ്റ് വിൽ ഹാവ് എ പോസിറ്റീവ് പൾസ്. നെക്സ്റ്റ് കേസിൽ അഗൈൻ എന്താ പോസിറ്റീവ് നെഗറ്റീവ് വരും. സോ നമുക്കൊരു നെഗറ്റീവ് പൾസ് വരും. നെക്സ്റ്റ് നെഗറ്റീവ് നെഗറ്റീവ് വരും. നെഗറ്റീവ് വരുമ്പോൾ പോസിറ്റീവ് ആയിട്ട് വരും. ഈ രീതിക്ക് അത് റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. സോ ഇവിടെ ഒബ്സർവ് ചെയ്യുമ്പോൾ അഗൈൻ നമുക്ക് ഫ്രീക്വൻസി എന്തായിട്ടാണ് കിട്ടുന്നത്? ഫ്രീക്വൻസി ഇതിന്റെ എഫ് ആണെങ്കിൽ ഇതിന്റെ ഫ്രീക്വൻസി എന്തായിരിക്കും? ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ഫ്രീക്വന്റ് വേവ് ഈസ് കമ്മിങ് എന്നുള്ളതാണ്. അഗൈൻ 2f ആണ്. കാരണം ഇവിടെ ഒരു വേവ് വരുന്ന നേരത്ത് ഇവിടത്തെ റിപ്പീറ്റ് ചെയ്യുന്ന സാധനം 2 വട്ടം വരുന്നുണ്ട്. ഓക്കെ, ഇപ്പുറത്തെ കേസിലും അങ്ങനെ തന്നെയായിരുന്നു. റിപ്പീറ്റ് ചെയ്യുന്നത് ഈ ഒരു ഒറ്റ പൾസ് ആണ് മാത്രം. ഇവിടെ ഇപ്പൊ അങ്ങനെയല്ല. എന്താ ഒരു പോസിറ്റീവും നെഗറ്റീവും ഹാഫ് സൈക്കിൾസ് ഉള്ള പൾസ് ഇതാണ് റിപ്പീറ്റ് വേവ് ഫോം ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഒരെണ്ണം വന്ന നേരത്തെ തന്നെ ഇതിന്റെ എത്ര എണ്ണം വന്നു? 1 ഓൾറെഡി വന്നു, 2 എണ്ണം വന്നു. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്ര ഫ്രീക്വന്റ് ആയിട്ട് വരുന്നു എന്നാണ്. ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഇയാൾ ഒരു വട്ടം വന്നപ്പോൾ ഇയാൾ എത്ര വട്ടം വന്നു? 2 വട്ടം വന്നു. സോ ഒബ്വിയസ്ലി ദ ഫ്രീക്വൻസി ഈസ് ട്വൈസ്. സോ 2f തന്നെയാണ് ഫ്രീക്വൻസി വരുന്നത്. പക്ഷേ ഇവിടെ ഇപ്പൊ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഇതിനൊരു നെഗറ്റീവ് പാർട്ട് ഉണ്ട്. ഇനിയിപ്പോ നമ്മൾ ആവറേജ് ആണ് എടുക്കണമെങ്കിൽ ഇതിനൊരു പോസിറ്റീവ് പാർട്ട് ഉണ്ട്. അപ്പൊ അത് ക്യാൻസൽ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. ഞാൻ പെർഫെക്റ്റ് 90 അസംഷൻ എടുത്തിട്ട് ഉള്ളതുകൊണ്ട് പറയുന്നതാണ്. അതേപോലെ ഇവിടെ അഗൈൻ നെഗറ്റീവ് വരുന്നുണ്ട്, പോസിറ്റീവ് വരുന്നുണ്ട്. അപ്പൊ അവർ ക്യാൻസൽ ചെയ്ത് എഫക്റ്റീവ്ലി നമുക്ക് വേണമെങ്കിൽ ഒരു ആവറേജ് ടോർക്ക് 0 എന്നുള്ള രീതിയിൽ ഒരു തരത്തിൽ നമുക്ക് അങ്ങനെ പറയാം. ആവറേജ് ടോർക്ക് 0 ആണ്. അതേപോലെ അത് എന്തല്ല, യൂണിഡയറക്ഷണൽ അല്ല, നോട്ട്, അത് വേണം എന്നുള്ളതാണ് നമ്മൾ ഒരു റിക്വയർമെന്റ് നമ്മൾ പറഞ്ഞത്, നോട്ട് യൂണി ഡയറക്ഷണൽ. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമുക്ക് ഒരു ആൻസർ എന്ന് പറയുന്നത് എന്തെന്ന് പറയാം? ഇറ്റ് വിൽ നോട്ട്, എന്ത് പറയാം? ഇറ്റ് വിൽ നോട്ട് റൺ ഓർ ഇറ്റ് വിൽ നോട്ട് സ്റ്റാർട്ട്. ഇനിയിപ്പോ അത് തന്നെ വേറെ രീതിക്ക് നമുക്ക് പറയാവുന്നതാണ്. അതായത് അവിടെ വരുന്ന ഷാഫ്റ്റിൽ വരുന്ന ടോർക്ക് എന്ന് പറയുന്നത് എന്താ? ഫോർ എ ടൈം, ഫോർ എ പെർട്ടിക്കുലർ ഡ്യൂറേഷൻ ഇറ്റ് ഈസ് പോസിറ്റീവ് നെഗറ്റീവ്, then suddenly after a small duration it goes positive, then again negative, then positive. അപ്പോ എന്താ സംഭവിക്കുന്നത്? ഒന്ന് റൈറ്റിലോട്ട് ക്ലോക്ക് വൈസിലോട്ട് റൊട്ടേറ്റ് ചെയ്യാൻ നോക്കും. പെട്ടെന്ന് അപ്പോഴേക്കും എന്താ ആന്റി ക്ലോക്ക് വൈസിലേക്ക്. സേ നമ്മൾ ഇവിടുത്തെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 50 ഹെർട്സ് ആയിരുന്നു നമ്മളുടെ സപ്ലൈ എങ്കിൽ ഇവിടെ എത്തിയപ്പോൾ എത്രയുണ്ട്? 100 ഹെർട്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹാഫ് സൈക്കിൾ എന്ന് പറയുന്നത് എത്ര മില്ലി സെക്കൻഡ് ആയിരിക്കും? ഓരോ ഹാഫ് സൈക്കിൾ എത്ര മില്ലി സെക്കൻഡ് ആയിരിക്കും? ഇതൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാവുന്നല്ലേ. മില്ലി സെക്കൻഡ് ഒരു ഹാഫ് സൈക്കിൾ. ഈ ഒരു ഹാഫ് സൈക്കിളാണ് ഞാൻ ചോദിക്കണേ. ഫ്രീക്വൻസി ഹാസ് ഡബിൾഡ്. ഫ്രീക്വൻസി ഡബിൾ ആയി. ഫ്രീക്വൻസി ഡബിൾ ആകുമ്പോൾ ടൈം പീരീഡ് ഹാഫ് ആവും. അത് ശ്രദ്ധിക്കുക. ഇപ്പൊ 20 മില്ലി സെക്കൻഡ് എന്നുള്ളത് ഇപ്പൊ എത്ര മില്ലി സെക്കൻഡ് ആയി? 10 മില്ലി സെക്കൻഡ് ആയി. അപ്പൊ ഈ ഒരെണ്ണം എത്ര ഉണ്ടാവുള്ളൂ? 5 അല്ലേ? പറയുന്നത് ശരിയല്ലേ? അല്ലെ? 5 മില്ലി സെക്കൻഡ് അല്ലേ വരിക? ഓക്കെ, സോ 5 മില്ലി സെക്കൻഡേ ഉള്ളൂ. അത്രയും ചെറിയൊരു ഡ്യൂറേഷനിലാണ് എന്ത് വരുന്നുള്ളൂ? ഈ നെഗറ്റീവ് ടോർക്ക് വരുന്നു. അതപ്പോ ഒന്ന് കറങ്ങാനൊന്ന് ആഗ്രഹിച്ചു പോയി എന്ന് പറയില്ല. അപ്പൊ ആഗ്രഹിച്ച് അങ്ങോട്ട് നിൽക്കുമ്പോഴേക്കും എന്തായി? അപ്പോഴേക്കും അതെന്ത് മാറി? പോസിറ്റീവായി. പിന്നെ ഇതിനൊരു ഇനേഴ്ഷ്യ എന്ന് പറയുന്ന സാധനം ഉണ്ടാവുമല്ലോ, അതും ഇതിന് ഓപ്പോസിറ്റ്. അപ്പൊ ഒരിക്കലും അവന് എന്ത് കിട്ടില്ല? ഒരു പുഷ് കിട്ടില്ല. ഒരു മൂവ് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടാനുള്ള ചാൻസ് അവിടെ കുറവാണ്. അതാണ് ഒരു തരത്തിൽ നമുക്ക് ഇതിനെ ആൻസർ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്യില്ല എന്നുള്ള രീതിക്ക് നമുക്ക് പറയാം. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ പറയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എന്താ പറയാ, ടോർക്ക് എന്ന് പറയുന്നത് നമുക്ക് എന്താ ഓൾമോസ്റ്റ് ഇപ്പോ ഈ കേസിൽ ബാക്ക് എംഎഫിനോട് ഇക്വേറ്റ് ചെയ്യാണ്. ഈ ബാക്ക് എംഎഫ് എന്ന് പറയുന്നത് ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നതിൽ 0 എന്നുള്ള രീതിയിലൊക്കെ പറയാം. അപ്പൊ വി എന്ന് പറയുന്നത് നമ്മളുടെ IA ഇൻറ്റു RA എന്നുള്ള രീതിക്ക് എടുക്കാം എന്ന് വെക്കുകയാണെങ്കിൽ IAയുടെ കാര്യം എന്തായിരിക്കും? IA ഭയങ്കരമായിട്ട് കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട്, വിച്ച് വിൽ ഡാമേജ് ദ മെഷീൻ. അപ്പൊ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉള്ളതായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ പറയാവുന്നതാണ്, ഡാമേജ് ദ മെഷീൻ. അപ്പൊ അതുകൊണ്ട് നോർമലി നമ്മൾ എപ്പോഴും പറയുക, യു ഷുഡ് നോട്ട് ട്രൈ AC ഓൺ ഷണ്ട് മോട്ടോർ. ഷണ്ട് മോട്ടോറിൽ കൊണ്ടുപോയിട്ട് AC കൊടുക്കാൻ നോക്കരുത്, ഡാമേജ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനിയിപ്പോൾ എന്താ നമ്മുടെ റണ്ണിങ് മാത്രമാണ് ചോദിക്കണമെങ്കിൽ നോർമലി റൺ ചെയ്യില്ല എന്നുള്ള ഒരു ആൻസറിൽ നമുക്കത് തീർക്കാം. സീരീസ് ആണെങ്കിൽ റൺ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്, പക്ഷെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് അത്ര ബെറ്റർ ആയിട്ടുള്ള റണ്ണിങ് ഒന്നല്ല കിട്ടുക, പക്ഷെ അത് റൺ ചെയ്യാം, വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് റൺ ചെയ്യും. ഇപ്പുറത്താണെങ്കിൽ അത് നോർമലി റൺ ചെയ്യില്ല, പിന്നെ ഒരു ഇഷ്യൂ വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാം. അത് ഓപ്ഷൻ എങ്ങനെയാണ് അതിനനുസരിച്ച് നിങ്ങൾ ആൻസർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് ഞാൻ പോവാണേ. ഓക്കെ, സോ ജസ്റ്റ്
Okay. So what happens when the field of a DC shunt motor gets short circuited when running at rated speed? നിങ്ങൾക്ക് ആൻസർ ചെയ്യാം, എന്നിട്ട് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ മതിയല്ലോ. What happens when the field of a DC shunt motor gets short circuited when running at rated speed? Rated സ്പീഡിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫീൽഡ് ഷോർട്ട് സർക്യൂട്ട് ആയ എന്ത് സംഭവിക്കും? തിയററ്റിക്കൽ ആണ് കേട്ടോ എല്ലാം. നമ്മൾ ഭയങ്കരമായിട്ട് പ്രാക്ടിക്കലിലേക്ക് ഒന്നും ചിന്തിക്കേണ്ട. ക്വസ്റ്റ്യൻസ് ഒരുവിധം എല്ലാം അതിലുള്ളത് തന്നെയായിരിക്കും. തിയററ്റിക്കൽ ബേസ് ആസ്പെക്ട്സിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. എന്തായിരിക്കും ആൻസർ? സിമ്പിൾ ആയിട്ട് പറയാവുന്നല്ലേ നിങ്ങൾക്ക്? ഷോർട്ട് സർക്യൂട്ടിന്റെ കൺസെപ്റ്റിന്റെ ബേസിൽ നമുക്ക് പറയാവുന്നേ ഉള്ളൂ. മോട്ടോർ സ്റ്റോപ്സ് എന്ന് ആൻസർ വരുന്നു. എനിത്തിങ് എൽസ്? മോട്ടോർ വിൽ സ്റ്റോപ്പ്. വേറെ ആൻസർ ഉണ്ടോ? വേറെ ആൻസർ ഉണ്ടോ? ഇല്ല. കാരണം ഓക്കെ, സ്പീഡ് ഇൻഫിനിറ്റി ആവോ എന്നുള്ളത് ഓക്കെ, അത് നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്നതാണ്. അപ്പൊ നമുക്കിവിടെ സംശയം വരാം. അപ്പൊ സംഭവിക്കുന്നത് എന്താ? നമുക്ക് ഷോർട്ട് സർക്യൂട്ട് വരികയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റീവ്ലി നമ്മളെ ബൈപ്പാസ് ചെയ്യുന്ന ഒരു എഫക്റ്റ് ആണ് വരിക. ഷണ്ടാണ് മെഷീൻ, ഞാനത് വരയ്ക്കുന്നൊന്നുമില്ല. അപ്പോൾ ഷണ്ടിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്ന ഒരു എഫക്റ്റ് വരുമ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് എന്താ പറയാ, പല ഏറ്റവും ഇതായിട്ട് പറയുമ്പോൾ നമുക്ക് കറണ്ട് വേറെ വഴി കൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആർമേച്ചർ കറണ്ട് ബേസിക്കലി എന്താവും എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം, 0 എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. കാരണം ഇപ്പോ എന്താ പറയാ, മൊത്തം കറണ്ടും ഷോർട്ട് സർക്യൂട്ട് കറണ്ട്, ലൈനിൽ നിന്ന് കിട്ടുന്ന കറണ്ട്, സപ്ലൈ കറണ്ട് ഫുൾ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ആയി പോയി എന്നുള്ള രീതിയിൽ പറയാം. അപ്പൊ നമുക്ക് എഫക്റ്റീവ്ലി ഇവിടെ എന്താ ടോർക്ക് വിൽ ബി 0 എന്നുള്ള രീതിയിൽ കൺക്ലൂഷൻ പറയാവുന്നതാണ്. മോട്ടോർ വിൽ സ്റ്റോപ്പ്. ആ രീതിക്കാണ് ഇതിനെ ആൻസർ ചെയ്യാവുന്നത്. സോ മോട്ടോർ സ്റ്റോപ്പ് ചെയ്യാനാണ് പോസിബിലിറ്റി, മോട്ടോർ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിലൊക്കെ തന്നെ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ പല ക്വസ്റ്റ്യൻസും ഇവിടെ ചോദിക്കുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങളൊക്കെ ഓൾറെഡി അതിൽ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ ടേക്ക് കെയർ ചെയ്യും. വെറുതെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയെന്ന പോലത്തെയാണ് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ. 3 പോയിന്റ് സ്റ്റാർട്ടും 4 പോയിന്റ് സ്റ്റാർട്ടും ഒക്കെ നമ്മൾ പലതിലും ഉപയോഗിക്കുന്നുണ്ട്. അതൊന്നും ഇല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പല ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കുക. ഓക്കെ, അത് നമ്മൾ ആ ഒരു രീതിക്ക് എടുത്തിട്ട് ചെയ്യാം. എല്ലാം പ്രാക്ടിക്കൽ ആവണം എന്ന് നിർബന്ധമൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ നെക്സ്റ്റ്, നേരത്തെ ഞാൻ ചോദിച്ച ഒരു ക്വസ്റ്റ്യന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള പോസിബിലിറ്റികൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോവാം എന്നുള്ള രീതിയിൽ പറയുന്നത്. ഇത് തന്നെ എല്ലാ പോസിബിലിറ്റി ഒന്നും ചോദിക്കില്ല, ഒരു മര്യാദ ഒക്കെ വെച്ചിട്ടാണ് ചോദ്യം ഉണ്ടാവുള്ളൂ. എന്നാലും ഞാൻ ജസ്റ്റ് പറയാം. ഷണ്ട് മോട്ടോർ ആണ്. ഷണ്ട് മോട്ടോർ വിത്ത് ഫീൽഡ് സർക്യൂട്ട് ഓപ്പൺ വിത്തൗട്ട് എ സ്റ്റാർട്ടർ. ഞാൻ ആദ്യം തന്നെ പറയാം, സ്റ്റാർട്ടർ എന്തായാലും ഉണ്ടാവും. പക്ഷെ ഇവിടെ നമ്മൾ അസംഷൻ എടുത്തിട്ടാണ്. തിയറിറ്റിക്കൽ ആയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കാണാറുണ്ട്. ഇപ്പോൾ ഇത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള പോസിബിലിറ്റി റയർ ആണ്. എങ്കിലും തൽക്കാലം നമ്മൾ ഷണ്ട് മോട്ടോർ ആണ് നമ്മുടെ കയ്യിലുള്ളത് വിചാരിക്കുക. അതിന് 3 പോയിന്റ് സ്റ്റാർട്ടറോ 4 പോയിന്റ് സ്റ്റാർട്ടറോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ദാറ്റ് മീൻസ് എന്ത് പ്രൊട്ടക്ഷൻ ഇല്ല അവിടെ? NVC, നോ വോൾട്ടേജ് കോയിൽ അല്ലെങ്കിൽ നോ വോൾട്ടേജ് റിലീസ് ഇല്ലാത്തൊരു കേസാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പൊ ഷണ്ട് മോട്ടോർ ആണ്, അതിന്റെ ഫീൽഡ് സർക്യൂട്ട് ഓപ്പൺ ചെയ്താൽ എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം. അപ്പൊ എന്തായിരുന്നു നിങ്ങളുടെ ആൻസർ? ഓൾറെഡി നേരത്തെ ആൻസർ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോ. എന്തായിരുന്നു നമ്മളുടെ ആൻസർ? എന്തായിരുന്നു? ഫീൽഡ് സർക്യൂട്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇൻഫിനിറ്റ് സ്പീഡ്. ഓക്കെ, അപ്പൊ അവിടെയാണ് ചില ക്വസ്റ്റ്യൻസ് ചിലപ്പോ ഒന്ന് ഡിഫറെന്റ്. നോർമൽ ക്വസ്റ്റ്യനിൽ അങ്ങനെ കാണാറില്ല, എന്നാലും ചിലപ്പോൾ ക്വസ്റ്റ്യനൊക്കെ ഒന്ന് ഡിഫറെന്റ് ആയിട്ട് ചോദിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് പോസിബിലിറ്റിയെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. അതായത് ഒന്ന്, മോട്ടോർ സ്റ്റാൻഡ് സ്റ്റില്ലിലാണെന്ന് വിചാരിക്കുക. സ്റ്റാൻഡ് സ്റ്റിൽ ഓർ അറ്റ് റെസ്റ്റ്, അല്ലെങ്കിൽ ജസ്റ്റ് സ്റ്റാർട്ടിങ് ആണ്, അബൌട്ട് ടു സ്റ്റാർട്ട്. ഓക്കെ, ആ രീതിക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. ഈ ഒരു രീതിക്ക് അധികം ക്വസ്റ്റ്യൻസ് കാണാറില്ല, എന്നാലും ജസ്റ്റ് പോസിബിലിറ്റി പറയാം എന്ന് മാത്രം. പിന്നുള്ള പോസിബിലിറ്റി ഇതാണ്, എന്താ? റണ്ണിങ് ആണ് നോർമലി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനും എന്ത് തന്നെയാണ്? റണ്ണിങ് തന്നെയാണ്. റണ്ണിങ് അറ്റ് വേണമെങ്കിൽ റേറ്റഡ് ലോഡ് എന്നുള്ള രീതിയിൽ പറയാം. റേറ്റഡ് ലോഡ് എന്ന് വെച്ചാൽ റേറ്റഡ് കറന്റ്. ഓക്കെ, അപ്പൊ ഇതാണ് പോസിബിലിറ്റി. അപ്പൊ ഇങ്ങനെ പോസിബിലിറ്റീസ് വന്നു കഴിഞ്ഞാൽ രണ്ടിലും ഇൻഫിനിറ്റ് സ്പീഡിലോട്ട് പോവോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, ഓരോ കേസ്. അപ്പൊ ഈ രണ്ട് കേസിലും ആക്ച്വലി വീണ്ടും അവിടെ നമുക്ക് രണ്ടായിട്ട് സബ്ഡിവൈഡ് ചെയ്യേണ്ടി വരും ചിലപ്പോ. ഓക്കെ, ഇതിങ്ങനെ ഞാൻ പറയുന്നില്ല, റണ്ണിങ് എന്ന് മാത്രം പറയുന്നില്ല. അപ്പൊ അതിൽ രണ്ട് കേസുകൾ എന്ന് പറഞ്ഞു വരുമ്പോൾ എനിക്ക് ഒന്ന് പറയാവുന്നത് ഓൺ ലോഡ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓൺ ഫുൾ ലോഡ് എന്ന് തന്നെ ആലോചിച്ചോ. പിന്നെ നോ ലോഡിന്റെ കേസ് ആണെങ്കിൽ ഈ രണ്ട് കേസിലും ഇൻഫിനിറ്റിലേക്ക് പോവോ എന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കാം. ഇതേപോലെ തന്നെ വേണമെങ്കിൽ ഇവിടെയും പറയാം, നോ ലോഡിൽ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്ന കേസ് എന്നുള്ള രീതിയിലും പറയാം. അതുപോലെ ഓൺ ലോഡ് അല്ലെങ്കിൽ ഫുൾ ലോഡ് എന്നുള്ള രീതിയിലും നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ തൽക്കാലം നമുക്ക് റണ്ണിങ് ഇതാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ.
ഇന്ന് ഞാൻ ചോദിച്ച ക്വസ്റ്റ്യനും ഈ ബേസിലാണ്. അപ്പൊ ഈ ഒരു ബേസിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു. ഓൺ ലോഡ് ആണെന്ന് വിചാരിക്കുക, ഓൺ ഫുൾ ലോഡ് ആണെന്ന് വിചാരിച്ചു. പെട്ടെന്ന് നമ്മളുടെ ഷണ്ട് മോട്ടോറിന്റെ ഷൻ ഫീൽഡ് വൈൻഡിങ് ഓപ്പൺ ആയി. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക? ജസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ട് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് നമുക്ക് പറയാം. ഫീൽഡ് ഓപ്പൺ ആവുക എന്ന് പറയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? എന്തിലാണ് മാറ്റം വരുന്നത്? ഫീൽഡ് സർക്യൂട്ട് ഓപ്പൺ ചെയ്യാന്ന് പറയുമ്പോൾ ഇറ്റ് എഫക്ട്സ് ദി ഫ്ലക്സ്. ഫ്ലക്സ് എന്താവും? ഫ്ലക്സ് എന്താവും? ഫ്ലക്സ് ഡിക്രീസ് ചെയ്യും. ഫ്ലക്സ് ഡിക്രീസ് ചെയ്യും. ഓക്കെ, കറക്റ്റ്. അപ്പൊ ഫ്ലക്സ് വേണമെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 എന്നൊക്കെ പറയാം. 0 ആയിരിക്കില്ല. എന്തുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അതില്? ആക്ച്വലി എന്തുണ്ടാവും അവിടെ? റെസിഡ്വൽ എന്ന് പറഞ്ഞ സാധനമൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അത് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. യെസ്, റെസിഡ്വൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ, ഞാൻ പറഞ്ഞു, നമുക്കിപ്പോ ക്വസ്റ്റ്യനിലോട്ട് ആൻസറിലോട്ട് അടുത്ത് എത്തിക്കാനുള്ള ഒരു രീതിക്ക് ചിന്തിക്കാനേ പറ്റുള്ളൂ. ഭയങ്കര കറക്റ്റ് ആയിട്ടൊന്നും പോകാൻ നിൽക്കണ്ട. അപ്പൊ ഫ്ലക്സ് ഓൾമോസ്റ്റ് ഞാൻ 0 എന്നൊരു അസംഷനിൽ എടുത്തു. അപ്പൊ 0 ആവുകയാണെങ്കിൽ നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഒരു ചിന്ത എപ്പോഴും പോവുക, ഫ്ലക്സ് 0 ആകുമ്പോഴേക്കും നമ്മൾ സ്പീഡിനെ കുറിച്ച് ചിന്തിക്കുക. n പ്രൊപ്പോർഷണൽ ടു എന്താ? n ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫൈവ് എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുക. അപ്പൊ നോർമലി നമ്മുടെ ആൻസർ ഇവിടുന്ന് എന്താ വരാൻ പോകുന്നത്? നേരത്തെ പറഞ്ഞ ആൻസർ എന്താ ആൻസർ വരാൻ പോകുന്നത്? യെസ്, ഇൻഫിനിറ്റി സ്പീഡിലേക്ക് സ്പീഡ് അപ്പ് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ആൻസർ വരാൻ പോകുന്നത്. പക്ഷേ അങ്ങനെ സംഭവിക്കാൻ ഇവിടെ ആര് സമ്മതിക്കില്ല? ലോഡ് സമ്മതിക്കില്ല. ഈ ലോഡ് ഫുൾ ലോഡിൽ എടുക്കുമ്പോൾ നമ്മൾ ഇതിനെ എക്സീഡ് ചെയ്ത് പോകണം. അപ്പൊ അതിനെ എക്സീഡ് ചെയ്ത് പോവാനുള്ള ടോർക്കൊന്നും അവിടെ നമുക്ക് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ആ ഒരു സംഭവം ഉള്ളത് കൊണ്ട് ലോഡ് അവിടെ എടുക്കുമ്പോൾ മോട്ടർ ഓവർ സ്പീഡ് ആവാനല്ല സാധ്യത. അപ്പൊ എന്താവാനാവും സാധ്യത? ഓക്കെ, റിട്ടാർഡ് ചെയ്തിട്ട് എന്താവും? ഫൈനലി ഇറ്റ് മേ കംസ് ടു റെസ്റ്റ്, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും എന്നുള്ള രീതിക്ക് പറയാം. അപ്പൊ ഒരു ഓപ്ഷനിൽ നമ്മുടെ കയ്യിൽ എടുക്കുന്നത് ഇൻഫിനിറ്റ് സ്പീഡിലേക്ക് പോവും, ഇറ്റ് വിൽ റൺ സ്മൂത്ത്ലി, ഇറ്റ് വിൽ സ്റ്റോപ്പ് എന്നുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഓപ്ഷൻ എന്ത് പറയേണ്ടി വരും? ഇറ്റ് വിൽ സ്റ്റോപ്പ് എന്നുള്ള രീതിക്ക് നമുക്ക് ആൻസർ ചെയ്യേണ്ടി വരും. കാരണം ലോഡ് അതിന് സമ്മതിക്കില്ല. അതിന്റെ ആഗ്രഹം എങ്ങനെയാണെങ്കിലും അതിനെ അനുവദിക്കില്ല. അപ്പൊ ഈ ഒരു ആ രീതിക്കാണ് ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെച്ച് കൺക്ലൂഡ് ചെയ്ത് അവസാനിപ്പിക്കാം. പക്ഷെ ചിലപ്പോൾ ഓപ്ഷൻ വേറെ തരത്തിലായിരിക്കും, വേറെ ഓപ്ഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അതായത് ഇപ്പോ നമുക്ക് ഇവിടുന്ന് നമുക്ക് പറയാം, സ്റ്റോപ്പ് ആവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താ? സ്പീഡ് 0 ആയിരിക്കും. സോ സ്പീഡ് 0 ആകുമ്പോൾ ബാക്ക് എം എഫ് എന്തായിരിക്കും? ബാക്ക് എം എഫ് 0 ആയിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? കൊടുത്ത സപ്ലൈ വോൾട്ടേജ് മുഴുവൻ എടുക്കേണ്ടി വരും? വി എ എടുക്കേണ്ടി വരുമ്പോൾ എന്ത് സംഭവിക്കും? അഗൈൻ ഞാൻ വീണ്ടും പറയാണ്, സ്റ്റാർട്ടർ ഇല്ലാത്ത കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ കാലത്ത് സ്റ്റാർട്ടർ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക? ആ കറണ്ട് മുഴുവൻ എടുക്കേണ്ടി വരും? ആർമേച്ചർ എടുക്കേണ്ടി വരും. സോ വാട്ട് വിൽ ഹാപ്പൻ? എന്താ സംഭവിക്കുക? ആർമേച്ചർ വൈൻഡിങ്ങിന് അതിനെ താങ്ങാനൊന്നും പറ്റില്ല. സോ ആർമേച്ചർ വൈൻഡിങ് മേ ബേൺ ഔട്ട്. ഓക്കെ, ആർമേച്ചർ വൈൻഡിങ് ബേൺ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അത് ഓപ്ഷൻ നോക്കിയിട്ട് ആൻസർ ചെയ്താൽ മതി. അല്ലെങ്കിൽ സ്റ്റോപ്പ് എന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ബേൺ ഔട്ട് എന്നുള്ള രീതിയിലായിരിക്കും വരാവുന്നത്. ഓക്കെ, അപ്പൊ അതങ്ങനെ. ഞാൻ അപ്പൊ മറ്റേ കേസ് വരികയാണെങ്കിൽ, ഈ ഒരു കേസിലേക്ക് വരികയാണെങ്കിൽ, നോ ലോഡിലാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അഗൈൻ ഞാൻ അസംഷൻ എടുക്കുന്നത് തന്നെയാണ്. ഫ്ലക്സ് നമ്മൾ റെസിഡ്യൂവൽ തൽക്കാലം വലുതായിട്ടൊന്നും ഇല്ല എന്ന രീതിയിൽ എടുക്കാം. 0ലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക? അഗൈൻ അതിന്റെ ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിലേക്ക് പോകാൻ തന്നെയാണ്? ഇൻഫിനിറ്റിയിലേക്ക് പോകാന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കും? യെസ്, ഇവിടെ ഇൻഫിനിറ്റി എന്നുള്ളത് നമ്മളെ എന്താ, ഞാൻ പറഞ്ഞു തിയററ്റിക്കലി പറയുന്നതാണ്. ബട്ട് അതെന്താ? സ്പീഡ് ഭയങ്കരമായിട്ട് സ്പീഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കും. സ്പീഡ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യും, സഡൻ ആയിട്ട് ഡേഞ്ചറസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും. അപ്പോ അത് ആക്ച്വലി അവിടെ ഒരു ക്യുമുലേറ്റീവ് പ്രോസസ് ആയിട്ടാണ് ഇത് സംഭവിക്കുക. ഓക്കെ, അപ്പൊ അവസാനം എന്താ വെച്ചാൽ സ്പീഡ് ഭയങ്കരമായിട്ട് കൂടിപ്പോയി. നമ്മൾ ഇതിൽ പറയുന്ന ഒരു ഇതാണ് ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട്, റൺഅവേ ആവും എന്നുള്ള രീതിയിൽ പറയാം. ചിലപ്പോൾ ഓപ്ഷനിൽ അങ്ങനെ തരാം. അങ്ങനെയാണെങ്കിൽ അതായിരിക്കും നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അതായത് ഇവിടെ ആക്ച്വലി ഇതിന്റെ മുകളിലുള്ള സെൻട്രിഫ്യൂഗൽ ഫോഴ്സസ് ഭയങ്കര ഹൈ ആവും. ഷാഫ്റ്റിന്റെ മുകളിൽ വരുന്ന അല്ലെങ്കിൽ ആർമേച്ചറിന്റെ മുകളിൽ വരുന്ന സെൻട്രിഫ്യൂഗൽ ഫോഴ്സസ് ഭയങ്കരമായിട്ട് ഹെവി ആവും. അത് ഈവൻ നമ്മളുടെ എന്തിനെ ആർമേച്ചറിനെ എടുത്തെറിയാൻ വരെയുള്ള പോസിബിലിറ്റി വരാം. ഇപ്പോ ആർമേച്ചർ വിൽ ബി ത്രോൺ അവേ. ആ ഒരു രീതിക്ക്
വേണമെങ്കിൽ വരാം. അപ്പൊ എന്താണോ ഓപ്ഷൻ അതിനനുസരിച്ച് നിങ്ങൾ ആൻസർ ചെയ്യുക. അപ്പൊ ഇവിടെയാണ് നോ ലോഡിലാണ് പോകുന്നതെങ്കിൽ ചാൻസ് ഉണ്ട് എന്തിലേക്ക് പോവാൻ, ഹൈ ഇൻഫിനിറ്റ് എന്നുള്ള രീതിയിലേക്ക് പോവാൻ അല്ലെങ്കിൽ റൺ അവേ ആവാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇത് പിന്നീട് ക്യുമുലേറ്റീവ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുക. എന്താ പറയാ, ആർമേച്ചർ റിയാക്ഷന്റെ എഫക്റ്റും കാര്യങ്ങളൊക്കെ അതിൽ വരാം. എഫക്റ്റീവ്ലി അവിടെ ഫ്ലക്സ് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു, സ്പീഡ് ഭയങ്കരമായിട്ട് കൂടുക എന്നുള്ള ഒരു ടെൻഡൻസിയാണ് വരിക. റൺ അവേ എന്നുള്ള രീതിയിൽ പറയാം, അല്ലെങ്കിൽ ഇറ്റ് സ്പീഡ്സ് അപ്പ് വെരി ക്വിക്ലി എന്ന് പറയാം, ഓർ ഇറ്റ് സ്പീഡ്സ് അപ്പ് ടു dangerously high speeds, അല്ലെങ്കിൽ armature will be thrown away, അതും അല്ലെങ്കിൽ centrifugal forces will be very high എന്നുള്ള രീതിയിൽ ആൻസർ ഉണ്ടെങ്കിൽ എന്താണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ നോർമലി റണ്ണിങ് കണ്ടീഷനിലാണ് ചോദിക്കുള്ളൂ. ഓക്കെ, വേണമെങ്കിൽ ജസ്റ്റ് നമുക്ക് സ്റ്റാൻഡ് സ്റ്റിൽ എന്തായിരിക്കും എന്ന് വെറുതെ വേണമെങ്കിൽ ഒന്ന് അനലൈസ് ചെയ്യാമെന്ന് മാത്രം. അപ്പൊ എന്തായിരിക്കും നമുക്ക് ആൻസർ പറയാം? ഓൺ ലോഡ് ആണ് നമ്മൾ ഇൻട്രസ്റ്റ്. നോർമലി ഓൺ ലോഡ് ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? വാട്ട് വിൽ ബി ദ ആൻസർ? Okay, please. ഇപ്പൊ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. ഓൺ ലോഡ് അല്ലെങ്കിൽ ഓൺ ഫുൾ ലോഡ് എന്തായിരിക്കും സംഭവിക്കുക? ഫീൽഡ് ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്. ഇത്രയൊക്കെ പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് പറയാൻ പറ്റുമല്ലോ. ആൻസർ ഇല്ല. ഇറ്റ് വിൽ നോട്ട് സ്റ്റാർട്ട് ഓർ ഇറ്റ് വിൽ നോട്ട് റൺ. ഓക്കെ, ഇറ്റ് വിൽ നോട്ട് സ്റ്റാർട്ട്. കാരണം അതിനെ ഓവർകം റണ്ണിങ് കണ്ടീഷനിൽ തന്നെ നടന്നില്ല, പിന്നെയാണ് എന്താ വെറുതെ സ്റ്റാൻഡ് സ്റ്റിൽ നിൽക്കുമ്പോൾ. സോ ഇറ്റ് വിൽ നോട്ട് സ്റ്റാർട്ട് ഓർ ഇറ്റ് വിൽ നോട്ട് റൺ എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ കൺക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, കാരണം ലോ ടോർക്കിനെ എക്സീഡ് ചെയ്യാണല്ലോ, അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. അപ്പൊ അത് അവിടെ വരില്ല. ഇനി പിന്നെ നോ ലോഡിലാണെങ്കിൽ ചിലപ്പോൾ എന്തുണ്ട്, നോ ലോഡിലാണെങ്കിൽ എന്ത് പോസിബിലിറ്റി ഉണ്ട്? റൺ ചാൻസ് ഉണ്ട് അല്ലേ? ഓക്കെ, സ്ലോലി റൊട്ടേറ്റ്, റൺ ചെയ്യും. സ്ലോലി റൊട്ടേറ്റ് എന്ന് നമുക്ക് പറയാം. അത് ജനറലി നമ്മൾ പറയാ ഏത് കേസിലാണ്? ഇറ്റ് വിൽ സ്ലോലി റൊട്ടേറ്റ്. ചെറിയ ഒരു 10-20 RPM-ലൊക്കെ ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യുക. ആൻഡ് ദാറ്റ് അഗൈൻ ഡിപ്പെൻഡ്സ് ഓൺ ദ മെഷീൻസ്. നോർമലി സ്മോളർ മെഷീൻസിന്റെ കേസിലാണ് ഭയങ്കര സ്ലോ ആയിട്ട് അത്യാവശ്യം സ്റ്റഡി ആയിട്ട് റൺ ചെയ്യും എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സ്മോളർ മെഷീൻസിൽ നമുക്ക് നമ്പർ ഓഫ് പോൾസ് കൂടുതലും അതിനനുസരിച്ചുള്ള റെസിഡ്യൂവൽ ഫ്ലക്സിന്റെ ചേഞ്ച് ഒക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു സ്പീഡിൽ ചിലപ്പോൾ ഒരു 10 to 25 RPM-ലൊക്കെ ചിലപ്പോൾ അത് റൺ ചെയ്യാനുള്ള പോസിബിലിറ്റി വരുന്നുണ്ട്. എന്തായാലും ഈ ഭാഗത്തേക്കൊന്നും വരണ്ട, ഇവിടെ ആയിരിക്കും നമ്മുടെ മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഓപ്ഷൻ എങ്ങനെയാണ് അതിന്റെ രീതിക്ക് നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞു മാത്രം. സോ നെക്സ്റ്റ്, അത് ജസ്റ്റ് ഞാൻ വെറുതെ ഒന്ന് എഴുതിയതാണ്. സ്പീഡ് റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്നേ വോൾട്ടേജ് റെഗുലേഷൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചേഞ്ചിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേം ആണ്. സോ എപ്പോഴും റെഗുലേഷൻ വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് മിനിമം ആക്കുക അല്ലെങ്കിൽ 0 ആക്കുക എന്നുള്ള രീതിക്കാണ് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഐഡിയലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ? 0 എന്നുള്ള രീതിയിലാണ് അല്ലെങ്കിൽ മിനിമം എന്നുള്ള രീതിയിലാണ്. അപ്പൊ എന്തായാലും സ്പീഡ് റെഗുലേഷൻ എന്നുള്ളത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ചില ക്വസ്റ്റ്യനിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ സ്പീഡ് റെഗുലേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് പെർസെന്റേജ് ആണ് ഞാൻ പറയുന്നത്. എന്തായാലും അതൊരു ചേഞ്ച് ആണ്, ചേഞ്ച് ഇൻ സ്പീഡ് ആണ്. ചേഞ്ച് ഇൻ സ്പീഡ് ഫ്രം മാക്സിമം ടു മിനിമം എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാം. അപ്പൊ മാക്സിമം സ്പീഡ് നോർമലി എപ്പോഴാണ് ഉണ്ടാവുക? നോ ലോഡിലാണ് ഉണ്ടാവുക. സോ സ്പീഡ് നോ ലോഡ് മൈനസ് NFL ഫുൾ ലോഡ് സ്പീഡ് ഡിവൈഡഡ് ബൈ വിത്ത് റെസ്പെക്ട് ടു നമ്മൾ പറയാ ഫുൾ ലോഡ് സ്പീഡിന്റെ ബേസിലാണ് പറയാം. ഓക്കെ, അപ്പൊ ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ഓപ്ഷൻസിൽ ഇത് മാറ്റി തരാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് താഴെ ഉള്ളത് FL-ന് പകരം NL ഇട്ടിട്ടൊക്കെ ചോദിക്കാം. അപ്പൊ നോർമലി നമ്മൾ സ്പീഡ് റെഗുലേഷൻ പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു റേറ്റഡ് സ്പീഡ് ആണ്. ഓക്കെ, അത് ന്യൂമറിക്കൽ വാല്യൂ തന്നിട്ട് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഞാൻ അധികം ചെയ്തിട്ടില്ല, നമുക്ക് പറ്റുകയാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കാം. ഈ ഒരു ഇതിലധികം ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ ഇല്ലാത്തതുകൊണ്ടാണ് അത് അധികം ഡിസ്കസ് ചെയ്യാത്തത്. മെയിൻലി കൺസെപ്റ്റ് ആൻഡ് ബേസിക് തിയറി റിമെമ്പറിംഗ് നേച്ചറിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അതുകൊണ്ടാണ് അധികം അതിലോട്ട് പോവാത്തത്. ഓക്കെ, ഇത് ജസ്റ്റ് പറഞ്ഞത് മാത്രം നോട്ട് ചെയ്ത് വെച്ചുള്ള. സോ നെക്സ്റ്റ് ഇതിലത്തെ നമുക്ക് ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് വരാം. ടെസ്റ്റിംഗ് ആണ്. ടെസ്റ്റിംഗ് ഓഫ് DC മെഷീൻസ് ആണ് വരുന്നത്. അപ്പൊ അതിലെ ഡിഫറെന്റ് ടെസ്റ്റുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ലൈക്ക് ബ്രേക്ക് ടെസ്റ്റ് ഉണ്ട്. പിന്നെ ഏതൊക്കെ ടെസ്റ്റുകളാണ് വരുന്നത് നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടാവുമല്ലോ എന്തായാലും. ഏതൊക്കെയാ ബ്രേക്ക് ടെസ്റ്റ്? ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് പറയുന്നത് ബ്രേക്ക് ടെസ്റ്റ്, സ്വിൻബേൺസ് ടെസ്റ്റ്. ദെൻ സ്വിൻബേൺസ് വരുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ ഒരാളും കൂടി വരും. അല്ലോ,
ഹോപ്കിൻസൺ ടെസ്റ്റ് വരും. കാരണം അവർ പരസ്പരം ചെറിയൊരു റിലേറ്റഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധമൊക്കെ ഉണ്ട്. ഇതിനൊക്കെ എന്താണ് കൺസെപ്റ്റ് എന്നുള്ളതും എങ്ങനെയാണ് ഓരോന്നും കണ്ടുപിടിക്കുന്നത് എന്നുള്ളതും പിന്നെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്. അതിൽ തന്നെ മെയിൻ ആയിട്ട് നമ്മൾ എന്താ പറയാ ഈ ടെസ്റ്റിംഗിൽ നിന്നൊക്കെ മെയിൻ ആയിട്ട് നമ്മൾ കിട്ടാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്താൻ പോകുന്നത് എന്തായിരിക്കും? എന്താ മെയിൻലി ഈ ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് അൾട്ടിമേറ്റ് എയിം എന്താ? ഒരുവിധ ഈ പറഞ്ഞ എല്ലാ ടെസ്റ്റുകളുടെയും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എഫിഷ്യൻസി കണ്ടെത്തുക എന്നുള്ളത് തന്നെയായിരിക്കും. അപ്പൊ ചില കേസിൽ എന്ന് പറയുമ്പോൾ നമുക്കത് അതില് പല കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടി വരും. ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്നത് ആ രീതിക്കൊക്കെ ആയിരിക്കും. അതായത് ചില ടെസ്റ്റുകൾ നമുക്ക് ഷണ്ട് മെഷീൻസിനും കോമ്പൗണ്ടിനും മാത്രമേ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ രീതിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. പിന്നെ ചില ടെസ്റ്റുകൾ നമുക്ക് എന്താ പറയാ ചെറിയ മെഷീൻസിലേ ചെയ്യാൻ പറ്റുള്ളൂ, വലിയ മെഷീൻസിൽ ചെയ്താലുള്ള ഇഷ്യൂസ് കാരണം. അപ്പൊ ആ രീതിക്ക് ചോദിക്കാം. പിന്നെ ചില എന്താ പറയാ ചില ടെസ്റ്റുകൾ എന്ന് പറയുന്നത് നോ ലോഡിലുള്ള ടെസ്റ്റ് ആണ്, ചിലതെന്ന് പറയുന്നത് റേറ്റഡ് ലോഡിലുള്ള ടെസ്റ്റ് ആണ്. ചിലതെന്ന് പറയുന്നത് ആക്ച്വൽ റേറ്റഡ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ ആക്ച്വലി നമുക്ക് ലോഡിങ്ങിന്റെ ആവശ്യം പവർ അധികം വരില്ല. ഈ രീതിക്കൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റിലുള്ള മാറ്റങ്ങൾ വരുന്നത്. കാൽക്കുലേഷൻസ് ഉള്ളിലെല്ലാം ഒരുവിധം എല്ലാത്തിന്റെ ഉള്ളിൽ എന്തെങ്കിലും എഫിഷ്യൻസി ഈക്വൽ ടു ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്ന് വരും. അപ്പോൾ ഔട്ട്പുട്ട് ബൈ ഔട്ട്പുട്ട് പ്ലസ് ലോസസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇൻപുട്ട് മൈനസ് ലോസസ് ബൈ എന്ന് പറയാം ഇൻപുട്ട് എന്നുള്ള രീതിയിൽ എടുക്കാം. അപ്പൊ അതെങ്ങനെ എത്തുന്നു എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ ഈ ബേസിക് ഡിഫറൻസ് വരുന്നത് നമ്മുടെ ഈ കാര്യങ്ങളാണ്. അപ്പൊ ജനറലി ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക് ടെസ്റ്റ് ആണ് ഒരെണ്ണം. ബ്രേക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നോർമലി പിന്നെ ഇതിന്റെ ഒപ്പം ഏറ്റവും സിമ്പിൾ ഇവർ ഒരുമിച്ച് റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്നത് ബ്രേക്ക് ടെസ്റ്റ്, സ്വിൻബേൺസ് ടെസ്റ്റ്, ഹോപ്കിൻസൺ ടെസ്റ്റ് ആണ്. ഓക്കെ, അപ്പോ ബ്രേക്ക് ടെസ്റ്റ് നോർമലി എങ്ങനത്തെ മെഷീൻസിലായിരിക്കും ചെയ്യാൻ പറ്റുക? സ്മോളർ ആണോ ലാർജർ ആയിരിക്കും? എന്താണ് ആൻസർ? ബ്രേക്ക് ടെസ്റ്റ് ഓർമ്മ ഉണ്ട് എന്നുള്ള രീതിയിലായിട്ടാണ് ഞാൻ പറയണേ ചോദിക്കുന്നത്. ഓക്കെ, സ്മോളർ മെഷീൻസിനാണ് ചെയ്യാൻ പറ്റുന്നത്. എന്തായിരുന്നു ബ്രേക്ക് ടെസ്റ്റ്? സ്മോളർ മെഷീൻസിനാണ് ബേസിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ബ്രേക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്ത് ടെസ്റ്റ് തന്നെയാണ്? ലോഡ് ടെസ്റ്റ് ആണ്. ആക്ച്വൽ ലോഡിംഗ് ആണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. അപ്പൊ അതിന് ലോഡ് ടെസ്റ്റ് എന്ന് വിളിക്കാണ്ട് ബ്രേക്ക് ടെസ്റ്റ് എന്ന് വിളിക്കുന്നത് തന്നെ ഒരു റീസൺ ഉള്ളതുകൊണ്ടാണ്. എന്താ ഓർമ്മ ഉണ്ടോ? ബ്രേക്ക് ടെസ്റ്റ്, വൈ ഇറ്റ് ഈസ് കോൾഡ് ബ്രേക്ക് ടെസ്റ്റ്. അതിന്റെ രണ്ട് അറേഞ്ച്മെന്റ്സ് ഞാൻ ഇവിടെ റൈറ്റിൽ വരച്ച് കാണിച്ചിട്ടുണ്ട്. രണ്ട് തരത്തിലെ എന്താ ലോഡുകൾ കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് ബ്രേക്ക് ടെസ്റ്റിനെ വൈ ഇറ്റ് ഈസ് കോൾഡ് ബ്രേക്ക് ടെസ്റ്റ്? ആൻസർ? ബിക്കോസ് വി ആർ അപ്ലൈങ് എ ബ്രേക്ക് ആണ്. ഓക്കെ, ലോഡിംഗ് അതാ ഞാൻ ചോദിച്ചത്. ലോഡിംഗ് ദ മോട്ടർ ആകുമ്പോൾ ലോഡ് ടെസ്റ്റ് എന്ന് വിളിച്ചാൽ പോരെ. പക്ഷെ എന്തിനാണ് ഇപ്പൊ കൊണ്ടുപോയിട്ട് ബ്രേക്ക് ടെസ്റ്റ് എന്ന് വിളിക്കുന്നത്? കാരണം നമ്മൾ വി ആർ അപ്ലൈങ് ബ്രേക്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ടാണ് എന്താ ബ്രേക്ക് ടു ഷാഫ്റ്റിലേക്കാണ്. പക്ഷെ അത് ഡയറക്റ്റ് ഷാഫ്റ്റിലോട്ടല്ല വരുന്നത്, ഇൻഡയറക്റ്റ് വരികയാണെങ്കിലും. ഇവിടെ ബ്രേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാണ്. ഈ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത് എന്തിന്റെ മുകളിലാണ്? ഒരു പുള്ളിയുടെ മുകളിലാണ് ബ്രേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ബ്രേക്ക് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒപ്പോസ് ചെയ്യുക, ആ റൊട്ടേഷനെ പിടിച്ചു നിർത്താനുള്ള ബ്രേക്ക്. നമ്മൾ ബ്രേക്ക് തന്നെ നോർമൽ പറയുന്ന ബ്രേക്കിംഗ് കൊടുക്കുന്ന ഒരു സെറ്റപ്പിനെയാണ് ബ്രേക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ബ്രേക്ക് ടെസ്റ്റ് ആക്ച്വൽ ലോഡ് ടെസ്റ്റ് തന്നെയാണ്, ലോഡിംഗ് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് ഇവിടെ ഇപ്പൊ ഒരു അറേഞ്ച്മെന്റ് ഈ കാണുന്നതാണ് ഫസ്റ്റത്തെ ഡയഗ്രാം കാണാനെന്ന് വിചാരിക്കുന്നു. ഈ ഒരു അറേഞ്ച്മെന്റിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാം, ഇത് നമ്മളുടെ ഷാഫ്റ്റിന്റെ മുകളിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ബ്രേക്ക് ഡ്രം എന്ന് പറയാം. ബ്രേക്ക് ഡ്രം അല്ലെങ്കിൽ പുള്ളി അറേഞ്ച്മെന്റ് ആണ്. ഇതിന്റെ മുകളിൽ കൂടെ നമുക്കൊരു ഒരു റോപ്പ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ വിചാരിക്കാം, റോപ്പ് ബെൽറ്റ് ആയിരിക്കാം, അത് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരറ്റത്ത് ഒരു വെയിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്, ഒരു സസ്പെൻഡഡ് വെയിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് W1 എന്നുള്ള രീതിയിലും. പിന്നെ ഇപ്പുറത്തെ എൻഡിൽ ഒരു സ്പ്രിംഗ് ബാലൻസിലോട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഈ സ്പ്രിംഗ് ബാലൻസിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ സ്പ്രിംഗ് ബാലൻസ് ഇതിന്റെ റീഡിംഗ് കാണിക്കും കിലോഗ്രാമിൽ W2 എന്നുള്ള രീതിയിലാണ് അതിനെ വിളിക്കുന്നത്. ഇതാണ് ഒരു അറേഞ്ച്മെന്റ്. അപ്പൊ ഈ ലോഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്താ ഇതിനെ ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ ബ്രേക്കിംഗ് മാറ്റാം. ഓക്കെ, അതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ഈ ഷാഫ്റ്റിന്റെ മുകളിൽ ലോഡ് ചെയ്യുന്ന ഒരു കാര്യം. പിന്നെ വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ തന്നെ അറേഞ്ച്മെന്റ് ഒക്കെ അതേപോലെ തന്നെ, പക്ഷെ കണക്ഷൻ വരുന്നത് രണ്ട് സ്പ്രിംഗ് ബാലൻസുകൾ വഴിയാണ്. അത് ഇവിടെ ഉറപ്പിച്ച് വെച്ചിട്ടുള്ള രണ്ട് സ്പ്രിംഗ് ബാലൻസുകളാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ടൈറ്റ് ആക്കാം അല്ലെങ്കിൽ ലൂസ് ആക്കാം. അതിനനുസരിച്ച് നമുക്ക് ഇവിടെ ലോഡ് ചെയ്യാം. അപ്പൊ ഈ S1 S2 ആണ് ഇവിടെ റീഡ് ചെയ്യുന്നത്. W1 W2 എന്താണ് റീഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണ് റീഡ് ചെയ്യാൻ പോകുന്നത്. ഈ രണ്ട് കേസിലായി കഴിഞ്ഞാലും എഫക്റ്റീവ്ലി ഇവിടെ വരുന്ന ടെൻഷന്റെ ബേസിലാണ് നമുക്കിത്
എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നുണ്ടാവുക, നമ്മൾ ടോർക്കും കാര്യങ്ങളും. നമുക്ക് കിട്ടേണ്ടത് എഫിഷ്യൻസിയാണ്. എഫിഷ്യൻസി കിട്ടണമെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ വരണം. ഇൻപുട്ട് പവർ നമുക്കൊരു മോട്ടറിന്റെ കേസിൽ സുഖമായിട്ട് എടുക്കാൻ പറ്റും. ഇലക്ട്രിക്കൽ ഇൻപുട്ട് ആണ്, വി ഇൻറ്റു ഐ ചെയ്താൽ മതി. ഔട്ട്പുട്ട് പവർ കിട്ടുമ്പോൾ നമുക്കറിയാം എന്താ ഇക്വേഷൻ ഔട്ട്പുട്ട് പവറിന്റെ 2π അല്ലെങ്കിൽ 2π/60 എന്നുള്ള രീതിക്ക് നമുക്ക് പോകേണ്ടി വരും. ഓക്കെ, അപ്പൊ അതിനുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് ടോർക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ടോർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുത്തെ ടെൻഷന്റെ ബേസിലായിരിക്കും നമ്മൾ അതിന്റെ കാൽക്കുലേഷൻസ് നടക്കുന്നത്, അല്ലെങ്കിൽ നെറ്റ് പുൾ ഓൺ ദ പുള്ളി എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ പറയാം. ഓക്കെ, സോ ഇപ്പൊ ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള മെത്തേഡ്. ഇൻ ദിസ് വൺ എൻഡ് ഈസ് കണക്റ്റഡ് ടു എർത്തിലോട്ട് ഗ്രൗണ്ടിലോട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കാന്ന് പറയാം. വയർ സ്പ്രിംഗ് ബാലൻസ് എസ് എന്നാണ് നെയിം ചെയ്തിട്ടുള്ളത്. ആൻഡ് ദ അതർ എൻഡ് ഈസ് കണക്റ്റഡ് ടു a counterweight or a suspended weight W1. ഓക്കെ, ഇതാണ് ഒരു മെത്തേഡ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് മെത്തേഡിൽ നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് സ്പ്രിംഗ് ബാലൻസ് അറേഞ്ച്മെന്റ് ആണ്. അത് മേലേക്കാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ലോഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇത് ടൈറ്റനിങ്ങും ലൂസിങ് ആക്കലും ചെയ്തിട്ടാണ്. അപ്പൊ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും എല്ലാവരും എക്സ്പെരിമെന്റ്. ഇത് ഏത് ടൈപ്പ് ആയിരുന്നു ലബോറട്ടറിയിൽ ഉണ്ടായിരുന്നത്? എല്ലാവരുടെയും ലബോറട്ടറിയിൽ ഒരു ടൈപ്പ് തന്നെ ആവും എന്ന് വിചാരിക്കുന്നു, ഇല്ലേ? സെക്കൻഡ് വൺ ആയിരിക്കും എല്ലായിടത്തും കാണുക. നോർമലി നമ്മളിപ്പോ ഫോളോ ചെയ്യുന്നത് സെക്കൻഡ് ആണ്. അപ്പൊ ഈ ഒരു മെത്തേഡ് ആണ് നമ്മൾ കണ്ടിട്ടുണ്ടാവുക. അപ്പൊ അവിടെ എഫക്റ്റീവ്ലി നമുക്ക് എന്താ പറയാ, ഇവിടെ വരുന്ന ടെൻഷൻ, ഒരു ഇതിന്റെ ടാൻജൻഷ്യലായിട്ട് വരുന്ന എഫക്ട് എന്ന് പറയുന്നത് രണ്ട് ഭാഗത്തും പിടിച്ച് വലിക്കുന്നുണ്ട്. സോ എഫക്റ്റീവ്ലി ഇവിടെ കിട്ടാൻ പോകുന്ന റിസൾട്ടന്റ് ആയിട്ടുള്ള ഒരു എഫക്ട് എന്ന് പറയുന്നത് രണ്ടെണ്ണത്തിന്റെയും ഡിഫറൻസ് ആയിട്ടായിരിക്കും വരിക. ഓക്കെ, ഒപ്പോസിംഗ് ആയിട്ട് വരുന്നത് കൊണ്ട് രണ്ടിന്റെയും ഡിഫറൻസ് ആണ് ഇവിടുത്തെ എഫക്ട് വരാൻ പോകുന്നത്. അപ്പൊ നമ്മൾ W1 W2 എന്നൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നെറ്റ് പുൾ, ആ പുള്ളിയുടെ മുകളിലുള്ള നെറ്റ് പുൾ ഓൺ ദ പുള്ളി എന്തായിരിക്കും നമുക്ക് എങ്ങനെ പറയാം? ഇറ്റ് വിൽ ബി ഈക്വൽ ടു വാട്ട്? W1 മൈനസ് W2 ആയിരിക്കും. അത് കിലോഗ്രാം വെയിറ്റിലായിരിക്കും ഉണ്ടാവുക. പക്ഷെ നമുക്ക് വേണ്ടത് എന്തിലാ? എപ്പോഴും നമുക്ക് ന്യൂട്ടണിലോട്ടാണ് കൊണ്ടുവരേണ്ടത്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എന്താ? ന്യൂട്ടണിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഇൻറ്റു G 9.8 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂട്ടണിലോട്ട് കിട്ടും. അപ്പൊ അതവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടാവുന്ന കാര്യമുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ ഇപ്പൊ ഇതിൽ കാണിച്ചിട്ടുണ്ട്, ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത്, ബ്രേക്ക്ഡൗണിന്റെ റേഡിയസ് എന്ന് പറയുന്നത് R ആണ് എന്ന് വിചാരിക്കാം. അതേപോലെ ഇത് റൺ ചെയ്യുന്ന സ്പീഡ് N ആണ് സ്പീഡ് എങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എന്ത് എഴുതാവുന്നതേ ഉള്ളൂ? ആദ്യം ഷാഫ്റ്റ് ടോർക്ക് ഞാൻ പറയാം, എന്നിട്ട് അതിലേക്ക് പോവാം. സോ ഷാഫ്റ്റ് ടോർക്ക് ഇവിടെ എന്താ വരിക? ഷാഫ്റ്റ് ടോർക്ക് ഈക്വൽ ടു ഇപ്പോ എന്താ വരിക? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലെ? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് വരുമ്പോൾ ഇത് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ R എടുക്കും. സോ ഇറ്റ് വിൽ ബി W1 മൈനസ് W2 ഇൻറ്റു RG എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. RG ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് പവർ ഇവിടെ പറയാലോ. Therefore മോട്ടോർ ഔട്ട്പുട്ട് പവർ വിൽ ബി ഈക്വൽ ടു എന്താ? 2π/NT ഷാഫ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, സോ ദിസ് വിൽ ബി ഈക്വൽ ടു, ഇപ്പൊ N എന്ന് പറയുന്നത് RPS ലാണ് എടുത്തിട്ടുള്ളതെങ്കിലാണ് എങ്ങനെ വരിക? ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എന്തുണ്ടാവും? 2π/NT/60 എന്നുള്ള രീതിയിൽ എടുക്കാം. അപ്പൊ എങ്ങനെ വേണമെങ്കിലും ഇത് RPM എഴുതാം. അപ്പൊ നമുക്ക് ഈ രീതിക്ക് കിട്ടും. ഓക്കെ, ഇതില് നമുക്ക് ആ ഷാഫ്റ്റ് ടോർക്കിന്റെ ഈ സംഭവം ഇവിടുന്ന് ഇങ്ങോട്ട് എടുത്തു കൊടുക്കാം. അതില് ജിയുടെ വാല്യൂ വേണമെങ്കിൽ കൊടുക്കാം. അപ്പൊ അത് കൊടുക്കുകയാണെങ്കിൽ 61.88 എന്താ പറയാ 68 കിട്ടും. അപ്പൊ അതൊന്നും നിങ്ങൾ ചെയ്യണമെന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി. 68 ഇൻറ്റു W1 മൈനസ് W2 ഇൻറ്റു എന്താ NR എന്നുള്ള രീതിയിൽ വരും. ഇതാണ് ഔട്ട്പുട്ട് പവർ വരിക. അത്രയും വാട്ട്സ് എന്നുള്ള രീതിയിലാണ്. ഇത് തന്നെയാണ്, സെയിം തന്നെയാണ് ഇത് കേസിലും വരിക, ഈ കേസിലും വരാൻ പോകുന്നത്. സെക്കൻഡ് കേസിലായാലും അത് തന്നെയാണ് വരുന്നത്. കാരണം അവിടെയും റിസൾട്ടന്റ് ആണ് വരുന്നത്. അപ്പോൾ അതിന്റെ റീഡിംഗ് എന്താണോ അതിന്റെ റിസൾട്ട് എന്നുള്ള രീതിയിൽ അത് തന്നെയാണ് അവിടെയും കിട്ടാൻ പോകുന്നത്. അവിടുത്തെ റേഡിയസ് എടുക്കണം എന്നുള്ള മാത്രം തന്നെയാണ് വ്യത്യാസം വരുന്നുള്ളൂ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എഫിഷ്യൻസി കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല. സോ എഫിഷ്യൻസി വിൽ ബി ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ ആണ്, വിച്ച് വിൽ ബി ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഈ എഴുതിയിട്ടുള്ള അതേ സാധനം തന്നെ 61.68 ഇൻറ്റു W1 മൈനസ് W2 ഇൻറ്റു N ഇൻറ്റു R ഡിവൈഡഡ് ബൈ ഇൻപുട്ട് എന്ന് പറയുന്നത് കാണാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ടില്ല. എന്ത് ചെയ്താൽ മതി? സപ്ലൈ എന്താ ഇൻപുട്ട് സൈഡിൽ
ജസ്റ്റ് അതിന്റെ ഇൻപുട്ട് സൈഡ് മാത്രം കാണിച്ചിരിക്കുകയാണ്. അവിടുന്ന് എന്ത് മെഷർ ചെയ്താൽ മതി, വോൾട്ടേജും കറണ്ടും മെഷർ ചെയ്ത് കഴിഞ്ഞാൽ VI നമുക്ക് കിട്ടി കഴിഞ്ഞാൽ ജസ്റ്റ് V into I ആണ് ഇൻപുട്ട് പവർ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, എഫിഷ്യൻസി കിട്ടും. Where V is the rated voltage or rated supply voltage and I is the full load current taken by the motor. Okay, ആ രീതിക്ക് നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. നോർമലി ഇത് യൂസ് ചെയ്യുന്നത് സ്മോൾ മോട്ടോഴ്സിനാണ്. കാരണം നിങ്ങൾ ആ ടെസ്റ്റ് ചെയ്തായിരുന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, നമ്മൾ അവിടെ എന്ത് ചെയ്യാറുണ്ട്, ഒരു മെയിൻ ആയിട്ട് ഒരു പ്രിക്കോഷൻ ചെയ്യാറുണ്ട്. ആ ടെസ്റ്റ് ചെയ്യുന്നതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ആകെപ്പാടെ ചെയ്തവർക്ക് ഉണ്ടായിരുന്നത് അതായിരിക്കും. എന്താ ഒരു കാര്യം ആദ്യം തന്നെ ചെയ്യും, നമ്മളവിടെ ടെസ്റ്റ് ഒന്ന് ലോഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ വിൽ പോർ വാട്ടർ ഇൻ ടു ദ ബ്രേക്ക് ഡം, അതിന്റെ ഉള്ളിലേക്കാണ് ഒഴിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫ്രിക്ഷൻ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്, ബ്രേക്ക് ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ബെൽറ്റ് ഹീറ്റ് ആവും, ബെൽറ്റ് ഹീറ്റ് ആയി തുടങ്ങും. അപ്പൊ അത് ആ ഹീറ്റിംഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അപ്പൊ അത് എന്താ ഡിറ്റോറിയേറ്റ് ചെയ്ത് പോകാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ അവിടെ വാട്ടർ ചെയ്തുകൊണ്ടിരിക്കും. അത് ചെറിയ മെഷീൻസിന്റെ കേസിലാകുമ്പോൾ അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ബട്ട് larger machines ആകുമ്പോൾ the power loss will be very high and it will be difficult to dissipate the large amount of heat generated at the brake drum. So അതുകൊണ്ട് ലാർജർ മെഷീൻസിൽ നോർമലി നമ്മൾ ഇത് അപ്ലൈ ചെയ്യാറില്ല, സ്മോളർ മെഷീൻസിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ടു ഡിറ്റർമിൻ ദ എഫിഷ്യൻസി ആൻഡ് ഇറ്റ് ഈസ് ബേസിക്കലി എ ലോഡ് ടെസ്റ്റ്. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കൂടുതൽ പറയുന്നില്ല, ഞാൻ അടുത്തേക്ക് പോകാലോ. ഓക്കെ, ഇതിന്റെ ബേസിൽ പ്രോബ്ലം ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിലേ ചോദിക്കുള്ളൂ കേട്ടോ, ചോദിക്കണ്ടാവില്ല എന്നാലും. ഓക്കെ, നെക്സ്റ്റ് കിടക്കാലോ. ഓക്കെ അല്ലേ? ഓക്കെ, സോ നെക്സ്റ്റ് വൺ നമുക്ക് വരുന്നത് സ്വിൻബേൺസ് ടെസ്റ്റ് ആണ്. സോ സ്വിൻബേൺസ് ടെസ്റ്റ് എന്ന് നേരത്തെ ഞാൻ ഒന്നുകൂടി പറയാം, അതെന്തായിരുന്നു, ലോഡ് ടെസ്റ്റ് ആയിരുന്നു, ഡയറക്റ്റ് ലോഡിങ്, ആക്ച്വൽ ലോഡിങ് ആയിരുന്നു. ഇത് എന്ന് പറയുന്നത് ഒരു ആക്ച്വൽ ലോഡിങ് ഒന്നുമല്ല, ഇതൊരു ഇൻഡയറക്റ്റ് മെത്തേഡ് ആണ്. ഇൻഡയറക്റ്റ് ടെസ്റ്റ് എന്നുള്ള രീതിക്ക് നമുക്ക് പറയാവുന്നതാണ് ഇൻഡയറക്റ്റ്. ഓക്കെ, ഇൻഡയറക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സ്വിൻബേൺസ് ടെസ്റ്റിന് വേറെയും പേരുകളുണ്ട്. എന്താ, നോ ലോഡ് ടെസ്റ്റ്, ലോഡ് ആക്ച്വലി കൊടുക്കാണ്ടാണ് ഇത് ചെയ്യുന്നത്, നോ ലോഡ് ടെസ്റ്റ് ആണ്. അതുകൊണ്ടാണ് ഇൻഡയറക്റ്റ് എന്നുള്ള രീതിയിൽ പറയുന്നത്. എന്നിട്ട് നമ്മളിവിടെ പ്രീ ഡിറ്റർമിൻ ആണ് ചെയ്യുക. ഓക്കെ, ആക്ച്വലി ഡിറ്റർമിൻ എന്നുള്ള വാക്ക് ഇവിടെ ശരിക്കും ഉപയോഗിക്കാൻ പറ്റില്ല. പ്രീ ഡിറ്റർമിൻ ആണ് പല കാര്യങ്ങളും, ചില കാര്യങ്ങൾ ഡിറ്റർമിൻ ചെയ്യാം. ഓക്കെ, അപ്പോ ഓർ നമുക്കിതിനെ പറയാം ഓർ ലോസസ് മെത്തേഡ് എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞു കണ്ടിട്ടുണ്ട്. എന്തായാലും അതൊരു ഇൻഡയറക്റ്റ് മെത്തേഡ് ആണ് ആലോചിച്ചോളുക, നോ ലോഡ് ടെസ്റ്റ് ആണെന്നുള്ളതും ഓർത്ത് വെച്ചോളുക, സ്വിൻബേൺസ് ടെസ്റ്റ്. ഓക്കെ, സോ ഈ സ്വിൻബേൺസ് ടെസ്റ്റ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം, ആദ്യത്തെ ഒന്നാമത്തെ ഒരു കാര്യം എന്താണ് നോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് എല്ലാ മെഷീൻസിനും പറ്റില്ല. എങ്ങനത്തെ മെഷീൻസിനെ പറ്റുള്ളൂ, ഫ്ലക്സ് പ്രാക്ടിക്കലി കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന മെഷീൻസിന്, ഫ്ലക്സ് പ്രാക്ടിക്കലി കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന മെഷീൻസിനെ പറ്റുള്ളൂ. സോ ദാറ്റ് മീൻസ് ഏത് മെഷീൻസിനെ പറ്റുക, ഫ്ലക്സ് പ്രാക്ടിക്കലി കോൺസ്റ്റന്റ് നിൽക്കുന്ന മെഷീൻ ഏതായിരുന്നു? യെസ്, ഷണ്ട് മാത്രമാണോ? ഷണ്ട് ആൻഡ് കോമ്പൗണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം, കോമ്പൗണ്ടിനും കുഴപ്പമില്ല. ഓക്കെ, നോർമലി ഷണ്ട് ആൻഡ് കോമ്പൗണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനാണ് നോർമലി. അപ്പോൾ ഷണ്ട് മെഷീൻസിനും കോമ്പൗണ്ട് മെഷീൻസിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് റൺ ചെയ്യുന്നത് നോ ലോഡിലാണ്. ഓക്കെ, സോ ഓൺലി റണ്ണിങ് ടെസ്റ്റ് റിക്വയർഡ് ഈസ് ദി നോ ലോഡ് ടെസ്റ്റ്. ഓക്കെ, സോ നോ ലോഡ് ടെസ്റ്റ് മാത്രം നമ്മൾ ഇവിടെ ചെയ്യുന്നുള്ളൂ, നോ ലോഡ് ടെസ്റ്റ് ഓൺലി. അത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടുത്തെ ബാക്കി കാര്യങ്ങളിലേക്കെല്ലാം പോകുന്നത്. അപ്പൊ ഇവിടെ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടുത്തെ ലോസസ് ആണ് മെഷർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതും സെപ്പറേറ്റ് ആയിട്ടാണ് മെഷർ ചെയ്യുന്നത്. സോ ലോസസ് ആർ മെഷേർഡ് സെപ്പറേറ്റ്ലി. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കും, എഫിഷ്യൻസി അറ്റ് എനി desired load, at any desired load can be അപ്പൊ അവിടെ ഉപയോഗിക്കുന്ന വാക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, can be പ്രീ ഡിറ്റർമിൻഡ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഡിറ്റർമിൻ ചെയ്യല്ല നമ്മൾ ചെയ്യുന്നത്, പ്രീ ഡിറ്റർമൈൻഡ് ആണ്. ഓക്കെ, ഇപ്പൊ മുൻകൂട്ടി നമ്മൾ എന്തെന്നാ പറയാ,
അത് പറയാണ് അത്ര ആയിരിക്കും ആ ലോഡിൽ ഉണ്ടാവാൻ പോകുന്നത്, ആ ഫുൾ ലോഡിൽ ഇത്ര ആയിരിക്കും എഫിഷ്യൻസി എന്ന് പറയാൻ പറ്റും. പക്ഷെ ലോസസ് നമുക്ക് ആക്ച്വലി ഡിറ്റർമിൻ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. പക്ഷെ എഫിഷ്യൻസി നമുക്ക് ഏത് ലോഡിൽ വേണമെങ്കിലും പ്രീ ഡിറ്റർമിൻ ചെയ്യാം. അപ്പൊ അതൊക്കെ തന്നെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ്. ആക്ച്വൽ ലോഡ് ചെയ്യാൻ്റെ തന്നെ ആക്ച്വൽ ലോഡിങ്ങിൽ എത്ര ആയിരിക്കും എഫിഷ്യൻസി ഓൾമോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രെഡിക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ടെസ്റ്റിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് വരാൻ പോകുന്നത്. ഓക്കെ, ഈ ടെസ്റ്റില് നമ്മൾ നമ്മളുടെ മെഷീനെ റൺ ചെയ്യാൻ പോകുന്നത് മോട്ടോർ ആയിട്ടാണ്. അതാണ് പിന്നത്തെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മെഷീൻ എന്ന് ഞാൻ പറയുന്നത് സെയിം മെഷീനെ തിയററ്റിക്കലി നമുക്ക് ഡി സി മെഷീനെ മോട്ടറായിട്ടും ജനറേറ്റർ ആയിട്ടും റൺ ചെയ്യാമെന്ന് പറയുന്നു. അപ്പോൾ നമ്മളിവിടെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആസ് റണ്ണിങ് ആസ് മോട്ടറും റണ്ണിങ് ആസ് ജനറേറ്ററും പറയാൻ പറ്റും. ബേസിക്കലി മെഷീൻ ഹിയർ ഈസ് റൺ ആസ് മോട്ടോർ ആയിട്ടാണ് നമ്മൾ ലോസസ് മെഷർ ചെയ്തെടുക്കുന്നത്, ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് അതിൽ നിന്നാണ് ബാക്കി കാൽക്കുലേഷൻസും കാര്യങ്ങളെല്ലാം നടത്തുന്നത്. മെഷീൻ ഈസ് റൺ ആസ് മോട്ടോർ ഓൺ നോ ലോഡ്. അതിന്റെ ഒപ്പം ഒരു കാര്യം കൂടിയും വേണം, അറ്റ് ഇറ്റ്സ് റേറ്റഡ് സ്പീഡ്. ഓക്കെ, ഞാൻ സർക്യൂട്ട് ഡയറക്റ്റിനെ പറ്റി പറഞ്ഞില്ലേ, എനിക്ക് ഓർമ്മ ഞാൻ പറയാം. സോ റേറ്റഡ് സ്പീഡിൽ വേണം റൺ ചെയ്യാൻ. അപ്പോൾ റേറ്റഡ് സ്പീഡിൽ നോ ലോഡിൽ മോട്ടറായിട്ട് നമ്മൾ മെഷീനെ റൺ ചെയ്യും. എന്നിട്ട് അവിടെ എന്താ അതിന്റെ സ്പീഡ് നമ്മൾ റേറ്റഡ് ആക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? ഓക്കെ, ഇതിന്റെ സർക്യൂട്ട് ഡയഗ്രത്തിലോട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം. അപ്പൊ നമ്മൾ ഷണ്ട് മെഷീൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ ഇറ്റ് വിൽ ഹാവ് ആൻ ആർമേച്ചർ ആൻഡ് എ ഫീൽഡ്. സോ ഇവിടെ ഫീൽഡിൽ സീരീസ് ആയിട്ട് നമ്മൾ എന്ത് കണക്ട് ചെയ്തിട്ടുണ്ടാവും, ഒരു റിയോസ്റ്റാറ്റ് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ ഇത് സ്റ്റാർട്ടർ ആണ്, 3 പോയിന്റ് സ്റ്റാർട്ടർ ആണ്. ഓക്കെ, ഫീൽഡിലാണ് നമ്മൾ റിയോസ്റ്റാറ്റ് കണക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ആക്ച്വലി ഇതിലൊരു 3 അമ്മീറ്റർ കാണിച്ചിട്ടുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ 2 അമ്മീറ്റർ മതി. ഏതൊക്കെ അമ്മീറ്റേഴ്സ് മതി? ഏതൊക്കെ അമ്മീറ്റർ വേണ്ടുള്ളൂ? ഒന്ന് ഇത്, ലെറ്റ് ഇറ്റ് ബി A1. ഈ A1 എന്ന് പറയുന്ന അമ്മീറ്ററും ഇവിടെ ഞാൻ ഇതിനെ 2 വിളിക്കുന്നത്, A2 മതി. ഇതിന്റെ ആവശ്യമില്ല, കാരണം ഇതിൽ നിന്ന് നമുക്ക് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഓരോ മീറ്ററുകൾ, വി എന്ന് പറയുന്ന വോൾട്ട് മീറ്റർ ആണ്, സപ്ലൈക്ക് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്താണെന്നുള്ള മെഷർ ചെയ്ത് തരും. ഇത് ഇൻപുട്ട് വരുന്ന കറണ്ട് എന്താണെന്നുള്ളതാണ്. IO എന്ന് ഇടാൻ കാരണം നോ ലോഡ് കറണ്ട് ആയതുകൊണ്ട് IO എന്നുള്ള രീതിയിൽ കാണിച്ചു. പിന്നെ A2 എന്നുള്ള അമ്മീറ്റർ മെഷർ ചെയ്ത് തരുന്നത് നമുക്ക് ഷണ്ട് ഫീൽഡ് കറണ്ട് ആണ്. ഓക്കെ, ISH നമുക്ക് ഇത് കിട്ടും. അപ്പൊ IOയും ISHും അറിയാമെങ്കിൽ ആക്ച്വലി നമുക്ക് ഇവിടുത്തെ IAO നോ ലോഡിലത്തെ ആർമേച്ചർ കറണ്ട് ആണ്. IAO നമുക്ക് അവിടെ നിന്ന് സുഖമായിട്ട് പറയാം. എന്താ IAO വരിക? IAO will be equal to what? IO minus ISH. IO minus ISH. അതുകൊണ്ട് ഈ മീറ്ററിന്റെ ആവശ്യമില്ല, ഞാൻ എടുത്ത ഡയഗ്രത്തിൽ അത് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഇപ്പോ എന്താ IO മൈനസ് ISH നമുക്ക് ഈ കുറവ് മീറ്റർ വെച്ചിട്ട് നമുക്ക് ചെയ്താൽ മതിയല്ലോ. അപ്പൊ ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് അത് ചെയ്യാവുന്നതാണ് വേണമെങ്കിൽ. അപ്പോൾ ആ രീതിക്ക് നമുക്ക് IO മൈനസ് ISH വെച്ച് IA0 കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ സാധാരണ പോലെ മെഷീൻ സപ്ലൈ കൊടുക്കുന്നു, സ്റ്റാർട്ടർ ഉപയോഗിച്ചിട്ട് സ്റ്റാർട്ടർ ഹാൻഡിൽ പതുക്കെ മുന്നേ നമ്മൾ പറഞ്ഞ പോലെ പതുക്കെ കട്ട് ചെയ്ത് സ്റ്റാർട്ടിംഗ് ഡിസ്റ്റൻസ് കട്ട് ചെയ്ത് മോട്ടോർ സ്റ്റാർട്ട് ആവുന്നു. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റഡ് സ്പീഡിലോട്ട് എത്തിക്കാൻ വേണ്ടി നമ്മൾ ഫീൽഡ് റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇനീഷ്യലി ഫീൽഡ് റിയോസ്റ്റാറ്റ് മിനിമം പൊസിഷനിലായിരിക്കും എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയും എന്നുള്ളത് വിചാരിക്കുന്നു, അല്ലെ? ഫീൽഡ് റിയോസ്റ്റാറ്റ് മിനിമത്തിലായിരിക്കണം. മോട്ടോർ ഫീൽഡ് റിയോസ്റ്റാറ്റ് ഷുഡ് ബി ഇൻ ദ മിനിമം പൊസിഷൻ. വൈ? എന്തുകൊണ്ടാ? Why we are keeping the motor field rheostat in the minimum position, minimum resistance position? Any answer? Motor field rheostat നമ്മൾ എപ്പോഴും മിനിമത്തിൽ വെക്കണം എന്നാണ് പറയാ. What is the reason for that? If any reason? Flux maximum. ഓക്കെ, സോ ഫ്ലക്സ് മാക്സിമം ആക്കി സ്പീഡ് മിനിമം ആക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിൽ തന്നെ, അതായത് സ്റ്റാർട്ടിംഗിൽ എന്തായാലും മിനിമം സ്പീഡിൽ നിന്ന് പതുക്കെ ഗ്രാജുവലി കൂട്ടി കൊണ്ടുവരിക എന്നുള്ള അർത്ഥത്തിലാണ് അത് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സ്പീഡ് എന്തിലോട്ടാക്കാം? റേറ്റഡിലോട്ടാക്കാം. റേറ്റഡിലായിട്ടാണ് നമ്മളുടെ ടെസ്റ്റ് നടക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്തെടുക്കുക? റീഡിങ്സ് എടുക്കുക എന്നുള്ളതാണ്. ഏത് റീഡിങ്സ് എടുക്കാം? വി എടുക്കാം, IO എടുക്കാം, ISH എടുക്കാം. ദാറ്റ് ഈസ് A1 റീഡിംഗ്, A2 റീഡിംഗ് ആൻഡ് വി റീഡിംഗ് നമ്മൾ എടുക്കുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് എന്താ? IO കിട്ടും, ആര് തരും? A1 തരും. അതേപോലെ ISH കിട്ടും, ആര് തരും? A2 തരും. ഓക്കെ, വി എന്ന് പറയുന്ന നമ്മുടെ വോൾട്ട് മീറ്റർ തരും, വിച്ച് ഈസ് ദി സപ്ലൈ വോൾട്ടേജ്. ഓക്കെ,
അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇനി ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കാൽക്കുലേഷൻസും കാര്യങ്ങളാണ് ഞാൻ പറയാം. കൂടുതൽ ഇതിനെ പറ്റി പറയേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഒരു കാര്യം കൂടി ഇവിടെ പറയാം. നമുക്ക് ഇനി കാൽക്കുലേഷൻ നേരത്ത് ഇവിടെ ഇപ്പം ഡയഗ്രാം ഇവിടെ ഒപ്പം കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് കാൽക്കുലേഷൻ സമയത്ത് നമുക്ക് എന്ത് വരും, ആർമേച്ചർ റെസിസ്റ്റൻസിന്റെ ആവശ്യം വരും, ആറയുടെ ആവശ്യം വരും. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ആർമേച്ചർ ഫീൽഡ് കണക്ഷൻ ഒഴിവാക്കിയിട്ട് ജസ്റ്റ് ഇതിനെ ക്രോസ് എന്താ റിയാസ്റ്റേറ്റ് ഒക്കെ വെക്കും, അതൊന്നും ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല. ഈ മോട്ടറിന് അക്രോസ് എന്താ ഒരു സപ്ലൈ കൊടുത്തിട്ട് വോൾട്ടേജും കറണ്ടും നോട്ട് ഡൗൺ ചെയ്യും. അതിൽ നിന്ന് നമ്മൾ ആർമേച്ചർ റെസിസ്റ്റൻസിന്റെ വാല്യൂ എടുക്കുകയാണ് ചെയ്യുക. അപ്പൊ നമ്മളൊരു ടാബുലേഷൻ ഉണ്ടാക്കിയിട്ടാണ് ആക്ച്വലി ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് കിട്ടുക കിട്ടുക എന്ന് പറയുന്നത് ഒരു ആവറേജ് ആണ് എടുക്കുന്നത്, ആർ ആവറേജ് എന്ന് പറയാം. ആ ആർ ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ടാവുക RDC ആണ്. എന്തായാലും ഒരു ടാബുലേഷൻ ഉണ്ടാക്കി ആ ടാബുലേഷന്റെ ആവറേജ് വാല്യൂ എടുത്ത് ഒരു റെസിസ്റ്റൻസ് കിട്ടി. ആ റെസിസ്റ്റൻസ് അതേപോലെയാണ് നമ്മൾ കാൽക്കുലേഷൻ എടുക്കാറ്, ഓർമ്മയുണ്ടോ? നമുക്ക് കാൽക്കുലേഷൻ ആർമേച്ചർ റെസിസ്റ്റൻസ് വേണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും. ചെറിയ കുറച്ച് ഒന്ന് നമുക്ക് വാരിയബിൾ DC സപ്ലൈ ആവും കൊടുത്തിട്ടുണ്ടാവുക. അതിന്റെ ഉള്ളിലത്തെ സെറ്റിംഗ്സ് മാറ്റിയിട്ട് 1, 2, 3 അല്ലെങ്കിൽ 4 റീഡിങ്സ് എടുത്തിട്ടുണ്ടായിരിക്കും. അതിന്റെ ബേസിൽ ഒരു ആവറേജ് വാല്യൂ കണ്ടു, RDC ആർ എന്ന് പറയുന്നത് കിട്ടും. ആ വാല്യൂ അതേപോലെയാണോ നിങ്ങൾ ഉപയോഗിച്ചാർന്ന റെസിസ്റ്റൻസിന്റെ വാല്യൂ? വിൽ യു ടേക്ക് RDC ഈക്വൽ ടു RA? നോ. അതെ. അപ്പൊ പിന്നെ എങ്ങനെയാ ചെയ്താർന്നത്, എന്താ ചെയ്താർന്നത്? ഇപ്പൊ അതാണ് ഇവിടുത്തെ ഒരു കാര്യം വരുന്നത്. എന്തായിരുന്നു പിന്നെ ചെയ്താർന്നേ? .65. അതാണ് ഇവിടുത്തെ വേറൊരു ചെറിയൊരു കൺഫ്യൂഷൻ പലപ്പോഴും വരാറുള്ളത്. വേറെ ആൻസർ ഉണ്ടോ? 1.65 എന്ന് പറഞ്ഞു. ഗുഡ്, എനിവേ ആൻസർ വന്നല്ലോ, ഒരു ആൻസർ എങ്കിലും. വേറെ എന്തെങ്കിലും ആൻസർ ഉണ്ടോ ഇതിനൊപ്പം? അവിടെ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എനിവൺ എൽസ്? നമ്മൾ RA എന്ന് പറയുന്നത് ഇവിടെ കിട്ടിയ RDCയുടെ 1.6 അല്ല കേട്ടോ. 1.6 നമ്മൾ AC-യിലാണ് എടുക്കാൻ പോകുന്നത്, ഇൻഡക്ഷൻ മെഷീൻസിന്റെ AC-യിലാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുക എത്ര? 1.2 ടൈംസ് 1.2 ടൈംസ് ഈ കിട്ടിയ വാല്യൂ RDC ആണ് ഉപയോഗിക്കുക. കാരണം നമ്മൾ ഇവിടെ ആക്ച്വലി ഇതിനെ പറയാ നമ്മൾ എന്താ പറയാ, ഹോട്ട് റെസിസ്റ്റൻസ്. ഓക്കെ, ഹോട്ട് റെസിസ്റ്റൻസ് എന്നാണ് പറയാ. ഹോട്ട് റെസിസ്റ്റൻസ് ആക്ച്വൽ കണ്ടീഷനിൽ ആക്ച്വൽ ലോഡിംഗ് ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല. ഇവിടെ നമ്മൾ ഒരു ഡമ്മി പരിപാടിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ആക്ച്വൽ കണ്ടീഷൻ വരുന്നില്ല. അപ്പൊ അത് കിട്ടാത്തത് കൊണ്ട് ഇവിടെ നമ്മൾ എടുക്കുന്ന റെസിസ്റ്റൻസിനെ കുറച്ച് എന്താ ഇതിന്റെ ആക്ച്വൽ കേസിലോട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാൽക്കുലേഷൻ ഉണ്ട്. അതൊന്നും തൽക്കാലം നിങ്ങൾ ആലോചിക്കേണ്ട. ഒരു അഡീഷണൽ 20% കൂടി എടുത്തിട്ടാണ് DC-യിൽ എടുക്കുക എന്ന് ആലോചിക്കുക. കിട്ടുന്ന ആവറേജിന്റെ ഇൻറ്റു എന്താ 1.2 ചെയ്യുക, അതായത് എക്സ്ട്രാ 20%. AC-യിൽ വരുമ്പോഴാണ് നമ്മൾ എത്ര എടുക്കുന്നത്? 1.6 ആണ് ജനറലി പറയാം. 1.6 എടുക്കുന്നവരൊക്കെ ഉണ്ട്. എന്തായാലും 1.6 എന്ന് പറയുന്നത് AC-യിലാണ്. ഓക്കെ, അത് ഹോട്ട് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും നമുക്ക് ആവറേജ് വാല്യൂ എടുക്കാൻ പാടില്ല, ഹോട്ട് റെസിസ്റ്റൻസ് തന്നെയാണ് കാൽക്കുലേഷനിൽ ഉപയോഗിക്കുന്നത്. അത് ആക്ച്വലി ടെമ്പറേച്ചർ കാൽക്കുലേഷൻ ഒക്കെ ആണ് വരുന്നത്. കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഒക്കെ വെച്ചിട്ട് കറണ്ട് കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസിലെ മാറ്റമൊക്കെയാണ് പ്ലോട്ട് ചെയ്തത്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, നമുക്ക് അത്ര വലിയ ആവശ്യമുള്ള ഒരു കാര്യം അല്ലാത്തത് കൊണ്ട്. അത് നിങ്ങൾ മെറ്റീരിയൽസിൽ പഠിക്കും. ഓക്കെ, പിന്നെ ഞാൻ ഇവിടെ വെറുതെ പറഞ്ഞ് സമയം കളയേണ്ട കാര്യമില്ല എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ റെസിസ്റ്റൻസും അവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ ഈ റീഡിങ്സും നമ്മുടെ കയ്യിലുണ്ട്. ഇനി എന്ത് എന്നുള്ളതാണ് എന്റെ ചോദ്യം വരുന്നത്. അപ്പോ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ഡയറക്റ്റ് നമുക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യം എന്താ? നോ ലോഡ് ആർമേച്ചർ കറണ്ട് ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു. നമുക്ക് എന്ത് കിട്ടും? IAO കിട്ടും. ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. എന്താ? IO മൈനസ് ISH ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പോ എന്റെ കയ്യിലുണ്ട്. പിന്നെ എനിക്ക് ഇവിടെ കിട്ടാവുന്നത് നോ ലോഡ് ഇൻപുട്ട് പറയാലോ. നോ ലോഡ് ഇൻപുട്ട് ഈക്വൽ ടു എന്താ? നമ്മളെ ഫ്രണ്ടിൽ വെച്ച വോൾട്ട് മീറ്ററിലത്തെ റീഡിംഗ് ഇൻറ്റു കറണ്ടിന്റെ റീഡിംഗ്, ദാറ്റ് ഈസ് V ഇൻറ്റു IO അല്ലെ? അത്രയും വാട്ട്സ് ആയിരിക്കും. അതേപോലെ നമുക്ക് പവർ ഇൻപുട്ട് ടു ദ ആർമേച്ചർ കണ്ടൂടെ? ടു ദ ആർമേച്ചർ എന്താ? V ഇൻറ്റു ആർമേച്ചറിലത്തെ കറണ്ട്, V ഇൻറ്റു IAO എന്നുള്ള രീതിയിലാണ് വരിക. സോ V ഇൻറ്റു എന്തെന്ന് എഴുതാം നമുക്ക്? IO മൈനസ് ISH എന്ന് എഴുതാവുന്നതാണ്. അതേപോലെ ഷാഫ്റ്റിലേക്കും നമുക്ക് പറയാം പവർ ഇൻപുട്ട് ടു ദി ഷാഫ്റ്റ് അല്ല, സോറി, ഷൻ ഫീൽഡിലേക്ക് പറയാം. ഞാൻ ഷൻ ഫീൽഡ് എന്ന് എഴുതുന്നില്ല, ഫീൽഡ്. ഓക്കെ, ഫീൽഡിലേക്ക് എന്താ? അതിലേക്കുള്ള വോൾട്ടേജ് ഉണ്ടോ, അതിലേക്കുള്ള കറണ്ട് ISH ചെയ്താൽ മതി. ഇവിടെ ഈ നോ ലോഡ് ഇൻപുട്ട് എന്ന് പറയുന്ന സാധനം മെയിൻ ആയിട്ട് ഇവിടെ ഇപ്പൊ ലോഡ് ഇല്ല. ഈ നോ ലോഡ് ഇൻപുട്ട് എന്തിനൊക്കെ സപ്ലൈ ചെയ്യും എന്നുള്ളത് നമുക്ക് അറിയേണ്ട കാര്യമാണ്. അപ്പൊ എന്തിനൊക്കെയാണ് ഇത് സപ്ലൈ ചെയ്യാൻ പോകുന്നത്? ഇവിടുത്തെ നോ ലോഡ് ഇൻപുട്ട് എന്തിനൊക്കെ സപ്ലൈ ചെയ്യും? അതും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്, ഇതിന്റെ കാൽക്കുലേഷനിൽ വരുന്നതാണെങ്കിലും. ഇത് എന്തിനൊക്കെ സപ്ലൈ ചെയ്യും? യെസ്, one is the iron losses.
losses in the core. Okay, then mechanical loss. അതിനെ ഞാൻ friction losses എന്ന് പറയാലോ, കുഴപ്പമില്ലല്ലോ. ഫ്രിക്ഷൻ ലോസസ് ആണ്. ഫ്രിക്ഷൻ ലോസസ് എവിടേക്കാ വരിക? ബെയറിംഗിൽ ഉണ്ടാവാം, കമ്മ്യൂട്ടേറ്ററിൽ ഉണ്ടാവാം, അപ്പൊ അതിനൊക്കെ സപ്ലൈ ചെയ്യും. ദെൻ തേർഡ് വൺ വിൻഡേജ് ലോസസിനെ സപ്ലൈ ചെയ്യും. വിൻഡേജ്. ദെൻ ഫൈനലി എന്താണ് ഇവിടെ ബാക്കി എന്താ ഉള്ളത്? ആർമേച്ചർ കോപ്പർ ലോസ് അല്ലെ? ഇതിനൊക്കെയും ആണ് സപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോ ഇവിടെ നമുക്ക് എന്തെന്ന് പറയാം? ഇവിടെ നമുക്കിനി കോൺസ്റ്റന്റ് ലോസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കോൺസ്റ്റന്റ് ലോസ് ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു. കോൺസ്റ്റന്റ് ലോസ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? വാരിയബിൾ ആയിട്ടുള്ള ലോസ് എന്ന് പറയുന്നത് ആരാണ്? ആർമേച്ചർ ആണ്. എന്ത് വാരിയബിൾ? ഓക്കെ, ഇപ്പൊ വാരിയബിൾ ലോസ് നമ്മൾ കോൺസ്റ്റന്റ് ലോസ് കണ്ടുപിടിച്ചിട്ട് അത് ഉപയോഗിച്ചിട്ടാണ് ബാക്കി കാൽക്കുലേഷൻസ് നടത്തുന്നത്. ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ കോൺസ്റ്റന്റ് ലോസ് എന്ന് പറഞ്ഞാൽ ഇവിടത്തെ കേസിൽ ഇപ്പൊ എന്താ? നോ ലോഡിൽ കൊടുത്ത ഇൻപുട്ട് പവർ, നോ ലോഡ് ഇൻപുട്ട് പവർ മൈനസ് എന്ത് കുറച്ചാൽ മതി? അവിടുത്തെ കോപ്പർ ലോസ് കുറച്ചാൽ നമുക്ക് കോൺസ്റ്റന്റ് ലോസ് കിട്ടും. ദാറ്റ് ഈസ് WC. ഞാൻ WC ആണ് കോൺസ്റ്റന്റ് ലോസിനെ വിളിക്കുന്നതെങ്കിൽ WC വിൽ ബി ഈക്വൽ ടു വാട്ട്? VIO. അതല്ലേ നമ്മുടെ നോ ലോഡ് ഇൻപുട്ട് മൈനസ് എന്താ? ആർമേച്ചർ കറന്റ് സ്ക്വയർ ഇൻറ്റു RA വരും. ദാറ്റ് ഈസ് IO മൈനസ് ISH സ്ക്വയർ ഇൻറ്റു RA. ഇതുവഴി നമുക്ക് എന്ത് കിട്ടും? നമ്മളുടെ കോൺസ്റ്റന്റ് ലോസ് നമുക്ക് കിട്ടും. അപ്പൊ കോൺസ്റ്റന്റ് ലോസ് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഏത് ലോഡിലത്തെയും എഫിഷ്യൻസി കണ്ടുപിടിക്കാം. ഇനി അതിൽ ജസ്റ്റ് ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കാര്യം മാത്രമേ നമുക്ക് ഇവിടെ ഓർക്കേണ്ടതായിട്ടുള്ളൂ. കേൾക്കേണ്ട സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താ? ഈ IA എന്ന് പറയുന്നത് ആർമേച്ചർ കറന്റ് ആണ്. ആ IAക്ക് രണ്ട് പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ ഇതിനിപ്പോ എന്തായിട്ട് വർക്ക് ചെയ്യിച്ചിട്ടാണ് നമ്മൾ ഈ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ റീഡിങ്സ് ഒക്കെ എടുത്ത് കോൺസ്റ്റന്റ് ലോസ് കിട്ടിയത്? മെഷീൻ എന്നാ ഞാൻ പറഞ്ഞുള്ളൂ. മെഷീൻ എന്തായിട്ട് വർക്ക് ചെയ്യിപ്പിച്ചിട്ടാ? മെഷീൻ എന്തായിട്ട് വർക്ക് ചെയ്യിപ്പിച്ചാൽ? മോട്ടറായിട്ട് വർക്ക് ചെയ്യിപ്പിച്ചാൽ. പക്ഷേ മോട്ടറായിട്ട് വർക്ക് ചെയ്യിപ്പിച്ചാൽ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ മെഷീൻ മോട്ടറായിട്ട് വർക്ക് ചെയ്താൽ എന്തായിരിക്കും സ്വഭാവം, എന്തായിരിക്കും എഫിഷ്യൻസി, അതേപോലെ ജനറേറ്റർ ആയിട്ട് വർക്ക് ചെയ്താൽ എന്തായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യാം. ജസ്റ്റ് ആർമേച്ചർ കറണ്ടിൽ മാത്രം ഡിഫറൻസ് വരുത്തിയാൽ മതി. ആർമേച്ചർ കറണ്ട് മോട്ടോറിംഗിന്റെ കേസിലാണെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി I മൈനസ് ISH. ഞാനിപ്പോ ഇവിടെ I എന്ന് എഴുതാൻ കാരണം നമ്മൾ ലോഡഡ് കണ്ടീഷൻ ആണ് പറയുന്നത്. പിന്നെ IO എന്ന് എഴുതേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് I എന്ന് വിളിച്ചത്. അതെ, മറ്റേ കേസിലാണെങ്കിൽ എന്തായിരിക്കും? ജനറേറ്ററിന്റെ കേസിലാണെങ്കിൽ I ആണ് അവിടെ സപ്ലൈ ചെയ്യുന്നത്. I ഈക്വൽ ടു I പ്ലസ് ISH. ഈ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്താ വേണമെങ്കിലും ആയിട്ടും കണ്ടുപിടിക്കാവുന്നതാണ് എഫിഷ്യൻസി. അപ്പൊ ഇനി എന്ത് വേണമെങ്കിലും എന്ന് പറഞ്ഞാൽ രണ്ട് കേസുകളേ ഉള്ളൂ. രണ്ട് കേസിലെ ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫിഷ്യൻസി when running as motor, അതേപോലെ എഫിഷ്യൻസി വെൻ റണ്ണിങ് ആസ് ജനറേറ്റർ. എഫിഷ്യൻസിക്ക് പ്രത്യേകിച്ച് ഒന്നും നമുക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? എഫിഷ്യൻസി ഈക്വൽ ടു ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. അപ്പൊ അത് മോട്ടോറിന്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ നമ്മൾ എളുപ്പത്തിന് എന്ത് ചെയ്യും? ഇൻപുട്ട് മൈനസ് ലോസസ്. നമുക്ക് ഇവിടെ കയ്യിലുള്ളത് ഇൻപുട്ട് ആണ്. ഇൻപുട്ട് മൈനസ് ലോസസ് ഡിവൈഡഡ് ബൈ എന്ന് ചെയ്താൽ മതി? ഇൻപുട്ട് എന്ന് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ ബാക്കി ഇനി എളുപ്പമാണല്ലോ. ഇൻപുട്ട് നമുക്ക് അറിയാം എന്താ? V ഇൻറ്റു II. ഇനി IO എന്ന് എഴുതില്ല കേട്ടോ, റേറ്ററിലാണ്. V ഇൻറ്റു IO മൈനസ് ലോസസിൽ എന്തൊക്കെ ഉണ്ട്? ലോസസിൽ നമ്മളുടെ കോൺസ്റ്റന്റ് ലോസ് എന്തായാലും ഉണ്ട്, മൈനസ് ഒരു ലോസും കൂടിയാണുള്ളത്. ഏതാ? കോപ്പർ ലോസ്. അതെന്താ? I മൈനസ് ISH ആർമേച്ചർ കറന്റ് സ്ക്വയർ ഇൻറ്റു RA, അതായത് ആർമേച്ചർ ലോസ്. ഇതിലാണ് മാറ്റം വരുത്തുന്നത് നമ്മൾ. ഡിവൈഡഡ് ബൈ ഇൻപുട്ട് VI. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോട്ടോറിംഗിലെ എഫിഷ്യൻസി കിട്ടും. സിമിലർലി യു ക്യാൻ ഫൈൻഡ് ദ എഫിഷ്യൻസി വെൻ ഇറ്റ് ഈസ് വർക്കിംഗ് ആസ് എ ജനറേറ്റർ. അവിടെ വരുമ്പോൾ നമ്മൾ എങ്ങനെയായിട്ട് എഴുതുക? ഔട്ട്പുട്ട് പ്ലസ് ലോസസ് എന്നുള്ള രീതിയിൽ എടുക്കേണ്ടി വരും. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താ? V ഇൻറ്റു I ആണ് ടെർമ് പുറത്തോട്ട് കൊടുക്കുന്നത്. V ഇൻറ്റു I ഡിവൈഡ് ബൈ എന്താ? VI പ്ലസ് ഏതാ? കോപ്പർ ലോസും ഉണ്ട്, കോൺസ്റ്റന്റ് ലോസും ഉണ്ട്, കോപ്പർ ലോസും ഉണ്ട്. I പ്ലസ് ISH ആയി മാറും കറണ്ട്. അതായത് ശ്രദ്ധിക്കാനുള്ളൂ. സ്ക്വയർ ഇൻറ്റു RA. ഇത് വെച്ച് നമുക്ക് ചെയ്യാം. ഇതാണ് ബേസിക്കലി എന്ത്? സ്വിൻബോൺസ് ടെസ്റ്റ്. സ്വിൻബോൺസ് ടെസ്റ്റിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഡിറ്റർമിൻ ചെയ്യുന്നത് കോൺസ്റ്റന്റ് ലോസ് ആണ്. അതിന്റെ ബേസിൽ എഫിഷ്യൻസി ക്യാൻ ബി പ്രീ ഡിറ്റർമിൻഡ് അറ്റ് any loads. അതാണ് ഇവിടെ ചെയ്യുന്നത്. ആൻഡ് ബേസിക്കലി ഇറ്റ് ഈസ് the calculations are or the readings are taken by running the machine as a motor, and we can predetermine the efficiency when it is running as a generator or as a motor. Okay, ഇതാണ് ഇതിന്റെ കേസിൽ വരുന്നത്. പിന്നെ ഇതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ് പിന്നെ ഇതിൽ വരുന്ന ഒരു കാര്യം. ഇവിടെ എഴുതുന്നുണ്ട്, ചെറുതായിട്ട് എഴുതുന്നുള്ളൂ. സോ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരിക്കും, അതേപോലെ
ഡിസ്അഡ്വാൻറ്റേജസ് എന്തെങ്കിലും പറയാനുണ്ടോ? അഡ്വാൻറ്റേജസ് പെട്ടെന്ന് പറയാവുന്ന കാര്യങ്ങളുള്ളൂ. എന്തൊക്കെയാ അഡ്വാൻറ്റേജസ്? ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്താ? നമ്മളൊരു സ്റ്റാർട്ടിങ്ങിൽ പറയാം, ഫസ്റ്റത്തെ പോയിന്റ് തന്നെയാണ്. അത് എന്ത് ടെസ്റ്റ് ആയിരുന്നു? എന്ത് ടെസ്റ്റാ? നോ ലോഡ് ടെസ്റ്റ് ആണ്. സോ ദ പവർ റിക്വയർഡ് വിൽ ബി വെരി സ്മോൾ. സോ ഇറ്റ് ഈസ് ബേസിക്കലി കൺവീനിയന്റ് ആണ്, എക്കണോമിക്കൽ ആണ്. കാരണം ലോഡ് ചെയ്ത് ബുദ്ധിമുട്ടൊന്നും വേണ്ട. കൺവീനിയന്റ് ആൻഡ് എക്കണോമിക്കൽ, അതാണ് ഒന്നാമത്തെ കാര്യം. ബിക്കോസ് ഇറ്റ് ഈസ് എ നോ ലോഡ് ടെസ്റ്റ്. ഓക്കെ, ഇനി അതുകൊണ്ട് തന്നെ പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഫിഷ്യൻസി അറ്റ് എനി ലോഡ് നമുക്ക് എന്ത് ചെയ്യാം? പ്രീഡിറ്റർമിൻ ചെയ്യാം. പക്ക ആക്യുറേറ്റ് ഒന്നും അല്ലെങ്കിലും ഓൾമോസ്റ്റ് ആക്യുറേറ്റ് ആയിരിക്കും. ഓക്കെ, പ്രീഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്താ? ഡിസ്അഡ്വാൻറ്റേജ് രണ്ടോ മൂന്നോ ഒക്കെ പറയാം. എന്താ ഡിസ്അഡ്വാൻറ്റേജ്? യാ, ഷണ്ടിനെ പറ്റുള്ളൂ. സോ സീരീസ് പോസിബിലിറ്റി ഇല്ല, സീരീസ് പറ്റില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ആക്ച്വൽ ലോഡിങ് ചെയ്യുന്നില്ല. അപ്പൊ ആക്ച്വൽ ലോഡിങ് വരുമ്പോൾ ശരിക്കും ഇതിന്റെ അയോൺ ലോസ് എന്ന് പറയുന്നത് ചെറിയ മാറ്റങ്ങൾ വരാം. സോ ചേഞ്ച് ഇൻ അയോൺ ലോസ് ഫ്രം നോ ലോഡ് ടു ഫുൾ ലോഡ് അവിടെ എടുക്കുന്നില്ല, ശരിക്കും അത് വരുന്നില്ല. എന്നാലും ഒരുവിധം അപ്രോക്സിമേറ്റ് ആയിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ അത് നോ ലോഡിലാണ് ചെയ്യുന്നതുള്ളതുകൊണ്ട് ഇതിൽ എന്തിന്റെ എഫക്റ്റ് ഒന്നും ശരിക്കും വരുന്നില്ല പിക്ചറിൽ. കമ്മ്യൂട്ടേഷൻ ആൻഡ് ടെമ്പറേച്ചർ റൈസ് ഒന്നും ഇവിടെ ആക്ച്വലി അതിനെ പറ്റിയിട്ടുള്ള ചിന്തകളൊന്നും ഇല്ലാണ്ടാണ് പലപ്പോഴും ഈ ഒരു കാൽക്കുലേഷൻസ് വരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം വരുന്നത്. അപ്പൊ ഇത് തന്നെയാണ് ഇതിന്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഇതാണ് എന്താ, നമുക്ക് എന്താ സീരീസിന് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, സീരീസ് മെഷീൻ നമുക്ക് എന്തുകൊണ്ടാണ് സീരീസിന് ചെയ്യാൻ പറ്റാത്ത? എന്തുകൊണ്ടാണ് ഇത് സീരീസ് മെഷീനിൽ ചെയ്യാൻ പറ്റാത്ത ഈ ഒരു ടെസ്റ്റ്? സീരീസ് മെഷീനിൽ ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞേ ഉള്ളൂ. യാ, ഇറ്റ് ഈസ് എ നോ ലോഡ് ടെസ്റ്റ്. നോ ലോഡിൽ നമ്മൾ റൺ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുള്ളൂ സീരീസ് മോട്ടോർ. സോ ഷുഡ് ബി ലോഡഡ്. അതുകൊണ്ട് ഇത് പറ്റില്ല. അതാണ് അതിന്റെ ലിമിറ്റേഷൻ എന്നുള്ള രീതിയിൽ ഇനി പറയുകയാണെങ്കിൽ പറയാവുന്നത്. അപ്പൊ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് ഏത്? ഏതാ? ഈ കുറച്ച് ഡിസ്അഡ്വാൻറ്റേജസിനെ ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ആക്ച്വൽ കമ്മ്യൂട്ടേഷനും അയൺ ലോസിന്റെ ഇതൊന്നും മാറ്റങ്ങളൊന്നും എന്താ കൺസിഡർ ചെയ്യാത്ത ഹോപ്കിൻസൺ ടെസ്റ്റ്. അപ്പൊ ഹോപ്കിൻസൺ ടെസ്റ്റ് ആണ് നെക്സ്റ്റ് വൺ വരുന്നത്. ഈ ഹോപ്കിൻസൺ ടെസ്റ്റിന് വേറെയും കുറച്ച് പേരുകളുണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചല്ലോ. ഇറ്റ് ഈസ് ബേസിക്കലി എ റീജനറേറ്റീവ് ടെസ്റ്റ്. റീജനറേറ്റീവ് ആണ്, റീജനറേഷൻ ചെയ്തിട്ട് അവിടേക്ക് തന്നെ വരുന്നുണ്ട്. അങ്ങനെ ഒരു പണി നടക്കുന്നതിൽ ഇറ്റ് ഈസ് എ ബാക്ക് ടു ബാക്ക് ടെസ്റ്റ്. ബാക്ക് ടു ബാക്ക് എന്ന് പറഞ്ഞാൽ ഒന്നിന് പിന്നിൽ ഒന്ന് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ പാരലിംഗ് എന്നുള്ള രീതിയിലും വേറെ ആലോചിക്കാവുന്നതാണ്. ബാക്ക് ടു ബാക്ക് ടെസ്റ്റ് ആണ്. ഇനി ഇതൊന്നല്ലാണ്ട് ഇതിന് വേറെയും പേരുകളൊക്കെ ഉണ്ട്. എന്താ പറയാ, ഹീറ്റ് റൺ ടെസ്റ്റ് ആണ്. ഇറ്റ് ഈസ് എ ഹീറ്റ് റൺ ടെസ്റ്റ്. ഇനിയും വേണമെങ്കിൽ പറയാം എന്താ, ഇറ്റ് ഈസ് എ ഫുൾ ലോഡ് ടെസ്റ്റ്. ഫുൾ ലോഡ് ടെസ്റ്റ് ആണ്. മറ്റേ നോ ലോഡ് ആയിരുന്നു. ദിസ് ഇസ് ആക്ച്വലി എ ഫുൾ ലോഡ് ടെസ്റ്റ്. ഫുൾ ലോഡ് ടെസ്റ്റ് ആണെങ്കിൽ പോലും ഇതിന് വലിയ എമൗണ്ട് ഓഫ് പവർ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ്. മറ്റേതിന്റെ അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞത് പവർ എടുക്കുന്നത് കുറവാണ് എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അവിടെ ആക്ച്വൽ ലോഡിംഗ് കണ്ടീഷൻ സിമുലേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു അവിടുത്തെ ഇഷ്യൂ. ആ ഒരു ഇഷ്യൂ ഇതിൽ ഓവർകം ചെയ്യും. ആക്ച്വൽ ലോഡിംഗ് എഫക്റ്റും കൂടി ഇവിടേക്ക് വരുന്നുണ്ട്. ആൻഡ് ഈവൻ ദോ ആക്ച്വൽ ലോഡിംഗ് ഈസ് കൺസിഡേർഡ്, ഇറ്റ് ഈസ് and it is a full load test, the power taken is low. അതെങ്ങനെയാണെന്നുള്ളതും എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ പേരുകൾ ഓർത്തോളൂ: ഹോപ്കിൻസൺ ടെസ്റ്റ്, ഓർ റീജനറേറ്റീവ് ടെസ്റ്റ്, ഓർ ബാക്ക് ടു ബാക്ക് ടെസ്റ്റ്, ഓർ ഹീറ്റ് റൺ ടെസ്റ്റ്, ഓർ ഫുൾ ലോഡ് ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് അതാണ് ഇതിലത്തെ മെയിൻ ആയിട്ടുള്ള ഡിസ്അഡ്വാൻറ്റേജും വരുന്നത്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്താ മെയിൻ ആയിട്ടുള്ള പ്രശ്നം, മെയിൻ ആയിട്ടുള്ള റിക്വയർമെന്റ് എന്തായിരുന്നു? ടു മെഷീൻസ്. അപ്പൊ ഇതും എന്തിനു തന്നെ പറ്റുള്ളൂ? ടു മെഷീൻസ് ഓഫ് ദ സെയിം റേറ്റിംഗ്. റേറ്റിംഗ് എന്നുള്ളതിലും നമ്മൾ കുറച്ചും കൂടി കറക്റ്റ് ആയിട്ട് പറയുമ്പോൾ ടു ഐഡന്റിക്കൽ ആയിട്ടുള്ള മെഷീൻസ് വരണം എന്നുള്ളതാണ്. ടു ഐഡന്റിക്കൽ ഷണ്ട് മെഷീൻസ്. അതുകൊണ്ട് തന്നെ ഇത് സ്മോളിലേക്ക് അധികം പറ്റില്ല. സ്മോളിൽ ഐഡന്റിക്കൽ ആയിട്ട് ഉണ്ടാക്കലൊന്നും അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കിട്ടല്. സോ ടു ഐഡന്റിക്കൽ ഷണ്ട് മെഷീൻസ് വേണം എന്നുള്ളതാണ്. വിച്ച് ആർ കപ്പിൾഡ്, അതും കൂടി ഇതിൽ പറയാം. വിച്ച് ആർ coupled. എങ്ങനെ കപ്പിൾ ചെയ്തിട്ടില്ലേ? coupled both mechanically and electrically. എന്ന് പറയുമ്പോൾ ശരിക്കും എങ്ങനെ പറയാ? ഇലക്ട്രിക്കലി ആവുമ്പോ
പാരലൽ അതാണ് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിക്കലി. ഓക്കെ, ഇവിടുത്തെ കേസ് അതാണ് വരുന്നത്. അതായത് ഇവിടെ നമുക്ക് ഇവിടെ ഇപ്പൊ കാണിച്ചിരിക്കുന്നത് പ്രകാരം ഇതാണ് ഇതിന്റെ സർക്യൂട്ട് ഡയഗ്രം കേട്ടോ. ഏറ്റവും ഒരു ബേസിക് നോർമൽ സർക്യൂട്ട് ഡയഗ്രം ഇതാണ്. ഇതിൽ സ്റ്റാർട്ടറിനെ ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ട്, ആ പോർഷൻ ഒന്നും വരച്ചിട്ടില്ല. നിങ്ങൾ ആക്ച്വൽ ലബോറട്ടറിയിലൊക്കെ കണ്ടപ്പോൾ സ്റ്റാർട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും സർക്യൂട്ടിൽ. ഇതിപ്പോ സിമ്പിൾ ആയിട്ട് വരച്ചിട്ടുള്ളത് സർക്യൂട്ട് ഡയഗ്രം ഞാൻ വരച്ചിട്ടുള്ളതല്ല, നെറ്റ് നിർത്തി വെച്ചിട്ടുള്ളതാണ്. സോ അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. നമുക്ക് രണ്ട് മെഷീൻസ് ഉണ്ട്. ദ മെഷീൻസ് ആർ മെക്കാനിക്കലി കപ്പിൾ. ആ മെഷീൻസ് മെക്കാനിക്കലി കപ്പിൾഡ് ആണ്. നോർമലി നമ്മൾ പറയുമ്പോൾ മെഷീൻ 1 മെഷീൻ 2 എന്നാണ് പറയാറുള്ളൂ. ഇവിടെ കറക്റ്റ് ആയിട്ട് ആ ഓപ്പറേഷൻ കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയത് ഇത് എം എന്നും ഇത് ജി എന്നും ഇട്ടിരിക്കുന്നു. ദാറ്റ് മീൻസ് ദിസ് വൺ ഈസ് ബേസിക്കലി വർക്കിംഗ് ആസ് എ മോട്ടോർ ആൻഡ് ദിസ് വൺ ഈസ് ബേസിക്കലി വർക്കിംഗ് ആസ് എ ജനറേറ്റർ. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ ഈ ഫസ്റ്റിലോട്ട് സപ്ലൈ കൊടുക്കുന്നു, ഇത് വെച്ചിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. അപ്പൊ എം വെച്ചിട്ട് തന്നെയാണ് വർക്ക് നമ്മൾ തുടങ്ങുന്നത്. കണക്ഷൻസ് പിന്നെ നോക്കാൻ ബാക്കി. ഇതിന്റെ ഫീൽഡ് സർക്യൂട്ട് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. മോട്ടോറിന്റെ ഫീൽഡ് സർക്യൂട്ട് ആണ്. അതിൽ ഒരു അമ്മീറ്റർ വെച്ചിട്ടുണ്ട്, എന്താ ഫീൽഡ് കറണ്ട് റീഡ് ചെയ്യാൻ, ISHM എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ അത് റീഡ് ചെയ്യാൻ, അതിന് വാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിയോസെറ്റ് RM വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാം സഫിക്സ് എമ്മിലോട്ട് ഇട്ടിരിക്കുന്നു. ഷണ്ട് കറണ്ട് മോട്ടറിലോട്ട് വരുന്ന ടോട്ടൽ കറണ്ടിന് IM എന്ന് കാണിച്ചിരിക്കുന്നു. ആർമേച്ചർ എടുക്കുന്നത് IAM സഫിക്സ് എമ്മിൽ ഇട്ടിരിക്കുന്നു. ഓക്കെ, പിന്നെ അതിന് മുന്നേ ലൈൻ കറണ്ട് എടുക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് A1 എന്ന് പറഞ്ഞിട്ടുള്ള മീറ്റർ വെച്ചിരിക്കുന്നു. വി സപ്ലൈ വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ ജനറേറ്റർ ആണ്. ജനറേറ്റ് ചെയ്യുന്ന കറണ്ട് IAG, A എന്ന് പറയുന്നത് ആർമേച്ചർ കറണ്ട്, ജനറേറ്റർ കറണ്ട് G എന്ന് കാണിച്ചിരിക്കുന്നു. അവിടുന്ന് രണ്ടായിട്ട് പോകുന്നു. നമ്മൾ ഫൈനൽ പുറത്തോട്ടുള്ള IG ആയിട്ടും പോകുന്നു. പിന്നെ നമ്മളുടെ എന്താ ഷണ്ട് ഫീൽഡിൽ കൂടെയുള്ള കറണ്ട് അതവിടെ എഴുതിയിട്ടില്ല, അത് ഞാൻ എഴുതാം. ISHG ആയിട്ടും പോകും. അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു അമ്മീറ്റർ വെച്ചിരിക്കുന്നത്, A4 എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഫീൽഡ് വാരി ചെയ്യാൻ ഫീൽഡ് റിയോസ്റ്റാറ്റ് RGയും വെച്ചിരിക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിന്റെ ഇടയിൽ ഇതിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു പോർഷൻ ആണ്. ഇവിടെ ഒരു അഡീഷണൽ ഒരു പോർഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതെന്താ സംഭവം? ഞാൻ വേണമെങ്കിൽ ഒരു ഓർഡറിലോട്ട് മാർക്ക് ചെയ്യാം. ഇവിടെ ഒരു അറേഞ്ച്മെന്റ് ഉണ്ട്. മോട്ടോറിന്റെ മേലത്തെ ടെർമിനലും ജനറേറ്ററിന്റെ മേലത്തെ ടെർമിനലിന്റെ ഇടയിലായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് കൊടുത്തു വെച്ചിട്ടുണ്ട്. ഒരു സ്വിച്ച് അതിന് പാരലൽ ആയിട്ട് ഒരു വോൾട്ട് മീറ്റർ. ഇത് ഇവിടെ മാത്രമല്ല വേറെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കാണും. ഓക്കെ, ഈ ഒരു അറേഞ്ച്മെന്റ് എന്തിനു വേണ്ടിയിട്ടാണ്? എന്താണ് ഈ ഒരു സെറ്റപ്പ്? എനിവൺ? പൊളാരിറ്റി ടെസ്റ്റ് ആണ് അവിടെ നടത്താൻ പോകുന്നത്. പൊളാരിറ്റി ചെക്കിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ആണത്, പൊളാരിറ്റി ടെസ്റ്റ്. അത് എന്തിനാണ് പൊളാരിറ്റി ടെസ്റ്റ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് പൊളാരിറ്റി ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ഔട്ട്കം എന്താ? അതൊരു ഒരു തീരുമാനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്താണ് അവിടെ ചെയ്യാൻ പോകുന്നത്? ഒരു പെർട്ടിക്കുലർ ഒരു തീരുമാനം അതിൽ നിന്ന് കിട്ടണത്. ആ തീരുമാനം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ അവിടെ ചെയ്യാ? സ്വിച്ച് ക്ലോസ് ചെയ്യും. അതെന്താണ് ചോദിക്കണേ? അതെന്താണ് ആ സ്വിച്ച് ക്ലോസ് ചെയ്യുന്നതിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ ചോദിക്കണേ? പൊളാരിറ്റി ടെസ്റ്റ് ഓർമ്മയുള്ളവർക്ക് എന്തായാലും അറിയുണ്ടാവും. സ്വിച്ച് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തൊരു കണ്ടീഷനും അതിനനുസരിച്ച് ക്ലോസ് ചെയ്യലാണ്. സ്വിച്ച് ക്ലോസ് ചെയ്യുമ്പോൾ എന്താ നടക്കുന്നത് ഞാൻ ചോദിക്കണേ? ഞാൻ രണ്ട് കാര്യങ്ങൾ ഇപ്പൊ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഗ്രീനിൽ എഴുതിയതാണ്. ടു ഐഡന്റിക്കൽ ഷണ്ട് മെഷീൻസ് വിച്ച് ആർ കപ്പിൾ ബോത്ത് മെക്കാനിക്കലി ആൻഡ് ഇലക്ട്രിക്കലി. ഇലക്ട്രിക്കലി മീൻസ് ഇൻ പാരലൽ. ഇവിടെ എന്താ നടക്കുന്നത്? കറണ്ട് ദാറ്റ് ഈസ് കറക്റ്റ്. കറണ്ട് ഡയറക്ഷൻ ആണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. കറണ്ട് ഡയറക്ഷൻ ആണ് ചെക്ക് ചെയ്യുന്നത് പൊളാരിറ്റി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് വെരി ഗുഡ്, കറക്റ്റ്. ഫൈനലി എന്താണ് ചെയ്യാൻ? സ്വിച്ച് ക്ലോസ് ചെയ്യാണല്ലോ ചെയ്യണത്. സ്വിച്ച് ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് മീൻ ബൈ ക്ലോസിംഗ് ദ സ്വിച്ച്? ദാറ്റ് ഈസ് കറക്റ്റ്. അഗൈൻ കറക്റ്റ് ആണ്. ഫൈനലി നമ്മൾ അവിടെ എന്താ ചെയ്യാൻ പോകുന്നത്? പാരലൽ ചെയ്യാൻ പോവാണ്, അല്ലേ? അല്ലേ, ശരിയല്ലേ? പാരലിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. സെയിം പൊളാരിറ്റിയും ടെസ്റ്റ് ചെയ്ത് വോൾട്ടേജും കാര്യങ്ങളൊക്കെ ഒരേപോലെ ആണെന്ന് നോക്കി അതിലത്തെ വോൾട്ടേജ് പൊളാരിറ്റി ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്നതാണ്. സെയിം ഇതാക്കിയിട്ട് ഇവിടുത്തെ വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇവിടുത്തെയും പൊട്ടൻഷ്യൽ സെയിം ആവും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താവും? 0 ആവും. 0 ആവുമ്പോൾ നമ്മൾ സ്വിച്ച് ക്ലോസ് ചെയ്യും, പാരലൽ ചെയ്യും. അതാണ് അവിടെ നടക്കുന്നത്. പിന്നെ സ്റ്റാർട്ടിങ് ആയി തന്നെ അവിടെ ഫീൽഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ട്, അത്രയും നമുക്കിവിടെ ആവശ്യമില്ല, ഞാൻ പറയുന്നത് മാത്രം. നമ്മളിത് എന്താ ഇതിലത്തെ വാരിയേഷനെ നോക്കാൻ പോകുന്നത്. ഇപ്പൊ ഇവിടെ 220യുടെ മെഷീൻസ് ആണെങ്കിൽ ഈ വോൾട്ട് മീറ്ററിന്റെ റേഞ്ച് എത്ര ആയിരിക്കണം? വോൾട്ട് മീറ്റർ ഉപയോഗിക്കുന്ന വോൾട്ട് മീറ്ററിന്റെ റേഞ്ച് എത്ര ആയിരിക്കണം? യാ 1000. ഓക്കെ, 1000 എന്ന് പറഞ്ഞാൽ ഇൻ എഫക്ട് 1000. അതെ, രണ്ട് ഡയറക്ഷനിൽ എടുക്കുകയാണെങ്കിൽ -500 to 500 എന്ന് വേണമെങ്കിൽ പറയാം. 500 റേഞ്ചിലോട്ടാണ്. അതായത് രണ്ടും കൂടി ആഡിങ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരട്ടി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇരട്ടി വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ മാറ്റി കണക്ട് ചെയ്യുക എന്നുള്ളതാണ് പോസിബിലിറ്റി വരുന്നത്. അതൊന്നും നോക്കണ്ട. നമുക്ക് തൽക്കാലം ഇവിടുത്തെ വോൾട്ടേജുകൾ എന്താ പൊട്ടൻഷ്യലുകൾ ഈക്വൽ ആക്കി എന്താ രണ്ടിലും ഡിഫറൻസ് ഇവിടെ 0 വരുത്തുകയാണ്. 0 വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വിച്ച് ക്ലോസ് ചെയ്യും, പാരലൽ ചെയ്യും. അതാണ് അവിടെ നടക്കാൻ പോകുന്നത്. അതിനാണ് വേണ്ടിയിട്ടുള്ള ഈ അറേഞ്ച്മെന്റ്. ഇത് തന്നെ നിങ്ങൾ ട്രാൻസ്ഫോമറിലും കാണും.
ഓക്കെ, അപ്പൊ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രം. ഇനി ബാക്കി ഒന്നുകൂടി ഇതിലേക്ക് വരാം. രണ്ട് മെഷീൻസ് ആണുള്ളത്. ഈ മെഷീനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലെഫ്റ്റിലെ എം എന്നിട്ടുള്ള മെഷീൻ ഇവിടെ സ്റ്റാർട്ടും അറേഞ്ച്മെന്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് പ്രകാരം അതിനെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നടക്കാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെഷീൻ മോട്ടറായിട്ടും റൺ ചെയ്യും, മറ്റേത് ജനറേറ്റർ ആയിട്ടും റൺ ചെയ്യും. നമ്മളെ കഥയിൽ തൽക്കാലം ഇയാൾ മോട്ടറും ഇയാൾ ജനറേറ്ററും അങ്ങനെ തന്നെ വിചാരിച്ചാൽ മതി. ഇയാളെ മോട്ടർ ആക്കുന്നു. എന്നിട്ട് ഇൻപുട്ടിൽ നിന്ന് അപ്പൊ ആർക്കാണ്, മോട്ടോറിലോട്ടാണ് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത്. സോ മോട്ടോർ സപ്ലൈ കിട്ടി കഴിഞ്ഞാൽ മോട്ടർ എന്ത് ചെയ്യും, മോട്ടറിന്റെ സ്വഭാവം കാണിക്കും, കറങ്ങും. മോട്ടറിന്റെ സ്വഭാവം കാണിക്കും, കറങ്ങും. അപ്പൊ ഓട്ടോമാറ്റിക്കലി the generator which is coupled to the motor through the shaft will start rotating. So അതും സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും, റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇതിനെ റേറ്റഡ് സ്പീഡിലാക്കി കഴിഞ്ഞാൽ ഇത് റേറ്റഡ് സ്പീഡിലാവും. ഇറ്റ് വിൽ സ്റ്റാർട്ട് ജനറേറ്റിംഗ്. ജനറേറ്റ് ചെയ്യുമ്പോൾ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. പിന്നെയാണ് നമ്മൾ എവിടേക്ക് വരേണ്ടത്, നമ്മുടെ ഈ പൊളാരിറ്റിയുടെ ടെസ്റ്റിനോട് വരേണ്ടത്. അപ്പൊ അവിടെ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതിന്റെ ഈ മോട്ടോറിന്റെ ഫീൽഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിനെ റേറ്റഡ് സ്പീഡിലാക്കി. അപ്പൊ അത് കഴിഞ്ഞാൽ വിട്ടോ തൽക്കാലം. പിന്നെ ജനറേറ്ററിന്റെ ഫീൽഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് അതൊരു 1 or 2 വോൾട്ട് നമ്മൾ എന്തിനെക്കാട്ടിലും മേലെ കൊണ്ടുവരാൻ നോക്കും, സപ്ലൈനെക്കാട്ടിലും. അൾട്ടിമേറ്റ്ലി നമ്മൾ ഇവിടുത്തെ ഡിഫറൻസ് എന്താക്കും, സീറോ ആക്കും. വോൾട്ടേജ് ഡിഫറൻസ് സീറോ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടും പൊളാരിറ്റി ടെസ്റ്റ് ഓക്കെ ആയി, കറണ്ട് ഡയറക്ഷൻ കറക്റ്റ് ആയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, സ്വിച്ച് വിൽ ബി ക്ലോസ് മീൻസ് ദേ ആർ കണക്റ്റഡ് ഇൻ പാരലൽ. ഈ ഒരു കണ്ടീഷനിലെ എന്താ പറയാ, V equal to 0, S is closed. ആ ഒരു കണ്ടീഷനിൽ നമ്മൾ പറയാ ഇറ്റ് ഈസ് എ ഫ്ലോട്ടിംഗ് കണ്ടീഷൻ. എന്നാണ് പറയുക. ഫ്ലോട്ടിംഗ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നൈദർ ടേക്കിംഗ് എനി കറണ്ട് ഓർ നോർ ഗിവിംഗ് എനി കറണ്ട്. ആക്ച്വലി ആർമേച്ചർ കറണ്ട് റീഡിംഗ് എന്തായിരിക്കണം, സീറോ ആയിരിക്കണം. കറണ്ട് സീറോ ആയിരിക്കണം. അപ്പൊ ആ രീതിക്കാണ് പറയാം. അപ്പൊ അതിന് മുന്നേ ഞാൻ വേറെ കാര്യം പറയാം. ഇത് നമ്മൾ വേറെ പേരൊക്കെ പറഞ്ഞു, റീജനറേറ്റീവ് ഓർ ബാക്ക് ടു ബാക്ക് ടെസ്റ്റ് ആണ്. ഇവിടുന്ന് നമ്മൾ ഒരു സപ്ലൈ കൊടുത്തിട്ടാണ് ഇതിനെ തുടങ്ങിയത്, ഈ മോട്ടോർ റൺ ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പൊ എന്താ, ഈ മോട്ടോർ റൺ ചെയ്തു, ഇതിനെ വർക്ക് ചെയ്യിപ്പിച്ചിട്ട് ജനറേറ്റർ ആക്കി, ജനറേറ്റ് ചെയ്തു, ഫൈനലി ഇവിടെ സ്വിച്ച് ക്ലോസ് ചെയ്തു. ഇൻ എഫക്ട് എന്താ, മോട്ടോറിന്റെ ഔട്ട്പുട്ട് ജനറേറ്ററിനെ റൺ ചെയ്യുന്നു. ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് തിരിച്ച് എങ്ങോട്ട് വരുന്ന പോലെയാണ്, മോട്ടോറിലോട്ട് വരുന്ന പോലെയാണ്. ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ അയാളെ കറക്കും, അയാൾ തിരിച്ച് ഇയാളെ കറക്കാനുള്ള ഇത് കൊടുക്കും. അതായത് മെക്കാനിക്കൽ ഔട്ട്പുട്ട് ഓഫ് ദ മോട്ടോർ ഡ്രൈവ്സ് ദ ജനറേറ്റർ ആൻഡ് ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് ഓഫ് ദ ജനറേറ്റർ ഈസ് യൂസ്ഡ് ഇൻ സപ്ലൈയിങ് ദ ഇൻപുട്ട് ടു ദ മോട്ടോർ. ഓക്കെ, ഒരു ഐഡിയൽ കേസിൽ ലോസ്ലെസ് ഒരു സിസ്റ്റം ആണെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ എന്തിന്റെ ആവശ്യമില്ല, സപ്ലൈയുടെ ആവശ്യമില്ല. പക്ഷെ അങ്ങനെയല്ലല്ലോ, ഐഡിയൽ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇതിലൊക്കെ അത്യാവശ്യം ലോസുകൾ ഉണ്ട്. അപ്പോൾ ഔട്ട്പുട്ട് ഓഫ് ഈച്ച് മെഷീൻ ആക്ട്സ് ആസ് ദി ഇൻപുട്ട് ഓഫ് ദ അതർ വൺ. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ബാക്ക് ടു ബാക്ക് ടെസ്റ്റ് ഓർ റീജനറേറ്റ് എന്ന് പറയാൻ കാരണം ഇതിൽ ജനറേറ്റ് ചെയ്യുന്നതാണ് തിരിച്ച് അങ്ങോട്ട് ഇട്ടിട്ട് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പൊ രണ്ട് മെഷീനും ഇവിടെ ആക്ച്വലി എങ്ങനെയാണ് റൺ ചെയ്യുന്നത്, ഫുൾ ലോഡിലാണ് റൺ ചെയ്യുന്നത് എന്നുള്ള പോലെയാണ് ഇവിടെ. ഓക്കെ, അപ്പൊ എഫക്റ്റീവ്ലി നമുക്ക് ആ ഒരു രീതിക്ക് ആക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ഫുൾ ലോഡിലാണ് റൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് വേണമെങ്കിൽ എന്തെന്ന് പറയാം, ടോട്ടൽ ലോസസ് ഓഫ് ദ മെഷീൻസ് എന്തായിട്ട് പറയാം, ലോസസ് ഓഫ് ദി മെഷീൻസ് എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താ, പവർ ഇൻപുട്ട് ഫ്രം ദ സപ്ലൈ അല്ലേ, പവർ ഇൻപുട്ട് ഫ്രം സപ്ലൈ. കാരണം വേറെ ഒന്നും അവിടെ ഇല്ല. ആക്ച്വൽ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലോഡ് ചെയ്ത് എടുത്തോണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ സപ്ലൈയിൽ നിന്ന് എടുക്കുന്ന ഇതാണ് വരുള്ളൂ. ഈ വാല്യൂ എന്ന് പറയുന്നത് തന്നെ ഇറ്റ് വിൽ ബി ആക്ച്വലി സ്മോൾ വാല്യൂ. കാരണം മോട്ടോർ ജനറേറ്ററിന് കൊടുത്ത് ജനറേറ്റർ അവിടെ ജനറേറ്റ് ചെയ്ത് തിരിച്ച് ഇങ്ങോട്ട് വരികയാണ്. അപ്പൊ അവിടെ ഇവരുടെ ഈ ഒരു സിസ്റ്റത്തിലുള്ള ഒരു എന്താ ലോസുകളെ കൊടുക്കാനുള്ള പവർ മാത്രം ഇവര് എന്ത് എടുത്താൽ മതി, സപ്ലൈയിൽ നിന്ന് എടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഒന്നുകൂടി ഞാൻ പറയാം, സപ്ലൈ ഈസ് ഗിവൺ ടു ദ മോട്ടോർ ഓർ ടു ദിസ് മെഷീൻ and it is started basically with the help of a starter and the switch is kept open. അത് നമ്മൾ ആദ്യം തന്നെ ചെയ്തിട്ടുള്ള കാര്യമാണ്. സ്വിച്ച് ഓപ്പൺ ആണ്. now what will you do, the motor field rheostat will be adjusted so that the motor runs at the rated speed. ഞാൻ എഴുതുന്നില്ല, സ്റ്റെപ്പ് പ്രൊസീജിയർ പറയുന്നതാണ്, നിങ്ങൾക്ക് അറിയുന്നതാണ്. സോ മോട്ടർ റേറ്റഡ് സ്പീഡിൽ റൺ ചെയ്യാൻ തുടങ്ങും. as the generator is coupled through the shaft, the generator runs at the rated speed. Okay, rated speed as that of the motor, and the excitation of the generator is adjusted with the help of this field rheostat RG such that the voltage across the armature of the generator is slightly higher than the supply voltage, say by 1 or 2 volt. Now when this voltage of the generator equal to the supply voltage, the voltmeter will read and of the same polarity, then the voltmeter will read 0. Okay, and at that time you'll be closing the switch, so the switch will be closed. Okay, and now the
okay, switch is closed and they are said to be in generator parallel ആയിട്ട് കണക്ട് ചെയ്തു എന്ന് പറയാം ഇവിടെ. Switch is closed, machines are in parallel across the supply. Okay, so the machines are connected in parallel across the supply means. So അതാണ് അവിടെ നമ്മൾ ചെയ്യുന്നത്. Then ഇനി എന്ത് ചെയ്യും? So under this condition, the machines are running in parallel and the generator is set to float. Generator floating ആണ് എന്ന് പറയാം because the generator is neither taking any current or nor it is giving any current to the supply. Okay. ഇനി എന്ത് എന്നുള്ളതാണ്. ഇനി എന്താണ് നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫീൽഡ് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ഫീൽഡ് റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ലോഡ് നമ്മൾ അവിടെ സിമുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ലോഡ് മാറ്റുകയാണ് ചെയ്യുന്നത് ഇൻ ടു ദ മെഷീൻസ് ബൈ അഡ്ജസ്റ്റിംഗ് ദി എക്സൈറ്റേഷൻ ഓഫ് ദ മെഷീൻ. അപ്പൊ ഇനി ഫീൽഡ് വാരി ചെയ്തിട്ട് നമ്മൾ അവിടെ എന്തുണ്ടാക്കാൻ പോവാണ്? ലോഡ് സിമുലേറ്റ് ചെയ്യാണ്. ഓക്കെ, so now with the help of field rheostats, any required load can be thrown on the machines by adjusting the excitation. Okay, എക്സൈറ്റേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് ഇനിയിപ്പോ ഉള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് ബേസിക്കലി അറിയാവുന്ന കാര്യങ്ങളാണ്. ഇ ജി എന്നും പറയാം ജനറേറ്ററിന്റെ കേസിൽ. മോട്ടറിന്റെ കേസിലാണെങ്കിൽ ഇ ബി ആണല്ലോ പറയാം. ഇ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? വി പ്ലസ് ഐ എ ആർ ആണ് ബേസിക് ഇക്വേഷൻ ആണ് എഴുതുന്നത് ജനറേറ്ററിന്റെ കേസിൽ. മോട്ടറിന്റെ കേസിലാണെങ്കിൽ എന്താ? ബി മൈനസ്, ഇത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, എന്താ പറയാ, ഐ എ ജി എന്ന് എഴുതാം. ജനറേറ്റർ ആയതുകൊണ്ട് ഇതിനെ ഞാൻ ഐ എ എം എന്ന് എഴുതുന്നു. ആർ എന്ന് തന്നെ വിളിക്കണേ, കാരണം രണ്ടിന്റെയും റെസിസ്റ്റൻസ് സെയിം ആണെന്നുള്ള അസംഷനിലാണ് കേട്ടോ. ഓക്കെ, ഈ രീതിക്ക് എഴുതാലോ. അപ്പോ ദർഫോർ നമുക്ക് ഇവിടുന്ന് പറയാവുന്ന ഒരു കാര്യം എന്താ? ഒബ്സർവേഷൻ പറയാവുന്ന എന്താ? ഇ ജി വിൽ ബി ഗ്രേറ്റർ ദാൻ ഇ ബി. ശരിയല്ലേ? ജനറേറ്റർ എന്ന് പറയുന്നത് ബാക്ക് എം എഫിനെക്കാട്ടിലും കൂടുതലാവും. പക്ഷെ നമുക്ക് ഇവിടെ അറിയാവുന്ന ഒരു കാര്യം എന്താ? ഇ ജി ഈസ് ആക്ച്വലി പ്രൊപ്പോർഷണൽ ടു 5G ഇൻറ്റു എന്നും. അതേപോലെ ഇ ബി എന്ന് പറയുന്നത് ഇ ബി is actually proportional to 5m into n ആണല്ലോ. n എന്ന് പറയുന്നത് സെയിം ആയതുകൊണ്ടാണ്, സ്പീഡ് ഒരേ ഷാഫ്റ്റിലാണല്ലോ. അപ്പൊ അവിടെ നിന്ന് നമുക്ക് പറയാവുന്ന കാര്യം എന്താ? ഇ ജി ഗ്രേറ്റർ ദാൻ ഇ ബി ആണെങ്കിൽ എഫക്റ്റീവ്ലി ദിസ് 5G വിൽ ബി ഗ്രേറ്റർ ദാൻ 5m. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? we can say that what ISH will be greater than ISHM. Okay, that means the excitation of the generator shall always be greater than that of the motor. Okay, that of the motor. അതാണ് നമുക്ക് അവിടുന്ന് കിട്ടുന്ന കാര്യം, ഓർത്തു വെക്കേണ്ട കാര്യം. സോ ഷണ്ട് ഫീൽഡ് കറണ്ട് ഏതാ? ISH, സോറി ഒരു കാര്യം ISHG. ഷൻ എന്താ? ജനറേറ്ററിന്റെ ഷൻ ഫീൽഡ് കറണ്ട് ഇതിനെക്കാട്ടിലും കൂടുതലായിരിക്കണം, മോട്ടറിനെക്കാട്ടിലും കൂടുതലായിരിക്കണം. ഓക്കെ, ഇനി ഇതിന്റെ കാൽക്കുലേഷൻസും കാര്യങ്ങളാണ്. അത് കുറച്ച് പറയാനുണ്ട്. പിന്നെ അതിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഒക്കെ ഉണ്ട്. അപ്പൊ അത് ഞാൻ ഇപ്പൊ തീർക്കുന്നില്ല തൽക്കാലം. ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് കിട്ടുന്ന റീഡിങ്സ് എന്താണെന്നൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഓരോ നൊട്ടേഷൻസും കാര്യങ്ങളും എന്താണെന്ന് ഓർത്ത് വെക്കുക. അതിന്റെ ബേസിൽ നമുക്ക് ബാക്കി കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇൻപുട്ട്, സപ്ലൈ ഇൻപുട്ട് ആണ് IL. പിന്നെ ഇങ്ങോട്ട് മോട്ടറിലോട്ടുള്ള കറണ്ട് IM എന്നും ജനറേറ്ററിൽ നിന്ന് വരുന്ന IG എന്നുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഷണ്ടിനെ ISHM ഉം ISHG ആണ്, IAM ഉം IAG യുമാണ്. പിന്നെ RA എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള എടുത്തിട്ടുള്ള ഷൻ ഫീൽഡിന്റെ റെസിസ്റ്റൻസിന് അത് ഇവിടെ കാണിച്ചിട്ടില്ല. ആക്ച്വലി അതും കൂടി ഉണ്ട് ഇവിടെ. RSHM എന്ന് പറഞ്ഞിട്ട് ഇതിന് റെസിസ്റ്റൻസ് ഉണ്ട്. അതേപോലെ ഇതിന് RSHG എന്ന് പറഞ്ഞിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ട്. കാരണം നമ്മൾ ഷൺഫീൽഡ് കോപ്പർ ലോസ് കണക്കിലെടുക്കുന്നുണ്ട്. ആർമേച്ചർ റെസിസ്റ്റൻസ് സെയിം ആണ്, RA ആണ്. ഇതായാലും അതെ, ഇതായാലും അതെ, RA ആണ്. അപ്പൊ അതിന്റെ ബേസിലാണ് കാൽക്കുലേഷൻസ് കാര്യങ്ങളൊക്കെ പറയുന്നത്. ഞാനിപ്പോ അത് പറയുന്നില്ല.
ഇവിടെ കിട്ടാൻ പോകുന്നത് നമുക്ക് കോൺസ്റ്റന്റ് ലോസ് ആണ്. കോൺസ്റ്റന്റ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ നിന്ന് എടുക്കുന്നത് മൈനസ് നമ്മുടെ വാരിയബിൾ ലോസ്. വാരിയബിൾ ലോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ എന്തൊക്കെ കൺസിഡർ ചെയ്യേണ്ടി വരും? ആർമേച്ചർ കോപ്പർ ലോസും കൺസിഡർ ചെയ്യേണ്ടി വരും, ഷണ്ട് കോപ്പർ ലോസും കൺസിഡർ ചെയ്യേണ്ടി വരും. അത് ഏതിന്റെയൊക്കെ കൺസിഡർ ചെയ്യേണ്ടി വരും? മോട്ടറിനെ കൺസിഡർ ചെയ്യേണ്ടി വരും, ജനറേറ്ററിനെയും കൺസിഡർ ചെയ്യേണ്ടി വരും. അതിൽ നിന്ന് നമുക്ക് ടോട്ടൽ കോൺസ്റ്റന്റ് ലോസ് കിട്ടും. അതിന്റെ പകുതി എടുത്താൽ നമുക്ക് ഹാഫ് ആയിട്ട് കിട്ടും. ആ രീതിയിലാണ് കാൽക്കുലേഷൻ ചെയ്ത് അവസാനിപ്പിക്കാനുള്ളത്. പിന്നെ അതിന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ആണ്. ഞാനിപ്പോ അത് പറയുന്നില്ല. So will the generator work as prime mover? അത് നമുക്ക് ഫീൽഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവരുടെ റോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊക്കെ പറ്റും കേട്ടോ. അപ്പൊ അത് ലബോറട്ടറിയിൽ ചെയ്തിട്ടുണ്ടാവും, ലബോറട്ടറിയിൽ ചെയ്തിട്ടുണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു മെഷീൻസ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അവിടുത്തെ ഒരു സെറ്റപ്പ് പ്രകാരം നമ്മൾ ആദ്യത്തെ മെഷീനെ മോട്ടറായിട്ടും രണ്ടാമത്തേനെ ജനറേറ്റർ നമ്മൾ പറയാറുള്ളൂ. ഇപ്പോൾ സാധാരണ മെഷീൻ 1 ആൻഡ് മെഷീൻ 2 എന്നുള്ള രീതിയിലാണ് ഇവിടെ കാണിക്കാറുള്ളത്. നമ്മൾ മോട്ടറൊന്നും ജനറേറ്ററിനൊന്നും ഇട്ടിട്ടുണ്ടാവില്ല. എന്നാലും നോർമലി നമ്മൾ ആദ്യത്തേനെ മോട്ടറായിട്ടും മറ്റേനെ ജനറേറ്റർ ആയിട്ടും റോൾ ചേഞ്ച് ചെയ്യാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാവുന്നതാണ്. അതിന്റെ എക്സൈറ്റേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കറണ്ടിന്റെ ഡയറക്ഷൻ മാറ്റാവുന്നതാണ്. അത് നമുക്ക് രണ്ട് ഡയറക്ഷനിലും റീഡ് ചെയ്യുന്ന മീറ്റർ വെച്ചിട്ട് ചെക്ക് ചെയ്യാവുന്നതൊക്കെയാണ്. ഓക്കെ, ചെയ്തിട്ടുണ്ടാവും ചിലവർ ലബോറട്ടറിയിൽ. അപ്പൊ ബാക്കി എന്തായാലും ഞാൻ അടുത്ത ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഇത് നോക്കിക്കോളുക. ഓക്കെ, താങ്ക് യു.